നന്ദി ശ്രീലക്ഷ്മി. അടുത്തതായി സ്വാഗത പ്രസംഗമാണ്. അതിലേക്ക് ക്രിസ്ത്യൻ കോളേജിലെ സുവോളജി വിഭാഗം അധ്യാപകനും ഈ പരിപാടിയുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ ഡോക്ടർ അഭിലാഷ് സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു ദേവനന്ദ. ഞാൻ പറയുന്നത് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. കേൾക്കാമോ? കേൾക്കാം സർ. ഓക്കെ. നമ്മുടെ ഇന്നത്തെ ഈ ഓൺലൈൻ സെഷന്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ജോയ്സ് ജോസ്, മന്നം മെമ്മോറിയൽ NSS കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് മേധാവിയായിട്ടുള്ള ലക്ഷ്മി ടീച്ചർ, ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് മേധാവിയായിട്ടുള്ള പ്രിയപ്പെട്ട ആനി ടീച്ചർ, ഒപ്പം തന്നെ IQACയുടെ MMNSSലെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട കിഷോർ റാം സാറ്, ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ IQACയുടെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ A എബ്രഹാം സാറ്, MMNSS കോളേജിലെ റിസർച്ച് സെല്ലിന്റെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ശ്രീജ ടീച്ചർ, നമ്മുടെ ക്ഷണം സ്വീകരിക്കുമ്പോൾ ലിങ്ക് വഴിയാണ് എല്ലാവരും ഇവർ അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഈ ഒരു പ്രോഗ്രാമിൽ സന്തോഷപൂർവ്വം പങ്കെടുക്കാനെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരെ, അതിലുപരി ഇതിന്റെ ഗുണഭോക്താക്കളായിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മൾ ഇങ്ങനൊരു പ്രോഗ്രാം വളരെ പെട്ടെന്നാണ് ക്രമീകരിച്ചത്. അപ്പം നമുക്ക് കുറഞ്ഞ സമയത്തിനകത്ത് കൂടുതൽ കാര്യങ്ങൾ പറയേണ്ടതായിട്ട് നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ചുരുക്കി ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചിന്തയിൽ വന്നതിനുള്ള കാരണം, നമ്മുടെ ഈ കോവിഡ് കാലത്തൊക്കെ തന്നെ ആണെങ്കിൽ കുട്ടികള് പ്രോജക്റ്റുകൾ ചെയ്യുമ്പോഴത്തേക്ക് ആ പരിമിതികളെ, കോവിഡിന്റെ പരിമിതികളെ ഒരു മറയാക്കി പിടിച്ചുകൊണ്ട് ഒത്തിരി കോംപ്രമൈസ് ചെയ്യുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രോജക്റ്റ് ചെയ്യുന്നതിനകത്ത്. അപ്പൊ അതിന് മുമ്പത്തെ അവസ്ഥയും ഒത്തിരി ഒന്നും വ്യത്യാസമല്ലതായി. അപ്പൊ അതിനൊരു മാറ്റം വരണം. ഇവരെ തുടക്കത്തിൽ ഈ കുട്ടികള് ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് എങ്ങനെയാണ്, റിസർച്ചിനെ കുറിച്ച് ഒരു ബാലപാഠങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ആ സ്റ്റെപ്പുകൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഭാവിയിൽ അതെല്ലാം അതിനെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ്, ആ ഒരു കോണ്ടക്സ്റ്റിലാണ് ഈ ഒരു പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്തത്. അപ്പൊ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ. നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാമെന്ന് വളരെ സന്തോഷപൂർവ്വം ഒരു തടസ്സവുമില്ലാതെ പറയുകയും അതിനു വേണ്ടിയിട്ട് ഒത്തിരി തിരക്കുകളുടെ ഇടയിൽ കോളേജിലെ നാക്കിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള ഉയർന്ന ഉത്തരവാദിത്വം വഹിക്കുന്ന ടീച്ചർ പ്രിയപ്പെട്ട ജോയ്സ് ജോസ് ടീച്ചറാണ്. ടീച്ചർ റിസർച്ച് ഗൈഡാണ്, ഒപ്പം തന്നെ സുവോളജിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടും വർക്ക് ചെയ്യുന്നു. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ടീച്ചറിന്റെ ഗവേഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരാളെ രണ്ടാമതായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം വന്നില്ല. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരുടെ ശിക്ഷണത്തിലാണ് ടീച്ചർ ഗവേഷണം നടത്തിയിട്ടുള്ളത്, പല പ്രോജക്റ്റുകൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അതെല്ലാം നമുക്ക് മാർഗനിർദ്ദേശം നൽകാനായിട്ട് ഏറ്റവും നല്ല വ്യക്തിയെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഏറ്റവും സ്നേഹപൂർവ്വം ഈ ഒരു കൂട്ടായ്മയുടെ പേരിൽ പ്രിയപ്പെട്ട ജോയ്സ് ടീച്ചറിനെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുള്ളൂ. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ മന്നം മെമ്മോറിയൽ NSS കോളേജ് കൊട്ടിയം, അവിടുത്തെ സുവോളജി ഡിപ്പാർട്ട്മെന്റ് വകുപ്പ് മേധാവിയായിട്ടുള്ള പ്രിയപ്പെട്ട ലക്ഷ്മി ടീച്ചറാണ്. ലക്ഷ്മി ടീച്ചറും നമ്മളിങ്ങനെ പ്രോഗ്രാമിന്റെ കാര്യം താല്പര്യപൂർവ്വം പറഞ്ഞപ്പോഴത്തേക്ക് വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ളൊരു ഒരു താല്പര്യത്തില് ടീച്ചർ അതിനകത്ത് എല്ലാ സപ്പോർട്ടും നമുക്ക് ചേർന്നിട്ടുണ്ട്. ടീച്ചറെയും വളരെ സ്നേഹപൂർവ്വം ഈ കൂട്ടായ്മയുടെ പേരിൽ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. അടുത്തതായിട്ട് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ സുവോളജി വകുപ്പിന്റെ മേധാവിയായിട്ട് പ്രവർത്തിക്കുന്ന ഡോക്ടർ ആനീസ് ജോസഫ് ടീച്ചറാണ്. ടീച്ചറും ഈ ഒരു പ്രോഗ്രാമിനകത്ത് ഈ ഒരു സ്ഥാപനവുമായിട്ട് കൊളാബറേഷനിൽ ചെയ്യുന്നതിനകത്ത് എല്ലാവിധ സപ്പോർട്ടും ടീച്ചർ ചെയ്തു തന്നിട്ടുണ്ട്. ടീച്ചറിനെ വളരെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്തതായിട്ട് IQACയുടെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന 2 അധ്യാപകർ, മന്നം മെമ്മോറിയൽ കോളേജ് NSS കോളേജില് ആ ഉത്തരവാദിത്വം കൈകാര്യം ചെയ്യുന്ന പ്രിയപ്പെട്ട കിഷോർ റാം സാറ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകനാണ്. ഒപ്പം തന്നെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ A എബ്രഹാം സാറാണ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ IQACയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഈ 2 അധ്യാപകരെയും വളരെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്തതായിട്ട് എന്റെ സഹപ്രവർത്തകയായിട്ട് കുറച്ച് നാൾ ക്രിസ്ത്യൻ കോളേജിൽ ഉണ്ടായിരിക്കുകയും പിന്നീട് NSS കോളേജിലെ കൊട്ടിയത്തേക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുകയും ചെയ്ത പ്രിയപ്പെട്ട ശ്രീജ ടീച്ചറാണ്. ടീച്ചർ മന്നം മെമ്മോറിയൽ NSS കോളേജിലെ റിസർച്ച് സെല്ലിന്റെ കൺവീനർ കൂടിയാണ്. അപ്പൊ ടീച്ചറിനെയും വളരെ സ്നേഹപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യുന്നത് ഈ ഒരു പല വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴിയും വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ വഴിയും ആണ് പല അധ്യാപകരും
ഈ പ്രോഗ്രാമിനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഈ 2 കോളേജിന്റെയും പേരിൽ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിലെല്ലാം ഉപരിയായിട്ട് ഏറ്റവും ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളാണ്. ഈ അധ്യാപകരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും മിക്കവാറും എല്ലാ വിദ്യാർത്ഥികളും ഇതിനകത്ത് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ സ്നേഹപൂർവ്വം ഈ ഒരു സെഷന്റെ എല്ലാ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയട്ടെ എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഏവരെയും വളരെ സന്തോഷപൂർവ്വം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. ഒരുപാട് നന്ദി സർ. അടുത്തതായി ഈ പരിപാടിക്ക് ആശംസ അർപ്പിക്കുവാൻ കൊട്ടിയം MMNSS കോളേജിലെ സുവോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ ലക്ഷ്മി ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട നമ്മുടെ റിസോഴ്സ് പേഴ്സൺ, സെന്റ് തോമസ് കോളേജിലെ സുവോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും റിസർച്ച് ഗൈഡുമായ ഡോക്ടർ ജോയ്സി ജോസ് ടീച്ചർ, ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ സുവോളജി വിഭാഗം ഡോക്ടർ ആനിസ് ജോസഫ് ടീച്ചർ, ക്രിസ്ത്യൻ കോളേജിലെ IQAC കോർഡിനേറ്റർ ഡോക്ടർ എബ്രഹാം സാർ, MMNSS കോളേജിലെ IQAC കോർഡിനേറ്റർ ഡോക്ടർ കിഷോർ റാം സാർ, ഈ പ്രോഗ്രാമിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയും ക്രിസ്ത്യൻ കോളേജിലെ സുവോളജി വിഭാഗം അധ്യാപകനും റിസർച്ച് സെൽ കോർഡിനേറ്ററുമായ ഡോക്ടർ അഭിലാഷ് സാർ, MMNSS കോളേജിലെ സുവോളജി വിഭാഗം അധ്യാപികയും റിസർച്ച് സെൽ കോർഡിനേറ്ററും ഈ പ്രോഗ്രാമിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയുമായ ഡോക്ടർ ശ്രീജ ടീച്ചർ, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ. റിസർച്ച് എല്ലാ സബ്ജക്റ്റുകളുടെയും നട്ടെല്ലാണ്. ഏതൊരു സബ്ജക്റ്റിലും പുതിയ പുതിയ അറിവ് എത്തിച്ചേരുന്നത് റിസർച്ചിലൂടെയാണ്. ശാസ്ത്രം വികസിക്കുന്നത് തന്നെ റിസർച്ചിലൂടെയാണ്, അതായത് അന്വേഷണവും പുതിയ പുതിയ കണ്ടെത്തലിലൂടെയുമാണ്. നമ്മുടെ കുട്ടികൾക്ക് ഡിഗ്രി ഫൈനൽ ഇയറിൽ ചെറിയൊരു റിസർച്ച് വർക്ക് അവർക്ക് കിട്ടുന്ന പരിമിതമായ സമയത്തിനുള്ളിൽ ചെയ്യാനുണ്ട്. ഡിഗ്രി തലത്തിൽ ആദ്യമായിട്ട് പ്രോജക്റ്റ് വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നതിനെ പറ്റിയും എങ്ങനെയാണ് അത് എഴുതുന്നത് അതിനെപ്പറ്റി എല്ലാം ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. കുട്ടികളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും കുട്ടികളിലെ റിസർച്ചിനുള്ള അഭിരുചി വളർത്തിയെടുക്കാനും നല്ല രീതിയിൽ പ്രോജക്റ്റും റിസർച്ച് വർക്കും ഒക്കെ ചെയ്യാനും ഒക്കെ കുട്ടികളെ പ്രാപ്തരാക്കാൻ ഇതുപോലെ ഉള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകൾ വളരെ പ്രയോജനപ്രദമാണ്. റിസർച്ചിനെ പറ്റി കുട്ടികളോട് സംസാരിക്കാൻ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു റിസോഴ്സ് പേഴ്സണെയാണ് നമുക്ക് അഭിലാഷ് സാർ ഇന്നത്തെ പ്രോഗ്രാമിന് കണ്ടെത്തിയിട്ടുള്ളത്. ക്രിസ്ത്യൻ കോളേജിലെയും MMNSS കോളേജിലെയും സുവോളജി ഡിപ്പാർട്ട്മെന്റും റിസർച്ച് സെല്ലും IQACയും ചേർന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നന്ദി ടീച്ചർ. അടുത്തതായി ആശംസ അർപ്പിക്കുവാൻ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ സുവോളജി വിഭാഗം മേധാവി ഡോക്ടർ ആനിസ് ജോസഫ് ടീച്ചറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു. കേൾക്കാമെന്ന് വിചാരിക്കുന്നു. പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. വെബിനാറിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് നമ്മളുടെ ഇന്നത്തെ വെബിനാർ ഓർഗനൈസിംഗ് സെക്രട്ടറീസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന നമ്മുടെ അഭിലാഷ് സാറ്, ശ്രീജ ടീച്ചർ, അതുപോലെ കൊട്ടിയം കോളേജിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ലക്ഷ്മി ടീച്ചർ, പിന്നെ നമ്മളുടെ IQAC കോർഡിനേറ്റേഴ്സ് ആൻഡ് എബവ് ഓൾ ദ ചീഫ് ഗസ്റ്റ് ഓഫ് ദ ഡേ ഡോക്ടർ ജോയ്സ് ജോസ്, കീനോട്ട് സ്പീക്കർ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്ക് ഇപ്പോൾ ഓൺലൈൻ ടോക്കുകളുടെ ഒരു അതിപ്രസരമാണ്. അതുകൊണ്ട് ആർക്കും അധികം സമയത്തിന്റെ മുമ്പിൽ ഇരിക്കാനും ഒക്കെ ഉള്ള ബുദ്ധിമുട്ട് ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമ്മളുടെ ഒരു ഫസ്റ്റ് കൊളാബറേറ്റീവ് പ്രോജക്റ്റ് ആണ് നമ്മൾ MMNSS കൊട്ടിയം കോളേജുമായിട്ടുള്ള ഒരു ഫസ്റ്റ് കൊളാബറേറ്റീവ് വെബിനാർ ആണിത്. ഇതുപോലൊക്കെയുള്ള കൊളാബറേറ്റീവ് വെബിനാർസ് തീർച്ചയായിട്ടും ഇപ്പൊ ഈ കോളേജിലെയും ക്രിസ്ത്യൻ കോളേജിലെയും കൊട്ടിയം കോളേജിലെയും കുട്ടികൾ കൂടാതെ ഒത്തിരി കോളേജിലെ കുട്ടികൾക്ക് ഒരുപാട് പാർട്ടിസിപ്പൻസ് നമുക്കിപ്പം
വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒത്തിരി കുട്ടികൾക്ക് ഇതുകൊണ്ട് ബി ബെനിഫിറ്റഡ് ഔട്ട് ഓഫ് ദിസ് വെബിനാർ എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഒരു ആന്റിസിപ്പേറ്റഡ് ഒരു തീമും കൂടെയാണെന്ന് നമ്മളുടെ സ്റ്റുഡൻറ് പാർട്ടിസിപ്പേഷനിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ്. കാരണം കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലൊരു അവയർനെസ്. ദേ എക്സ്പെക്ട് ടു ഗെറ്റ് an awareness on how to do their project works. എസ്പെഷ്യലി UG പ്രോജക്റ്റ് ഒരു റിസർച്ച് പ്രോജക്റ്റ് ആണെന്നുള്ള ഒരു അവയർനെസ് ഇല്ലാതെയാണ് പലപ്പോഴും പല കുട്ടികളും ചെയ്യുന്നത്. അപ്പം ഹൗ ദേ ക്യാൻ ഡു ഇറ്റ് മെത്തോഡിക്കലി, അതൊരു കരിയർ, ഈവൻ ദോ ദേ ഡോണ്ട് ഓപ്റ്റ് ഇറ്റ് ആസ് കരിയർ in future, they will know how to solve a problem methodically. അപ്പൊ അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ്സ് ഈ ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഒരു പ്രസന്റേഷൻ സ്കിൽസ് ഇതിലൂടെ ഡെവലപ്പ് ചെയ്യുന്നു. അവർ തനിയെ ഒരു പ്രോജക്റ്റ് എഴുതാനും ഒത്തിരി കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് കുട്ടികൾ ഡെവലപ്പ് ദിയർ സ്കിൽസ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ടൊക്കെ നമ്മുടെ ഡോക്ടർ ജോയ്സ് ടീച്ചർ പറയും. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ വെബിനാറിനുള്ള എല്ലാ ആശംസകളും ഇതിന്റെ സംഘാടകർക്കും. ഐ അപ്രീഷിയേറ്റ് ദി എഫേർട്സ് ടേക്കൺ ബൈ ഡോക്ടർ അഭിലാഷ് ആൻഡ് ഓൾസോ ശ്രീജ ടീച്ചർ. ആൻഡ് ജോയ്സ് ടീച്ചറിനെ പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. നമ്മുടെ വെബിനാറിലെ കീനോട്ട് സ്പീക്കറായിട്ട് പങ്കെടുക്കുന്നതിനുള്ള സന്തോഷം അറിയിക്കുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികളെയും അനുമോദിക്കുന്നു. അവരുടെ താല്പര്യത്തെ നമ്മൾ മാനിക്കുന്നു. നിങ്ങൾക്ക് ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ടീച്ചർ. അടുത്തതായി ആശംസ അർപ്പിക്കുവാൻ കൊട്ടിയം MMNSS കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയും IQAC കോർഡിനേറ്ററുമായ ഡോക്ടർ കിഷോറാം സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. യോഗത്തിൽ പങ്കെടുക്കുന്ന ഡോക്ടർ അഭിലാഷ്, ഡോക്ടർ ലക്ഷ്മി എസ്, ഡോക്ടർ അനീസ് ജോസഫ്, ഡോക്ടർ എബ്രഹാം, ഡോക്ടർ ശ്രീജ വി, മുഖ്യപ്രഭാഷണം നടത്തുന്ന ഡോക്ടർ ജോയ്സ് ജോസ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സുവോളജി, കൊട്ടിയം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സുവോളജി, ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജും കൂടി ചെയ്യുന്നത് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. കാരണം ഗവേഷണത്തിൻ്റെ ആദ്യ വഴികളിലേക്ക് കടക്കുന്ന കുട്ടികൾക്ക് ഒരു എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടത്തക്ക രീതിയിലായിരിക്കും ഈ പ്രസന്റേഷൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള റിസോഴ്സ് പേഴ്സണെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ UG പ്രോഗ്രാമിലൊക്കെ ഗവേഷണം എന്തിനാണെന്നുള്ളൊരു ചോദ്യം ഒരു പക്ഷേ ഉണ്ടാകാം. ഗവേഷണം ഈ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചു വരുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സത്യം അന്വേഷിച്ചുള്ള ഒരു യാത്രയാണല്ലോ ഗവേഷണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു ചിട്ടയും ഒരു രീതിയും ഒക്കെ ഉണ്ട്. അതെങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു സ്ട്രക്ചേർഡ് രീതിയിൽ എങ്ങനെ നമുക്കൊരു അന്വേഷണം നടത്താൻ പറ്റും എന്നുള്ളതൊക്കെ ഈ റിസർച്ചിലൂടെ നമുക്ക് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. അതേപോലെ തന്നെ സത്യം അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഗവേഷണമാണ് യഥാർത്ഥത്തിൽ നമ്മളെ കൂടുതൽ പുത്തൻ അറിവുകളിലേക്ക് നയിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യവും ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഈ പ്രോഗ്രാം നടത്തുന്ന സുവോളജി ഡിപ്പാർട്ട്മെന്റുകൾ, 2 കോളേജിലെയും സുവോളജി ഡിപ്പാർട്ട്മെന്റുകൾക്ക് എൻ്റെ അഭിനന്ദനം. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമിൻ്റെ പൂർണ്ണ വിജയത്തിനായിട്ടുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ IQAC കോർഡിനേറ്ററായ ഡോക്ടർ എബ്രഹാം സാറാണ്. സാറിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു.
താങ്ക് യു സോ മച്ച് സർ. അടുത്തതായി ഇന്നത്തെ വിശിഷ്ട അതിഥി നമ്മുടെ മുഖ്യ പ്രഭാഷകയായ ഡോക്ടർ ജോയ്സ് ജോസ് മാമിനെ നമുക്ക് പരിചയപ്പെടുത്താൻ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ സുവോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ പ്രീത കാരണവർ മാമിനെ ആദരവോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ഡോക്ടർ ജോയ്സ് ജോസിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ഞാൻ അതിലേക്ക് കടക്കട്ടെ. Dr. Joyce Jose is an assistant professor and research guide in the Department of Zoology at St. Thomas College, Thrissur. At present, she serves as the joint coordinator of the Research Council at St. Thomas College. She was awarded PhD in Forest Ecology and Environment from Forest Research Institute for her work on the herpetofauna of Myristica swamps in southern Kerala under the guidance of Dr. K.K. Ramachandran, Department of Wildlife, Kerala Forest Research Institute, PG. She is the first recipient of the C. Chandrasekhara Memorial Endowment and Gold Medal for her work. She has both research and many popular publications to her credit and is an advocate of conservation through women's participation. She divides her time between teaching, research, family, and inspiring young generation. She's a prolific speaker and has delivered more than 50 invited lectures in many institutions, including NCBS, Bangalore, and Pune Knowledge Cluster, Pune. ഇത്രയും ഞാൻ പറഞ്ഞത് വളരെ ഫോർമലായ വാക്കുകളായിരുന്നു. എന്നാൽ ഔപചാരികതയുടെ മുഖംമൂടി തീരെ ഇല്ലാതെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഇത് 2022, 20 വർഷങ്ങൾക്ക് മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 2002 ഫെബ്രുവരി, ഇതുപോലെ ഒരു ഫെബ്രുവരി മാസം എറണാകുളത്ത് സേക്രഡ് ഹാർട്ട് കോളേജിൽ വെച്ച് സുവോളജിക്കൽ സൊസൈറ്റി ഓഫ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ഒരു പ്രബന്ധ അവതരണ മത്സരം നടത്തി MSc സ്റ്റുഡൻസിന് വേണ്ടി. അന്ന് അതിൽ പങ്കെടുക്കാനായി MSc വിദ്യാർത്ഥിനിയായിരുന്ന, മർത്തോമ കോളേജിലെ MSc വിദ്യാർത്ഥിനിയായിരുന്ന ഞാനും പോവുകയുണ്ടായി. അവിടെ വെച്ച് നമുക്കറിയാം ഒരു സെമിനാർ എന്ന് പറയുമ്പം എത്ര സമയം നമുക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റും എന്നുള്ളത് എന്നെ കേൾക്കുന്ന ടീച്ചേഴ്സിനും കുട്ടികൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കൂടിപ്പോയാൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നമുക്കറിയാം. അപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു സെഷനായിരുന്നു അന്നുണ്ടായിരുന്നത്. ആ പ്രബന്ധാവതരണ മത്സരത്തിൽ എല്ലാവരും അശ്രദ്ധരായിരുന്ന സമയത്ത് വളരെ ചെറിയ ഒരു പെൺകുട്ടി വിടർന്ന കണ്ണുകളുമായി റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുവാനായി ഞാൻ നോക്കി. അത്രയും നേരം അശ്രദ്ധരായിരുന്ന ആ ഒരു ഗ്യാതറിംഗ് വളരെ ശ്രദ്ധയോടെയാണ് അന്ന് ആ പ്രബന്ധം അവതരിപ്പിക്കുന്നത് കേട്ടിരുന്നത്. അന്നാണ് ഞാൻ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥിയെ ആദ്യമായി കാണുന്നത്. അന്ന് ഒരു ദിവസം മാത്രമേ കണ്ടിട്ടുള്ളൂ. പിന്നീട് ഞങ്ങൾ കാണുന്നത് 2008 അത് 2002 2008 പിന്നീട് കാണുന്നത്. 2008 കണ്ടപ്പോൾ തന്നെ ആ റിസർച്ച് ടോപ്പിക്കും അന്നത്തെ ആ ഒരു പ്രബന്ധ അവതരണവും ആ പെൺകുട്ടിയുടെ മുഖവും എല്ലാം എന്റെ മനസ്സിലേക്ക് കടന്നു. പെട്ടെന്ന് തന്നെ ഞാൻ ജോയ്സിനെ തിരിച്ചറിഞ്ഞു, ജോയ്സ് എന്നെയും തിരിച്ചറിഞ്ഞു. നമ്മൾ പറയില്ലേ ഒരു സ്പാർക്ക് ഉണ്ടാവുക, ആ സ്പാർക്ക് ഓഫ് ഫ്രണ്ട്ഷിപ്പ് അത് ഇന്നും നിലനിൽക്കുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറം ജോയ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയത് എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. മോർ ദാൻ ദാറ്റ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു റിസർച്ച് ഗൈഡ് എന്നതിലുപരി, ടീച്ചിങ്ങിനെ ഒരു പ്രൊഫഷനായി കാണുന്ന ഒരു ടീച്ചർ എന്നുള്ളതിലുപരി, സത്യത്തിൽ പറഞ്ഞാൽ ടീച്ചിങ് ആൻഡ് റിസർച്ച് ഈസ് ഹെർ പാഷൻ മോർ ദാൻ എ പ്രൊഫഷൻ. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും, ഞാൻ സ്റ്റുഡൻസിനോട് പറയുകയാണ്, എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങളുടെ മുതിർന്ന സഹോദരിയോട് ചോദിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ജോയ്സ് മാമിനെ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ആ സംശയങ്ങളെ ദൂരീകരിക്കാനും നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി തന്നെ ഓരോ പ്രോബ്ലംസിനും നമുക്ക് സൊല്യൂഷൻ പറഞ്ഞു തരാനും ജോയ്സ് മാമിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. With these words, I invite my dearest friend Joyce Jose to inspire our students with her magical voice. Welcome, Joyce. Thank you so much, Preeta. Like seeing you and listening to you, it has been like it's bringing all the memories back in here. I don't know. എനിക്ക് ഓഡിയൻസിനോട് പറയാനുള്ളത്, Preeta is my dear friend. So Preeta will say many things about me. Please don't believe, because I am now under enormous pressure to prove myself or something like that. Appa anganeyonnilla, I'll just try my level best. So before we go into the talk, I'd first of all like to thank the organizers, that is Srija ma'am and Abhilash sir,
Especially Ablash sir is also a very dear friend of mine. And കുറച്ചു കാലം മുമ്പ് ഞാൻ മർത്തമ്മ കോളേജിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. So many of the teachers here and many of the colleges here are very well known to me, and I have very good relationships with people like Preeta. So this is at least virtual ആയിട്ട് ആൾക്കാരെ ഒന്ന് കാണാനും തിരിച്ചൊന്ന് പരിചയം പുതുക്കാനും ഉള്ള നല്ലൊരു അവസരമാണ്. It's sort of like it gives us a spark, it gives us happiness, because ultimately when we live here, what matters is happiness, is it not, whether you are happy or not. So now coming back to the topic, again ഞാനിവിടെ പാർട്ടിസിപ്പൻസിന്റെ എണ്ണൊക്കെ നോക്കുമ്പോൾ it's a huge number of participants who are waiting to be initiated into undergraduate research. So again I am a little bit nervous because I don't know എത്രത്തോളം effective ആകും. So what I am going to do is I'll just close my eyes and imagine that എൻ്റെ 30C class എൻ്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. I am not very comfortable with Malayalam also. പക്ഷേ ശ്രീജ മാം ഒക്കെ പറഞ്ഞിരുന്നു that majority of the students will be more comfortable with Malayalam. So automatically I'll imagine എൻ്റെ 30C class എൻ്റെ മുന്നിലുണ്ട് and I'll just talk to them. So right now all of you are my 30C class. I'll just share my presentation, and if you have any issues, അതായത് എന്തെങ്കിലും അവിടെ ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിക്ക് ആവുന്നില്ലെങ്കിൽ what I'll try to do is I'll clarify them. So you can always keep asking the questions in the comment box. ഒരു പാസീവ് ആയിട്ടുള്ള ഡിസ്കഷൻ അല്ല. പലപ്പോഴും നമ്മൾ അൺമ്യൂട്ട് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ഡിസ്റ്റർബൻസ് വരും എന്നുള്ളൊരു ഫീൽ വരും. So instead of that you can always just type the questions in the comment box. അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമുക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു പോകാൻ പറ്റും. So once more, thank you very much, Preeta, for your very kind words, and everybody else. So I'll just share my screen right now. Is the screen visible? Presentation വരുന്നുണ്ട് ടീച്ചർ. visible ആണ്. Okay. So another topic, undergraduate overview for zoology students. So like I noticed our IQAC coordinator who said very correctly that doing undergraduate research, അതായത് ഒരു ഡിഗ്രി ലെവലിൽ ഒരു റിസർച്ച് പ്രോജക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ് ആണ്. അതിന്റെ മേജർ റീസൺ എന്താന്ന് വെച്ചാൽ മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ് ദേ ഡോണ്ട് നോ വാട്ട് ഇസ് റിസർച്ച്. എത്ര ടീച്ചേഴ്സ് പറഞ്ഞു കൊടുത്താലും നമുക്ക് എല്ലാവർക്കും അറിയാം, ക്ലാസ്സിൽ നമ്മൾ കുറെയൊക്കെ സ്വപ്നമൊക്കെ കാണും അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ റിസർച്ച് എന്താന്ന് പറയുന്ന സമയത്തായിരിക്കും പലപ്പോഴും സ്വപ്നം കാണാൻ പോകുന്നത്. ആസ് എ റിസൾട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് റിസർച്ച് എന്താണെന്ന് മനസ്സിലാവില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് തന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ദാറ്റ് ഈസ് വി ആർ വെരി വെരി തിയറി ഓറിയന്റഡ്. ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ആർ അണ്ടർ എനോമസ് സ്ട്രെസ്. ഒരു കാലാവധിക്കുള്ളിൽ ഇതെല്ലാം ഒന്ന് ഫിനിഷ് ചെയ്യുക. ഓക്കെ, അണ്ടർലൈൻ ദ ടേം ഫിനിഷ്. Okay, തീർത്ത് വെക്കുക. കവർ ദ സിലബസ്. ഓക്കെ, നോട്ട് അൺകവറിങ് ന്യൂ ഫാക്ട്സ്, കവർ ദ സിലബസ്. നമ്മളെല്ലാവരും ടീച്ചേഴ്സും സ്റ്റുഡൻസും യൂസ് ചെയ്യുന്ന ചില ടേംസ് ആണ്. അത് നമ്മളുടെ ഒരു മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെയോ അല്ലെങ്കിൽ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെയോ ട്രാജഡിയാണ്. അപ്പൊ റിസർച്ച് പലപ്പോഴും ചെയ്ത് പഠിക്കണ്ടേ, അല്ലെങ്കിൽ കണ്ടു പഠിക്കണ്ടേ, അല്ലെങ്കിൽ അനുഭവിച്ച് പഠിക്കണ്ടേ ഒരു സംഭവമാണ്, ഒരു പ്രോസസ്സാണ്. ബട്ട് സംവെയർ വി ലൂസ് ഔട്ട്. ആൻഡ് എസ്പെഷ്യലി ഈ ഒരു 2 കൊല്ലം കോവിഡ് കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ടീച്ചിങ് ഒക്കെ വന്നു കഴിഞ്ഞപ്പം പലപ്പോഴും പിയർ ലേണിംഗ് വഴി, ക്ലാസ് റൂം ഇന്ററാക്ഷൻ വഴി, അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് MSc അല്ലെങ്കിൽ നമ്മുടെ കോളേജിലുള്ള PhD സ്കോളേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് ചെയ്യുന്ന പല പ്രവൃത്തികളും അല്ലെങ്കിൽ ജസ്റ്റ് കാഷ്വൽ ഡിസ്കഷൻസ് വഴി നമ്മൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളും നഷ്ടമായി. So maybe അതുകൊണ്ടായിരിക്കാം പല കോളേജസും they are thinking about how can we sort of bring in the students and how can we focus on research. Then one more thing is like, ഇപ്പൊ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആർക്കും അറിയാത്ത ഒരു കാര്യമല്ല. I feel that many of the teachers in this group, they will be much more qualified than me and they will do a better job speaking about this. But maybe Abhilash sir, Srija teacher എന്നോട് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞേ വേറെ ഒന്നും കൊണ്ടുമല്ല, ഈ ഒരു ഓഡിയൻസിൽ ഇരിക്കുന്ന സ്റ്റുഡൻസ് ഭൂരിപക്ഷവും ചെങ്ങന്നൂർ, കൊട്ടിയം ആ ഒരു റീജിയനിലെ കുട്ടികളാവും. തൃശ്ശൂരിൽ നിന്നൊരു ടീച്ചർ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ വെയിറ്റ് ഉണ്ടാവും. സ്വന്തം ടീച്ചേഴ്സ് പറയുമ്പോൾ അത്രയും വെയിറ്റ് ഉണ്ടാവണമെന്നില്ല. സോ മേ ബി with this small informal introduction we'll go on to research. അപ്പൊ ഇന്നത്തെ ഒരു ചെറിയ ടോക്കില് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്കറിയാം എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പം, എസ്പെഷ്യലി നമ്മളൊരു പ്രോസസ്സ് ചെയ്യുമ്പം
ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് നമ്മൾ ഫലം ആശിക്കരുതെന്ന്. പക്ഷെ യു ഷുഡ് ഹാവ് എ ഐഡിയ അബൌട്ട് ഫലം ആശിക്കുകയാണെങ്കിൽ എന്തൊക്കെ ഫലം കിട്ടാം. So what I'm going to do is I have divided this talk into 7 sections. അതിൽ introducing research, why undergraduate research, formal undergraduate research, selecting a research topic, do's and don'ts, some probable approaches. എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ചില എക്സാമ്പിൾസ് വെച്ചിട്ട് മാത്രം. കാരണം ഇപ്പം ഒരാളുടെ പ്രോജക്റ്റ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ ഓരോ ടെക്നിക്സും പഠിപ്പിക്കാൻ നമുക്ക് സമയമില്ല. അപ്പൊ ചില എന്താ പറയുക കേസ് സ്റ്റഡീസ് അല്ലെ എക്സാമ്പിൾസ് വെച്ചിട്ട് we can give some examples there. Then another very important thing is how to elevate your research. മുന്നേ ഒരു ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞിരുന്നു, ഐ ലൈക്ക് ദാറ്റ് വെരി മച്ച്, ദാറ്റ് ബാലൻസ് ബിറ്റ്വീൻ ക്വാളിറ്റി ആൻഡ് ടൈം. സോ ചെറിയൊരു പ്രവർത്തിക്കണം, പക്ഷെ ഇറ്റ് ഷുഡ് മാറ്റർ. ഓക്കെ, സോ ഹൗ ക്യാൻ യു ഡു ദാറ്റ്? സോ ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. ആൻഡ് വി ആർ അഗെയിൻ റിപ്പീറ്റിംഗ് ദ സെയിം ഫാക്ടർ. So how can you add that extra factor into your research? Then of course അതിനോടൊപ്പം തന്നെ there should be some outcome. വെറുതെ നമ്മൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെച്ചിട്ട് കാര്യമില്ല. സിസ്റ്റമാറ്റിക് ആയിട്ടൊരു വർക്ക് ചെയ്ത് ultimately you should have some outcome. There should be a project report which will help you to get your degree. ഇതിനോടൊപ്പം തന്നെ മറ്റു ചില എക്സ്ട്രാ ഔട്ട്കംസും ഉണ്ടാവും. അപ്പൊ കുട്ടികൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്തിനാ, എങ്ങനെയെങ്കിലും ഡിഗ്രി പാസ് ചെയ്ത് പോയാൽ പോരെ. പക്ഷേ ബിലീവ് മീ, ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഉപരിപഠനത്തിന് പോകുമ്പം, അബ്രോഡ് പോകുമ്പം, അല്ലെ ഈവൻ ഇന്ത്യയിലും മറ്റുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ പോകുമ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ ജസ്റ്റ് ഒരു 98% കൊണ്ടൊന്നും പോയാൽ ഒരു കാര്യമില്ല. There may be an interview, there may be an aptitude test, there may even be an entire checkup on what extra have you done. ഡിഗ്രി ആർക്കും പഠിച്ചെടുക്കാൻ പറ്റും. അതിനോട് ഉപരിയായിട്ട് ഡിഗ്രിയുടെ ഭാഗമായിട്ട് എല്ലാവരും പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എക്സ്ട്രാ നിങ്ങൾ എന്ത് ചെയ്തു? അപ്പം ആ എക്സ്ട്രാ പലപ്പോഴും നിങ്ങളുടെ പ്രോജക്റ്റിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. സോ ദാറ്റ് ഈസ് വൈ വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദ ഔട്ട്കം ഓൾസോ. സോ ദ ഫസ്റ്റ് പാർട്ട് ഈസ് ഇൻട്രൊഡ്യൂസിങ് റിസർച്ച്. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ്. അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുവാണെങ്കിൽ ഐ ഗെസ് നമ്മുടെ ഡിഗ്രി സ്റ്റുഡൻസ് എല്ലാവരും റിസർച്ച് മെത്തഡോളജി എന്നൊക്കെ പറഞ്ഞിട്ട് സയൻസ് മെത്തഡോളജി ഇൻ സയൻസ് എന്നൊക്കെ പറഞ്ഞൊരു പേപ്പർ പഠിക്കുന്നുണ്ടാവും. അവിടെ നീട്ടി പിടിച്ചിട്ട് ഒരു റിസർച്ചിനെ കുറിച്ച് നമ്മൾ 1-2 ചാപ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഐ വുഡ് ഫീൽ ദാറ്റ് റിസർച്ച് ഇസ് സംതിങ് ലൈക്ക് ദിസ്. See, when you look at the natural phenomena, ഇത് zoology students ആയതുകൊണ്ടാണ്, basically science based ആയതുകൊണ്ട്. When you look at science, science is a study of natural phenomena. Whether it is physics, whether it is chemistry, whether it is botany, zoology, it's basically a study of natural phenomena. ഇപ്പൊ വേറെ ഒന്നും നോക്കണ്ട, നമ്മൾ ജസ്റ്റ് നമ്മളെപ്പോഴും നമുക്കിപ്പം നമ്മുടെ കൂടെ തന്നെയുള്ള കോവിഡ് വൈറസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ there is so much we have to learn about. Is it not? അതിന്റെ സ്പൈക്സ് എന്താണ്, അതിന്റെ സർഫസിൽ എന്താണ്, അതിന്റെ ഉള്ളിൽ എന്താണ്, കോവിഡ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് എന്തോരം കാര്യങ്ങൾ നമുക്ക് ആക്ച്വലി അറിയാം. ഇപ്പം എനിക്ക് പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി തിങ്കിങ് അബൌട്ട് ഓൺലി മൈ സിംറ്റംസ്. വേറെ ഒരാൾക്ക് പോസിറ്റീവ് ആവുമ്പം അവരുടെ അനുഭവം സംതിങ് എൽസ് ആയിരിക്കും. അപ്പൊ സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രിജുഡ്യൂസസ് അല്ലെങ്കിൽ അവരുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ദേ മേ ലുക്ക് അറ്റ് സംതിങ് വെരി ലാർജ് ലൈക്ക് എൻ എലഫന്റ് ആൻഡ് ദേ മേ സേ സംതിങ് വെരി വെരി ലിമിറ്റഡ്, ഭയങ്കര സങ്കുചിതമായിട്ട് ഇതൊരു ഫാനാണ്, അല്ലെങ്കിൽ ഇതൊരു ഭിത്തിയാണ്, ഇതൊരു വാലാണെന്നൊക്കെ. പക്ഷെ ദ റിയാലിറ്റി ഈസ് ദാറ്റ് യു ഹാവ് ടു ഡെൽവ് ഡീപ്പ്. ജസ്റ്റ് നമ്മളൊരു സംഭവം കാണുകയാണെങ്കിൽ സീയിങ്, ഒബ്സർവിങ്, ഇറ്റ്സ് ഡിഫറെന്റ്. You can just casually open your eyes and get something. Then you have to perceive that. നമ്മുടെ ബ്രെയിൻ അത് പ്രോസസ് ചെയ്യണം. പ്രോസസ് ചെയ്തിട്ട് നമ്മളുടെ ഒരു കാഴ്ചപ്പാട് തന്നെയല്ല, you have to inculcate the entire data which has been done on that particular phenomenon and then get a complete picture. അപ്പം it's a spear, it's a fan, it's a snake അല്ല, rather it becomes an elephant. So why I try to tell you this is like research is something like that. ഒത്തിരി അധികം സങ്കുചിതമായിട്ട് നമ്മൾ ഒരു ചെറിയൊരു എന്താ പറയാ ഫ്രോഗ് ഇൻ ദ വെൽ എന്നുള്ള ഒരു നിലയിൽ നിന്നുകൊണ്ട് നമുക്കറിയാവുന്ന ഇട്ടാവെട്ടിട്ട് കിടന്ന് എന്തെങ്കിലും ചെയ്ത് ഇതൊരു വലിയ സംഭവമാണെന്ന് ഓർത്തിട്ട് നമ്മൾ അവസാനിച്ച് പോകുന്നതല്ല റിസർച്ച്. rather we have to delve deep and we have to learn a lot. പലപ്പോഴും റിസർച്ച് ഇസ് അബ്സല്യൂട്ട്ലി ഫെയിലിയർ. കാരണം നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടത്തില്ല. പക്ഷെ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടാതെ ഇരിക്കുന്നതും അതൊരു റിസൾട്ട് തന്നെയാണ്. സോ റിസർച്ചിനെ കുറിച്ച് പറയുമ്പം നമുക്ക് പല രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. ചില സമയത്ത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു പിക്ചർ നോക്കുവാണെങ്കിൽ you see there are so many dots. Some blue dots are there, some green dots are there, or maybe purple dots are there. Is it not? So these dots are representing some
information which you may have or some knowledge which you may have. Again, knowledge and information difference നമ്മൾ തിയറിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷെ ഇത് ജസ്റ്റ് അറിവാണ് അല്ലെ, എന്തെങ്കിലുമൊക്കെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ചെയ്തിട്ടുള്ള അറിവാണ്. ഇതൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോരോ ഐലൻഡ്സിനെ പോലെ നിൽക്കുക. അപ്പം ഈ ഐലൻഡ്സിനെ നമ്മൾ കണക്ട് ചെയ്താലാണ് പലപ്പോഴും നമുക്കൊരു ഹോൾസം ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടുക. ഐലൻഡ്സ്, അപ്പം എഗെയിൻ അടുത്തൊരു പോയിന്റ് ഇവിടെ വരുന്നത്, ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ അറിവിനെയും നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം, അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഇപ്പം നമുക്ക് വേണേ ഇങ്ങനെ കണക്ട് ചെയ്യാം. അപ്പൊ സാധാരണഗതിയിൽ കൊച്ചിലെ നമ്മൾ ചെയ്ത് പഠിച്ചിരിക്കുന്ന ഒരു സംഭവം ഇല്ല. ഫിസിക്സുകാരൊക്കെ ഈ ഡയഗ്രാം അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സ്പെഷ്യലിസ്റ്റ് ഒക്കെ ഈ ഡയഗ്രാം കണ്ടാൽ they are very very happy because this is what they have always done, is it not? You draw these circuits and motherboard and algorithm and all that stuff. So if you look close enough, you suddenly may see that there is some sort of a pattern. Maybe all of these individual dots, they are connected together. And maybe you will get something like this. ഇങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷൻ കിട്ടുമായിരിക്കാം. This is just a hypothetical. I'm trying to explain something. I'm just trying to tell you about research. ഇനി വേറൊരു രീതിയിൽ വേണമെങ്കിൽ വേറൊരു രീതിയിൽ നോക്കിയാൽ അതേ പിക്ചർ നമുക്ക് കുറച്ച് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതൊരു പൂച്ചക്കുട്ടിയായിട്ട് മാറാം. So it's exactly the same picture. ബട്ട് വേറൊരു കാഴ്ചപ്പാട്. സോ വാട്ട് യു ഹാവ് ഡൺ ഇസ്, നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന എല്ലാ മുൻവിധികളും മാറ്റിവെച്ചു. എന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഫ്രഷ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ചെയ്തപ്പം കിട്ടിയ ഒരു റിസൾട്ട് ഇതാണ്. മേ ബി ചിലപ്പം നമുക്ക് ഇങ്ങനെയൊരു റിസൾട്ട് ആയിരിക്കാം കിട്ടുക. സോ റിസർച്ച് ചെയ്യാൻ തുടങ്ങുമ്പം ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ഒരു ഫിക്സഡ് ആൻസറിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടല്ല നമ്മൾ റിസർച്ചിലേക്ക് എത്തിച്ചേരേണ്ടത്. ഇത് ഞാൻ എടുത്തു പറയാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ, ഞാൻ ഒരു ചെറിയ കഥയും കൂടെ പറയാം. എല്ലാവരും സുവോളജി സ്റ്റുഡൻസ് ആയതുകൊണ്ടാണ്. എക്സ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ടായി. പണ്ട് എക്സ് എന്ന് പറഞ്ഞൊരു കോളേജ് ഉണ്ടായി. ആ എക്സ് എന്ന് പറഞ്ഞ കോളേജിൽ അവിടുത്തെ കുട്ടികളും പ്രോജക്റ്റ് ചെയ്യായിരുന്നു. അപ്പം ഈ കുട്ടികൾ പ്രോജക്റ്റ് ചെയ്തപ്പം ഏതോ ഒരു വർഷം അവർക്കൊരു ഐഡിയ കിട്ടി. എന്താന്ന് വെച്ചാല്, നമ്മുടെ വൈറ്റമിൻസ്, സാധാരണ ABCD എന്നൊക്കെ പറഞ്ഞ വൈറ്റമിൻസ് ഉണ്ട് അല്ലെ, ഈ വൈറ്റമിൻസ് നമ്മള് മീനുകൾക്ക് കൊടുത്താൽ, അതായത് നമ്മളുടെ അക്വേറിയത്തിലൊക്കെ നമ്മൾ സൂക്ഷിക്കുന്ന ഓർണമെന്റൽ ഫിഷസിന് ഈ വൈറ്റമിൻസ് കൊടുത്താൽ എന്ത് സംഭവിക്കാം? മേ ബി ദേ വിൽ ഗ്രോ ബെറ്റർ. കാരണം നമ്മുടെ മൈൻഡിലുള്ള ഒരു മുൻവിധി എന്താണ്? വൈറ്റമിൻസ് ആർ ന്യൂട്രിയൻസ്, ദേ ആർ മൈക്രോ ന്യൂട്രിയൻസ്, ദേ ആർ ഗുഡ്. ഇസ് ഇറ്റ് നോട്ട്? So somebody had this brilliant idea and they started doing this project. The problem was that ഈ എക്സ് എന്ന് പറഞ്ഞ കോളേജിലെ ഈ കുട്ടി ഇത് ചെയ്യുമ്പം റിപ്പീറ്റഡ് ആയിട്ട് ഈ മീനുകൾ ചത്തുപോയിക്കൊണ്ടിരിക്കുക. ആ കുട്ടി ചെയ്തിരുന്നത് വൈറ്റമിൻ A, D and E, ഈ അതായത് ഓയിൽ സോല്യൂബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് മീനുകൾ ചത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടി ആകെ കൺഫ്യൂസ്ഡ് ആയി. കാരണം എന്ന് വെച്ചാൽ, കുറച്ചു മുമ്പ് സാറ് പറഞ്ഞതുപോലെ ടൈം ബൗണ്ട് ആയിട്ടുള്ള ഒരു വലിയ പ്രശ്നമുണ്ട് അല്ലെ. റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് തീസിസ് വെക്കണം, വെച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് ഇരിക്കാൻ, വൈവയ്ക്ക് അറ്റൻഡ് ചെയ്യാൻ. കുട്ടി ആകെ ടെൻസ്ഡ് ആയി, കുട്ടിയുടെ റിസർച്ച് ഗൈഡും ആകെ ടെൻസ്ഡ് ആയി. സോ വി ഹാഡ് എ ഡിസ്കഷൻ. ഐ വാസ് ഓൾസോ ദെയർ. സോ വെൻ വി ഹാഡ് എ ഡിസ്കഷൻ, ഈ കുട്ടി പറഞ്ഞു, മിസ്സേ പ്രീവിയസ് ആയിട്ട് ഇതേ കോളേജിൽ നമ്മുടെ ബുക്ക് ബാങ്കിൽ ചെന്ന് നോക്കിയാൽ സിമിലർ ആയിട്ടുള്ള കുറെ അധികം പ്രോജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം നമ്മൾ ഈ വൈറ്റമിൻസ് പല സ്പീഷീസിന് മീൻ ഇട്ട് കൊടുത്തു കഴിയുമ്പം എന്താ സംഭവിക്കുക? മീൻ ഒന്നെങ്കിൽ വളർച്ച ഉണ്ടാവുന്നു, അല്ലെങ്കിൽ കൂടുതൽ മുട്ടയിടുന്നു, അല്ലെങ്കിൽ അതിൽ ഭംഗി കൂടുന്നു. അതായത് ദിസ് ഫിഷ് ഇസ് ബെനിഫിറ്റിംഗ് ഫ്രം ദിസ് വൈറ്റമിൻസ്. പക്ഷെ ഞാൻ ഈ വൈറ്റമിൻസ് ഇടുമ്പോഴൊക്കെ എന്താ സംഭവിക്കുന്നത്? ഈ മീനുകൾ ചത്തുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അധികം ദിവസമൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് അധികം അവിടെ എക്സ്പെരിമെന്റ് ചെയ്യാൻ സമയമില്ലായിരുന്നു. ഞങ്ങൾ ഒത്തിരി അധികം കഷ്ടപ്പെട്ടിട്ട് ഈ മുൻകാലത്ത് പ്രോജക്റ്റ് ചെയ്തിരുന്ന ഒരു വ്യക്തിയെ തപ്പിപ്പിടിക്കുകയും ആ വ്യക്തിയെ ഒന്ന് ഫോൺ വിളിച്ച് അവരുടെ വീട്ടിൽ പോവുകയും അവരോട് കൂടുതലായിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പം മറ്റ് പല വഴികൾ വെച്ചിട്ട് പരിചയം ഉണ്ടായിരുന്നത് കൊണ്ട് ദാറ്റ് പേഴ്സൺ ആക്ച്വലി he was very friendly and കൊളാബറേറ്റ് ചെയ്ത് നമ്മളോട് കാര്യങ്ങൾ കോപ്പറേറ്റ് ചെയ്ത് പറയുകയും ചെയ്തു. കുറച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ വ്യക്തി പറയുന്നത്, ആക്ച്വലി ഉണ്ടായത് ഇതൊന്നുമല്ല, ഞാൻ ഇതേപോലെ റിപ്പീറ്റഡ് ആയിട്ട് ഈ പ്രാക്ടിക്കൽസ് ചെയ്തു എക്സ്പെരിമെന്റ്സ് ചെയ്ത് അൾട്ടിമേറ്റ്ലി ഉണ്ടായത് എന്റെ മീനുകളൊക്കെ ചത്തുപോയി. പക്ഷെ എക്സാമിനേഷന് നമുക്കൊരു റിസൾട്ട് കൊടുക്കണം അല്ലെ. ഈ റിസൾട്ട് കൊടുക്കണതായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ലാസ്റ്റില് എന്റെ ഗൈഡിനോട് പ്രോപ്പർ ആയിട്ടൊന്നും പറയാതെ റിസൾട്ട് കുറച്ച് തട്ടിക്കൂട്ടി എഴുതി വെച്ചു. അതിന് മുന്നേ, അപ്പൊ ഇയാള് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇയാള് മുന്നേ വേറെ ഒരു പ്രോജക്ട് റിഫർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയാ.
സോ അടുത്തത് ഞങ്ങൾ വേറെ കുറച്ചും കൂടെ ഞങ്ങളെക്കാളൊക്കെ അറിവുള്ള 1-2 ആൾക്കാരോടൊക്കെ സംസാരിച്ച് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു ഐഡിയ കിട്ടി. ആൻഡ് ഈ പറയുന്ന ഈ ചത്തുപോയ ഫിഷസ്, അതായത് ഞങ്ങളുടെ സ്റ്റുഡന്റ് ചെയ്തിട്ട് ചത്തുപോയ ഫിഷസിനെ ഞങ്ങൾ എടുത്തിട്ട് ഒരു ഹിസ്റ്റോളജിയുടെ ഒരു ചെറിയ സെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കി ഒരു ഹിസ്റ്റോളജിക്കൽ സ്റ്റഡി ചെയ്ത് നോക്കി. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ അതിന്റെ ഗിൽസ്, അതേപോലെ തന്നെ ഇന്നർ മെംബ്രെയിൻസ്, they were all damaged. So what we understood was that the medium of giving this oil soluble vitamins was actually harmful for the fish. അപ്പം ഒരു ഓയിലി മീഡിയത്തിൽ ഡയറക്ട്ലി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും ആൻഡ് ദ വേ ഇറ്റ് വാസ് ഗിവൺ ഇറ്റ് ആക്ച്വലി ഹാം ദ ഫിഷ്. ഇത് തന്നെയായിരിക്കാം മുന്നേ സംഭവിച്ചിരിക്കുന്നത്. ബട്ട് സംഹൗ ഓർ ദി അതർ എങ്ങനെയും ഒരു റിസൾട്ട് വെക്കണം എന്നുള്ള വാശി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പല ആൾക്കാരും ആ റിസൾട്ട് മാറ്റി എഴുതുകയും അവസാനം ഞങ്ങളുടെ കുട്ടിയും പെട്ടുപോകേണ്ടതായിരുന്നു, പക്ഷെ രക്ഷപ്പെടുകയും ചെയ്തു. സോ ഇത് ഒരു ട്രൂ സ്റ്റോറിയാണ്. ഇതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി പറഞ്ഞിട്ടുണ്ട്. പ്യുവർ ആയിട്ടുള്ള എക്സ്പെരിമെന്റിൽ കുറച്ച് ശരിക്കും നടന്നതിൽ നിന്ന് കുറച്ച് ഞാൻ മാറ്റി പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഐ ഡോണ്ട് വാണ്ട് ടു സേ വിച്ച് കോളേജ്, വിച്ച് ഇയർ, എക്സെട്ര എക്സെട്ര. But the moral of the story is very, very important. That is, when you go to do research, whether it is a school level project, whether it is UG level project, PG level project, or maybe research at very high level, there should be no prejudice, there should be no bias. You should be willing to reject whatever you have learned. So unlearning the learned is very, very important. Unlearning the learned is very, very important. Looking again and again is also very, very important. And in the process, you may be able to connect the dots in different ways. In different ways, you may be able to generate different answers. And ultimately, you may or may not get a solution. വേറെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം, അതായത് നിങ്ങളുടെ ചുറ്റുവട്ടത്ത്, ഇത് ഞാൻ കുറച്ച് അബ്സ്ട്രാക്ട് ആയിട്ടാണ് പറയാം, മുന്നോട്ട് പോകുന്നതനുസരിച്ച് കൂടുതലായിട്ട് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു പ്രോബ്ലത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിയുമ്പം ഉള്ളിയുടെ തൊലി പൊളിക്കുന്ന പോലെയാ. ഓരോ തൊല്ലിയും പൊളിച്ച് വന്നു കഴിയുമ്പം നമുക്ക് പലപ്പോഴും ഒരു പുതിയ കാഴ്ചപ്പാട് കിട്ടും. കാരണം ഓരോ ക്വസ്റ്റ്യനും ആൻസർ കിട്ടുമ്പം വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഇസ് ദാറ്റ് യു ആർ ഗെറ്റിംഗ് എ ന്യൂ ഇൻഫർമേഷൻ. അപ്പം ഈ ന്യൂ ഇൻഫർമേഷനെ ബേസ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് ഒരു പടിയും കൂടെ പോകാൻ പറ്റിയെന്ന് വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ റിസർച്ചിൽ ചെയ്യുന്ന ഓരോ സ്റ്റെപ്സും അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടും അത്രയും ഓണസ്റ്റ് ആയിട്ടും ചെയ്യണം. കാരണം റിസർച്ച് എത്തിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എഗെയിൻ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും, സയന്റിഫിക് ടെമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാം ഓണസ്റ്റി, ഇന്റഗ്രിറ്റി എന്നൊക്കെ പറയുന്ന ചില ഫാക്ടേഴ്സ് എത്ര ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു നല്ല മനുഷ്യൻ ഉണ്ടാവേണ്ട എല്ലാ ക്വാളിറ്റീസും ഒരു നല്ല റിസർച്ചറിനും ഉണ്ടാവണം. ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി അണ്ടർസ്റ്റാൻഡ് സോ മെനി ഡയലോഗ്സ്, സോ മെനി ഡെഫിനേഷൻസ് ആർ there. Like research is a process of systematic inquiry. Then it entails collection of data by various means. Then again, once you have collected the data, you have to document it properly, is it not? And then once you have documented it, Excel sheet ആയിട്ടോ അല്ലാതെയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രോപ്പർ ആയിട്ട് അനലൈസ് ചെയ്യുകയും ആ അനാലിസിസിൽ നിന്ന് നമ്മൾക്ക് പുതിയ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഇന്റർപ്രിട്ടേഷൻ കണ്ടെത്തണം. ഇങ്ങനെ പലതരത്തിലുള്ള കോംപ്ലെക്സ് ആയിട്ടുള്ള ഡെഫിനേഷൻസ് നമ്മളുടെ പല ടെക്സ്റ്റുകളിലും ഉണ്ടാവും. അതേപോലെ തന്നെ ഏത് മെത്തഡ് യൂസ് ചെയ്യണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഓൾസോ വേരീസ് ഫ്രം പ്രൊഫഷണൽ ഡിസിപ്ലിൻ ടു ഡിസിപ്ലിൻ. ഫിസിക്സുകാർ ചെയ്യുന്നത് പോലെ ആവില്ല സുവോളജിക്കാർ ചെയ്യുന്നത്, സുവോളജിക്കാർ ചെയ്യുന്ന പോലെ ആവില്ല കെമിസ്ട്രിയിൽ ചെയ്യണേ. ഈവൻ സുവോളജി തന്നെ എടുത്ത് നോക്കിയാൽ ഒരു വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് ഫോളോ ചെയ്യുന്ന മെത്തഡ്സ് ആവണമെന്നില്ല ചിലപ്പം ഒരു ലാബ് അല്ലെങ്കിൽ ഒരു ഇമ്മ്യൂണോളജിസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അറ്റ് ദ ബോട്ടം ഓഫ് ഇറ്റ് all of it will have some basic similarities like randomness, replication, then ethics and integrity, systematicity in the way you're working. ഇങ്ങനെയുള്ള ചില ബേസിക്സ് ഏത് തരത്തിലുള്ള റിസർച്ച് ചെയ്താലും ഉണ്ടാവും. അതേപോലെ തന്നെ ചില ഡൂസ് ആൻഡ് ഡോൺസും ഉണ്ടാവും. എഗെയിൻ എന്തിനാണ് റിസർച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെ പലതരത്തിലുള്ള ഉത്തരങ്ങൾ വരാം. സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ടെമ്പററി സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഹൈപ്പോത്തിസിസ് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനും അതിനെ ഒരു തിയറി ആക്കി മാറ്റാൻ വേണ്ടിയിട്ടും നമ്മൾക്ക് റിസർച്ച് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അറിവ് സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് റിസർച്ച് ചെയ്യാം. അല്ലെങ്കിൽ ചില സമയത്ത് റിസർച്ച് ചെയ്യുന്ന ഇതിനൊന്നും അല്ല, കൂടുതൽ ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം. കാരണം ചോദ്യങ്ങൾ ചോദിക്കുന്നതും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എഗെയിൻ ഏത് തരത്തിലുള്ള റിസർച്ച് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പ്യുവർ ബേസിക് ഫണ്ടമെന്റൽ റിസർച്ച്. ഇങ്ങനെയുള്ള റിസർച്ച് ബേസിക്കലി നമ്മൾ
കൂടുതൽ നോളജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ പുതിയ അറിവ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. സോ സംടൈംസ് വി മേ തിങ്ക് അബൌട്ട് ലൈക്ക് ഒരു പുതിയ സ്പീഷീസ് കണ്ടെത്തി, അതിനകത്ത് എന്താ, അതുകൊണ്ട് നമുക്ക് എന്താ ഗുണം ഉണ്ടായത്? അതൊരു അറിവാണ്. കാരണം ഈ ഒരു പുതിയ സ്പീഷീസ് കണ്ടെത്തിയാൽ മാത്രമാണ് അതിനെക്കുറിച്ചുള്ള അതിന്റെ ബയോളജിയും അതിന്റെ ലൈഫ് സൈക്കിളും അതിന്റെ ഫീഡിങ് ഹാബിറ്റ്സ് എല്ലാം കണ്ടെത്തിയാൽ മാത്രമാണ് അതൊരു പെസ്റ്റ് ആണോ അല്ലയോ, അല്ലെങ്കിൽ അതൊരു ഒരു ഫുഡ് വെബിനകത്ത് അതിന്റെ സ്ഥാനം എന്താണ്, അതിന്റെ ഇക്കോളജിക്കൽ സർവീസസ് എന്താണ്, ദാറ്റ് സെക്കൻഡ് ലെവൽ വിൽ ബിക്കം അപ്ലൈഡ് റിസർച്ച്. അപ്പൊ പലപ്പോഴും പ്യോർ അല്ലെങ്കിൽ ബേസിക് റിസർച്ച് അതിനെ പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഗുണമുള്ളത് പോലെ ഒന്നും നമുക്ക് തോന്നിയെന്ന് വരില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ജസ്റ്റ് എക്സ്പ്ലെയിനിങ് എ നാച്ചുറൽ ഫെനോമിന ആസ് ഇറ്റ് ഇസ് ഓർ ആസ് ഇറ്റ് ഷുഡ് നോട്ട് ബി. ബട്ട് ദിസ് കളക്ഷൻ ഓഫ് നോളജ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഡെവലപ്പ് സർട്ടൻ ടെക്നോളജീസ് ഓർ ടു സോൾവ് സർട്ടൻ പ്രോബ്ലംസ് എക്സെട്ര എക്സെട്ര. Again, depending on whether social science ആണോ ലിറ്ററേച്ചർ ആണോ, വ്യത്യസ്തമായിട്ടുള്ള വേറെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടാവാം. ആൻഡ് അവരുടെ ഒരു അപ്രോച്ചും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ ഇന്ന് നമ്മൾ കൂടുതലായിട്ട് സംസാരിക്കാൻ പോകുന്നത് സയന്റിഫിക് റിസർച്ച് തന്നെയായിരിക്കും. കാരണം നമ്മൾ സുവോളജിക്കാരാകുമ്പം ഓഫ് കോഴ്സ് we are science students and the underlying method which we usually follow is the scientific method. സോ റിസർച്ചിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഓവർവ്യൂ ആണ് ഇപ്പൊ നമ്മൾ നൽകിയത്. കൂടുതലായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്സും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നല്ല ലിറ്ററേച്ചർ വായിച്ചു നോക്കിയാൽ യു വിൽ ഗെറ്റ് എ ലോട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് റിസർച്ച്. ഡിഡക്റ്റീവ് മെത്തഡ് എന്താണ്, ഇൻഡക്റ്റീവ് മെത്തഡ് എന്താണ്, എംപ്രിസിസം എന്താണ്, എംപ്രിസിസവും റാഷണലിസവും തമ്മിൽ വ്യത്യാസം എന്താണ്, ഇതൊക്കെ നമ്മൾ ഡിഗ്രി ലെവലിൽ എവിടെയെങ്കിലും ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. അത് കൂടുതലായിട്ട് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. കാരണം ഒത്തിരി അധികം സമയം നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോ അടുത്തൊരു പ്രധാന ചോദ്യം വരുന്നത്, എന്തിനാണ് ഈ ഡിഗ്രി ലെവലിൽ റിസർച്ച് ചെയ്യുന്നത്? മാർക്കിന് വേണ്ടിയിട്ട്. ചിലർ പറയും മാർക്കിന് വേണ്ടിയിട്ട്, ചിലർ പറയും ലൈക്ക് യുനോ ഇങ്ങനെ നമ്മളുടെ അതായത് ഫൈനൽ ഇയറുടെ റിസർച്ച് എന്താ പറയുക പ്രിന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതും അല്ലെ, ഇൻ പാർഷ്യൽ ഫുൾഫിൽമെന്റ് ഓഫ് ദ അവാർഡ് ഓഫ് ബാച്ചുലർ ഓഫ് സയൻസ് ഡിഗ്രി ഇൻ സുവോളജി, ഇസ് ഇറ്റ് നോട്ട്? ഇങ്ങനെയൊക്കെ ചിലപ്പോൾ എഴുതും. ഇപ്പൊ ഓട്ടോണമസ് ആണെങ്കിൽ സബ്മിറ്റഡ് ടു ദ കോളേജ് അഫിലിയേറ്റഡ് ടു ദ യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ ഡയറക്ട്ലി സബ്മിറ്റഡ് ടു ദ യൂണിവേഴ്സിറ്റി ഫോർ പാർഷ്യൽ ഫുൾഫിൽമെന്റ്. അതായത് ഡിഗ്രി കിട്ടണമെങ്കിൽ ഇത് ചെയ്തേ പറ്റൂ. അപ്പൊ പലപ്പോഴും ഈ ഫോർമൽ അണ്ടർ ഗ്രാജുവേറ്റ് റിസർച്ച്, എന്തുകൊണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് റിസർച്ച് ചെയ്യണമെന്ന് പറയുന്നതിന് മുമ്പേ തന്നെ ഫോർമൽ അണ്ടർ ഗ്രാജുവേറ്റ് റിസർച്ച്, അതായത് ഗൈഡഡ് ആയിട്ട് നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്യുന്ന അണ്ടർ ഗ്രാജുവേറ്റ് റിസർച്ച് ഈ ഒരു തീസിസിലേക്കും ഒരു ഡിസർട്ടേഷനിലേക്ക് അവസാനിക്കുകയും അത് വെച്ചാൽ മാത്രമേ നമ്മൾക്ക് ഡിഗ്രി കിട്ടുകയുള്ളൂ എന്ന് യൂണിവേഴ്സിറ്റി വാശി പിടിക്കുകയും ചെയ്യുന്നു, അല്ലെ ഓട്ടോണമസ് കോളേജ് വാശി പിടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒരു വഴിപാടായിട്ട് അതങ്ങ് കഴിച്ചു തീർക്കുക. എവിടെന്തെങ്കിലും കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടി വെക്കുക. ഇതൊക്കെ കഴിഞ്ഞ് 10-20 കൊല്ലം കഴിയുമ്പോഴായിരിക്കും അതിങ്ങനെ ചെയ്യായിരുന്നു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നത്. അതിപ്പോ ഞാൻ ഇങ്ങനെ പറയുന്നത് ഒരു സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിനെയും കുറ്റം പറഞ്ഞു പറയുന്നതല്ല. ഇതേ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാ അധ്യാപകരും. ഞങ്ങൾ എല്ലാവരും സ്റ്റുഡൻസ് ആയിരുന്നപ്പം ഞങ്ങൾ റിസർച്ചിൽ ഗോൾഡ് മെഡൽ ഒന്നും വാങ്ങിയിട്ടില്ല. ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്റ്റുഡൻസ് എന്ത് കള്ളത്തരം കാണിക്കുന്നു അല്ലെ എന്ത് ഷോർട്ട് കട്ട്സ് എടുക്കുന്നു എന്ന് അധ്യാപകർക്ക് കറക്റ്റ്. കാരണം once upon a time we were also sitting there on the other side on the bench sleeping, okay, dreaming. So we know exactly what is happening there. സമയം കുറച്ച് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. Okay, now we are doing this online, അന്ന് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ചെയ്യായിരുന്നു. So anyway, the problem with undergraduate research is many a times, especially in universities of India and Kerala, നമ്മൾ അതൊരു വഴിപാടായിട്ട് കഴിക്കുകയാണ് ചെയ്യുക. പക്ഷെ ശരിക്കും എന്തിനായിരിക്കണം നമ്മൾ അണ്ടർ ഗ്രാജുവേറ്റ് റിസർച്ച് ചെയ്യുന്നത്? മുന്നേ പറഞ്ഞ എല്ലാ പോയിന്റ്സും ഇവിടെയും വാലിഡ് ആണ്. That is to evaluate the validity of a hypothesis, to assemble a body of substantiative knowledge, to generate questions for further enquiries, etc. etc. പക്ഷെ ഇതിനേക്കാളും ഉപരിയായിട്ട് മെയിൻ ആയിട്ട് നമ്മൾ പറയുന്നത് to familiarize with the process of research. To familiarize with the process of research. കാരണം ഈ പറയുന്ന ഡിഗ്രി വിദ്യാർത്ഥികളുടെ പൂളിൽ നിന്ന് കുറച്ചു പേരെയും MSCക്കും അതിൽ നിന്ന് പിന്നെയും കുറച്ചു പേരെയും എങ്ങോട്ട് പോകും? PGക്കും അല്ല ഫർദർ റിസർച്ചിനും ഒക്കെ ആയിട്ട് പോകും. അപ്പം ഈ പറയുന്ന ഒരു ഗ്രൂപ്പ് നേരെ ഒരു ലാബിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ലാണ്ട് ചെന്നാൽ യു വിൽ ബി ലോസ്റ്റ് ദെയർ. You will be a waste. Your time will be wasted. Resources may be wasted. You may get demoralized. കാരണം റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി കാണാപ്പാഠം പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് എഴുതുന്ന പോലെയല്ല, സ്വന്തമായിട്ട് ടെക്സ്റ്റ് ബുക്ക് എഴുതുന്ന ഒരു പ്രോസസ്സാണ്.
അപ്പം ഇവിടെ പലപ്പോഴും നമുക്ക് സ്വന്തമായിട്ട് ഒരു ഷോർട്ട് ആൻസറിന്റെ ഉത്തരം തന്നെ എഴുതാൻ ഓൺ വേർഡ്സിൽ എഴുതാൻ പറ്റാത്ത അവസ്ഥയിൽ എങ്ങനെ ഒരു പുസ്തകം തന്നെ എഴുതി ഉണ്ടാക്കും, എങ്ങനെ പുതിയൊരു ഫാക്ട് തന്നെ എഴുതി ഉണ്ടാക്കും. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രോസസ്സിലേക്ക് എങ്ങനെ എത്തണം, എത്തിക്കലായിട്ട് കറക്റ്റ് ആയിട്ടുള്ള ഒരു വേയിൽ എങ്ങനെ എത്തണം എന്നുള്ളൊരു ഫെമിലറൈസേഷൻ, ഒരു പരിചയപ്പെടുത്തലാണ് പലപ്പോഴും അണ്ടർ ഗ്രാജുവേറ്റ് റിസർച്ച്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ തിയറിയിൽ പഠിക്കുന്ന പല കാര്യങ്ങളും അത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു എന്താ പറയുക ചാൻസ് ആണ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് പറയാം. ദാറ്റ് ഇസ് സേ നമ്മൾ ബയോ ഇൻഫോർമാറ്റിക്സ് പഠിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ ബയോ ഇൻഫോർമാറ്റിക്സിൽ നമ്മൾ ജെൻ ബാങ്കിനെ കുറിച്ച് പഠിച്ചു, NCBIനെ കുറിച്ച് പഠിച്ചു, ബ്ലാസ്റ്റിനെ കുറിച്ച് പഠിച്ചു, അതേപോലെ തന്നെ ഫൈലിപ്പ് അല്ലെങ്കിൽ ഫൈലോജനറ്റിക് ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ടൂൾസിനെ കുറിച്ചൊക്കെ നമ്മൾ തിയറിയിൽ പഠിച്ചു. മേ ബി നമ്മൾക്ക് കുറച്ച് പ്രാക്ടിക്കൽസും നമ്മൾ ചെയ്തിട്ടുണ്ടാവുമായിരിക്കാം. പക്ഷേ വേണമെങ്കിൽ നമുക്ക് അതിനൊരു പ്രോജക്റ്റ് ആക്കി എടുക്കാം, എസ്പെഷ്യലി കോവിഡ് കാലത്ത്. ഇപ്പൊ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കാണുന്ന കുറച്ച് ജീവികൾ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ടാക്സോൺ എടുത്തു, സേ ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ മോത്സ് അല്ലെങ്കിൽ സ്പൈഡേഴ്സ്, അതിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്തു. അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ നമ്മൾ എവിടെന്നെങ്കിലും ഓൾറെഡി ആരെങ്കിലും ചെയ്തു വെച്ചേക്കുന്ന ഒരു റിസർച്ച് അല്ലെങ്കിൽ ഒരു ചെക്ക് ലിസ്റ്റ് എടുത്തു. ഈ പറയുന്ന ആനിമൽസിൽ എത്രത്തോളം ആനിമൽസിന്റെ ബാർകോഡ് NCBIയിൽ ഉണ്ട്, അത് നമ്മൾക്ക് നോക്കിയെടുക്കാൻ പറ്റിയാൽ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ ന്യൂ നോളജ്. സോ ദെൻ വി വിൽ നോ ഇത്രയും ജീവികളുടെയും കൂടെ ബാർകോഡ് അവിടേക്ക് കയറാനുണ്ട്. സോ ഇഫ് സേ ഫോർ എക്സാമ്പിൾ പീപ്പിൾ ലൈക്ക് ജാഫർ പാലോട്ട്, they have made enormous lot of checklists. So പല ടാക്സോൺസിന് വേണ്ടിയിട്ട് ZSI, Jafar Palot is a scientist with ZSI, so he and his associates, they have so many checklists. So ഈ ചെക്ക്ലിസ്റ്റിലെ കേരളത്തിലെ റെപ്റ്റൈൽസ് അല്ലെങ്കിൽ കേരളത്തിലെ ആംഫീബിയൻസ്, ഈ പറയുന്ന ലിസ്റ്റിലുള്ള എല്ലാ ജീവികളുടെയും ബാർകോഡിങ് അവിടെ കയറിയിട്ടുണ്ടോ നമുക്കറിയില്ല. So in case കയറിയിട്ടുണ്ടെങ്കിൽ why don't we download that and just try out some of the tools? അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗുണം എന്താണ് ബ്ലാസ്റ്റ്, എങ്ങനെ നമുക്കിത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് മെഗാ യൂസ് ചെയ്തോ അല്ലെങ്കിൽ കൊബാൾട്ട് യൂസ് ചെയ്തോ എന്ത് ചെയ്യാം, ഒരു ഫൈലോജനറ്റിക് ട്രീ ഉണ്ടാക്കാം. അതിൽ നിന്ന് നമ്മളുടെ ഇന്റർപ്രിട്ടേഷൻ എന്താണ്. ചിലപ്പം അതുകൊണ്ടൊരു പുതിയൊരു നോളജ് നമുക്ക് കിട്ടിയെന്ന് വരില്ല, പക്ഷെ യു ആർ ഫെമിലറൈസിങ് വിത്ത് ദ പ്രോസസ് ഓഫ് റിസർച്ച്. ആൻഡ് പലപ്പോഴും നിങ്ങൾ ചെയ്തേക്കുന്ന ആ ഒരു വർക്ക് മറ്റുള്ള മേഖലയിൽ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടൗണിലേക്ക് ചെയ്തിട്ടുണ്ടാവില്ല. സോ സംടൈംസ് while familiarizing with the process of research, you also learn to apply the theory, and while applying the theory, you also familiarize with the process of research. Then another very important thing is learning new techniques. ഇപ്പൊ നമ്മൾ PCR, electrophoresis, ELISA ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ്, എല്ലാവർക്കും ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. സോ മീൻ മീഡിയൻ മോഡ് എവറിബഡി നോസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എവറിബഡി നോസ്, ടെസ്റ്റിംഗ് ഹൈപ്പോത്തസിസ് മിസ്സേ അവിടെ നിർത്തിക്കോ അല്ലെ. ദാറ്റ് ഇസ് ദ റെസ്പോൺസ് വി ഗെറ്റ്. വാട്ട് അബൌട്ട് ANOVA, വാട്ട് അബൌട്ട് സേ കോറിലേഷൻ, റിഗ്രഷൻ, മോഡലിംഗ്. സോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, തിയറി പഠിച്ചിട്ടുണ്ട്, കണക്ക് ഫോർമുല ഉൾപ്പെടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ക്യാൻ വി അപ്ലൈ ദാറ്റ്? So why don't we do a small experiment and then apply this biostatistics there? So how is it going to change? How is it going to change your understanding of that topic? അപ്പോൾ പലപ്പോഴും നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കാര്യം, ഇലക്ട്രോഫോറസിന്റെ മെഷീൻ അവിടെയുണ്ട്, PCR മെഷീൻ അവിടെയുണ്ട്, നമ്മൾ തൊട്ട് നോക്കിയിട്ടില്ല. Why don't we stand with our PG students or with our teachers and just learn എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? So maybe you will learn the new technique, and നാളെ ആ ഒരു ന്യൂ ടെക്നിക്ക് ഉള്ളതുകൊണ്ടായിരിക്കാം പലപ്പോഴും ഒരു ഫെർദർ സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു ഫെർദർ പ്ലേസ്മെന്റിന് നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുന്നത്. ദെൻ ചില ആൾക്കാർ ഇപ്പോഴേ തന്നെ ഈ ക്ലാസ്സിലിരിക്കുന്നത് വലിയൊരു റിസർച്ചർ ആവണമെന്ന് സ്വപ്നം കണ്ടിട്ടായിരിക്കാം. അപ്പം ഓൾറെഡി അവർക്കൊരു ഡ്രീം ഉണ്ടാവും, ഇന്ന ടോപ്പിക്കിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് പലപ്പോഴും അവരുടെ PhD ടോപ്പിക്കിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ ഫെർദർ റിസർച്ച് ടോപ്പിക്കിന് വേണ്ടിയിട്ട് അത് വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു ചെറിയൊരു പൈലറ്റ് സ്റ്റഡി ആയിട്ട് അവർക്ക് വേണമെങ്കിൽ മുന്നോട്ട് നീക്കാവുന്ന ഒരു അവസരവും കൂടിയാണ്. പിന്നെ എഗെയിൻ ചിലപ്പോൾ നമുക്ക് തന്നെ സംശയം ഉണ്ടാവും അല്ലെ, ആ പൊട്ടുകൾ കിട്ടിയപ്പം അത് വെച്ച് പൂച്ചേനെ വരയ്ക്കണോ, ക്രിസ്റ്റൽ വരയ്ക്കണോ, ടീച്ചിങ്ങിൽ പോകണോ, റിസർച്ചിൽ പോകണോ, പാട്ട് പാടാൻ പോകണോ, അഭിനയിക്കാൻ പോകണോ, ഇങ്ങനെയൊക്കെ നമുക്ക് പലർക്കും സംശയം ഉണ്ടാവും. പലപ്പോഴും നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മുടെ സബ്ജക്റ്റിനോട് നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിലിരിക്കുന്നു, പാസീവായിട്ട് ഇരിക്കുന്നു, ടീച്ചേഴ്സ് പറയുന്നു, നമ്മൾ കേൾക്കുന്നു, നമ്മൾ പരീക്ഷ എഴുതുന്നു, കഴിഞ്ഞു, അതേപോലെ മറന്നു പോകുന്നു. പക്ഷെ സബ്ജക്റ്റിൽ ഉള്ള വണ്ട്
ദ ബ്യൂട്ടി ഓഫ് സുവോളജി അതൊക്കെ പലപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് അതിനോട് എന്താണ് ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത്, നമുക്ക് അതിനകത്ത് നമ്മുടെ ലെവൽ എന്താണ്. ഇപ്പൊ സുവോളജിയിൽ തന്നെ ഇത്തോളജി ആണോ വേണ്ടത്, ഇമ്മ്യൂണോളജി ആണോ വേണ്ടത്, ക്യാൻസർ ബയോളജി ആണോ വേണ്ടത്, ഇതൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോഴായിരിക്കും. Then finally, when you do your project, see, your teachers are not gods. None of us are gods. So what happens is that, say you have to identify something. So you go to your teacher and your teacher will say, എനിക്ക് ഇന്ന കോളേജിൽ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരെ ഐഡന്റിഫൈ ചെയ്യും, അല്ലെങ്കിൽ പുള്ളിക്കാരനെ ഐഡന്റിഫൈ ചെയ്ത് തരും, ഞാൻ ഒരു ലെറ്റർ തരാം. So what happens is you go to that college with your specimens. ഓർ നമ്മുടെ കോളേജിൽ ഇപ്പൊ PCR ഇല്ല എന്നാൽ നമുക്ക് RGCB പോയിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ചെയ്യാം, അപ്പോൾ ഒരു ലെറ്റർ തരും. സോ യു ഗോ ടു ദാറ്റ് ലാബ് ആൻഡ് യു ആർ സിറ്റിംഗ് ദെയർ, യു ആർ മീറ്റിംഗ് വിത്ത് ദ സയന്റിസ്റ്റ് ഓർ ദ സീനിയേഴ്സ് ദെയർ ആൻഡ് ദെൻ യു ആർ ഡൂയിങ് ദാറ്റ്. ഇറ്റ് ഈസ് ബിൽഡിംഗ് കണക്ഷൻസ്. പലപ്പോഴും നാളെ അങ്ങനെയുള്ള ഒരു അണ്ടർ ഗ്രാജുവേറ്റ് റിസർച്ചിന് നമ്മൾ ഒരു സ്ഥലത്ത് പോയി അന്വേഷിച്ചത് കൊണ്ട് അതായിരിക്കും നാളെ നമ്മുടെ റിസർച്ചിന്റെ കരിയറിനെ ചിലപ്പോൾ വഴി തിരിച്ചു വിടുന്നത്. സോ ദർ ആർ സോ മെനി ഡിഫറെന്റ് ഫങ്ഷൻസ്. Why this undergraduate research? അത് പ്യൂർലി അക്കാഡമിക്കലി ആണ് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഞാൻ മുന്നേ പറഞ്ഞു, റിസർച്ച് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും റിസർച്ച് എത്തിക്സ് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല മനുഷ്യന് വേണ്ട എല്ലാ ക്യാരക്ടേഴ്സും അതിലുണ്ട്. രാഷണൽ തിങ്കിങ് ആയിരിക്കാം, ക്രിയേറ്റിവിറ്റി ആയിരിക്കാം, നോൺ ഡോഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആയിരിക്കാം, ഷണ്ണിങ് ഓഫ് സൂപ്പർസ്റ്റിഷൻ, whatever. So all of these things, honesty, integrity, okay, not being selfish, ഇതൊക്കെ നമ്മൾ റിസർച്ച് എത്തിക്സിൽ വരുന്നത്. ഇതൊക്കെ ഒരു നല്ല മനുഷ്യന് വേണം. Again, being systematic, being disciplined, documenting what you are doing, ഇതൊക്കെ ഒരു നല്ല റിസർച്ചറിന്റെ ക്യാരക്ടറാണ്. അപ്പം നമ്മളൊരു റിസർച്ച് പ്രോജക്റ്റ് ചെയ്യുമ്പം അറിയാതെ ഈ ഗുണങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരികയും ഒരിക്കലും നമ്മൾ റിസർച്ച് ചെയ്തില്ലെങ്കിലും പലപ്പോഴും ഈ ഗുണങ്ങൾ നമ്മളെ നാളെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരു സക്സസ്ഫുൾ പേഴ്സൺ ആയിട്ട് മാറ്റുകയും ചെയ്യാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഈ അണ്ടർ ഗ്രാജുവേറ്റ് റിസർച്ച് എന്താണ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡന്റിനെ കൺസ്യൂമർ ഓഫ് ഇൻഫോർമേഷനിൽ നിന്ന് പ്രൊഡ്യൂസർ ഓഫ് ഇൻഫോർമേഷൻ ആക്കി മാറ്റുകയാണ് ചെയ്യുക. കാരണം റിസർച്ച് ചെയ്ത് ആ ഒരു തീസിസ് വെക്കുന്നതോടെ വരെ ടീച്ചേഴ്സ് പറഞ്ഞതും ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയതും ഗൈഡിൽ എഴുതിയതും മാത്രം വിശ്വസിച്ച് ജീവിച്ചിരുന്ന കുറച്ച് ആൾക്കാരായിരുന്നു, ഒരു കൂട്ടുമായിരുന്നു. പക്ഷെങ്കിൽ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് നമ്മളൊരു ചെറിയൊരു തീസിസ് ഇറക്കുന്നു, നമ്മളൊരു ഡിസർട്ടേഷൻ ഇറക്കുന്നു, അതിനകത്ത് നമ്മളായിട്ട് കണ്ടുപിടിച്ചേക്കുന്ന ചില ന്യൂ ഫൈൻഡിങ്സ് ഉണ്ട്. സോ സഡൻലി യു ഹാവ് ചേഞ്ച്ഡ്, യുവർ സ്റ്റേറ്റസ് ഹാസ് ചേഞ്ച്ഡ്. From consumer of information, you have become producer of information. And that is what is needed. Is it not? So many problems are there everywhere. Ipo polu medical science lum alladeyum there are so many problems. ഈ പ്രോബ്ലംസിന് സൊല്യൂഷൻ വേണം. ആ സൊല്യൂഷൻ ആര് കണ്ടെത്തും? നമ്മൾ തന്നെ കണ്ടെത്തണം, വേറെ ആരും കണ്ടെത്തില്ല. ഈ നമ്മൾ തന്നെ എങ്ങനെ കണ്ടെത്താം? ബൈ ട്രെയിനിങ് ടു ബിക്കം പ്രൊഡ്യൂസേഴ്സ് ഓഫ് ഇൻഫർമേഷൻ. സോ അതിനു വേണ്ടിയിട്ട് നമ്മളെ യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഒരു ഫോർമൽ അണ്ടർ ഗ്രാജുവേറ്റ് റിസർച്ച് ഇനിഷ്യേറ്റ് ചെയ്തു, wherein we all have to actually submit a dissertation so that we can be awarded Bachelor of Science degree, maybe in zoology or physics or something like that. Now coming to the most important thing, അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, research is good for your life, research is good for your health, research is also good, very very essential if you want to pass your BSc. So now the second thing is നമ്മൾ ഒരു റിസർച്ച് ടോപ്പിക് എങ്ങനെ സെലക്ട് ചെയ്യണം? കാരണം റിസർച്ചിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും പറ്റില്ല അല്ലെ, ഏതായാലും ഇത് ഈ സാധനം വെച്ചാൽ മാത്രമേ നമുക്ക് ഡിഗ്രി കിട്ടുള്ളൂ. സോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമുക്ക് വെച്ചേക്കാം. അപ്പൊ റിസർച്ച് ഡെസർട്ടേഷൻ ടോപ്പിക് വെക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രോജക്ട് റിപ്പോർട്ട് വെക്കണമെങ്കിൽ we have to select a research topic. So how do we select this research topic? അതിനെ പറയാനാണെന്ന് വെച്ചാൽ മേ ബി വി ക്യാൻ ടേക്ക് ക്ലാസ് ഫോർ 20 or 30 days. അതിനെ പറഞ്ഞാലും തീരാത്ത ചില കാര്യങ്ങളാണ്. പക്ഷെ ഏറ്റവും സമ്മറൈസ് ചെയ്ത് പറയാനാണെന്ന് വെച്ചെങ്കിൽ ഐ വുഡന്റ് സേ ഡൂസ് ആൻഡ് ഡോൺസ്, റാദർ ഐ വുഡ് സേ മേ ബി സോർട്ട് ഓഫ് some tips. So remember, when you are a BSc student or an MSc student, you are bound by time. Even if we dream big of getting a Nobel Prize, of making a change with our research, we have to submit within this much of time. Even if you're going to get a Nobel Prize, if you don't submit in time, you may not get your degree. Is it not? So ensure that whatever topic you are doing can be finished in that time-bound manner. Point 1. And point 2, this topic can be small. It need not be very large. Because like I said, when you're doing undergraduate research, it is good if you can get something original or something great. But the main objective is familiarizing with that project. So make sure that whatever your idea is, it can be finished in that particular time point. Then another very important thing is funding.
So students don't have any salary. And see, a teacher can only fund this much of amount to a particular student if a student is very deserving. Parents may not always be able to fund you. There are certain funding agencies. ഇപ്പം നമ്മളുടെ കേരളത്തിലെ സയൻസ് ടെക്നോളജി സ്റ്റെക്ക് എന്ന് പറയുന്ന സ്ഥാപനമൊക്കെ സ്റ്റുഡന്റ് പ്രോജക്റ്റിന് ഫണ്ടിങ് കൊടുക്കാറുണ്ട്. പക്ഷേ എഗെയിൻ എല്ലാവരും അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പൈസയൊന്നും കിട്ടണമെന്നില്ല. So when you select a topic, make sure that that topic suits your budget. So that you don't have to leave it halfway. Then another very important thing is, understanding the expertise of the people who are going to help you. So say you are going to do a project on the diversity of ants. അല്ലേ? ഇപ്പൊ ഞാനിപ്പം തൃശ്ശൂർ ടൗണിലൊരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഈ 2ാം നിലയിൽ ഒരു ഉറുമ്പുണ്ട്. I don't know. ഞാനൊരു സുവോളജി അധ്യാപികയാണ്. പക്ഷെ I don't know the species right now. ഈ പറയുന്ന ഉറുമ്പ് ഇപ്പൊ കുറച്ചു കാലമായിട്ട് വന്നതേ ഉള്ളൂ, കോവിഡ് തുടങ്ങിയതിനു ശേഷം. So it's very difficult for me to identify. So I'll just collect them and maybe I'll have to give it to somebody who knows how to identify ants. So നമ്മുടെ കോളേജിലുള്ള ടീച്ചേഴ്സിന് ചില എക്സ്പെർട്ടൈസ് ഉണ്ടാവാം. ഇനി അവർക്കില്ലാത്ത എക്സ്പെർട്ടൈസ് അവരുടെ സുഹൃത്തുക്കൾക്ക് ഉണ്ടാവാം. അപ്പൊ നമ്മൾ ആ യു ജി പി ജിക്കൊക്കെ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുമ്പം നമ്മളുടെ വർക്കിന് ഇപ്പൊ ഞാൻ ടാക്സോണമി അല്ലെങ്കിൽ ഞാൻ ബേസിക്കലി ഒരു ഇക്കോളജിസ്റ്റ് ആയതുകൊണ്ടാണ് അറിയാതെ ഈ സ്പീഷീസ് ഐഡന്റിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞു വരുന്നത്. പക്ഷെ ഈവൻ ഇപ്പൊ ഒരു PCR അല്ലെങ്കിൽ ഒരു GCMS റൺ ചെയ്യാനൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ബാങ്കിറ്റ് വഴി NCBIലേക്ക് ഒരു സീക്വൻസ് സബ്മിറ്റ് ചെയ്യാനൊക്കെ ആണെങ്കിൽ അത് അറിയാൻ അല്ലെങ്കിൽ നമുക്ക് ഗൈഡ് ചെയ്യാവുന്ന ആൾക്കാരുണ്ടാവണം. നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം അറിയണമെന്നില്ല. പക്ഷെ അവരായിട്ട് നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഈ എക്സ്പെർട്ടൈസ് എവിടെയൊക്കെ കണ്ടെത്താം, ആരോടൊക്കെ ചോദിക്കാം എന്ന് മുന്നേ കൂട്ടിയിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് പ്രോജക്റ്റിലേക്ക് എടുത്തു ചേടുന്നതായിരിക്കും നല്ലത്. ദെൻ അടുത്ത വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ടോപ്പിക് സെലക്ട് ചെയ്യുമ്പം യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് യു ഹാവ് ടു ബാലൻസ് യുവർ റെസ്റ്റ് ഓഫ് ദ ലൈഫ് ആൻഡ് വർക്ക് വിത്ത് യുവർ പ്രോജക്റ്റ്. സോ ജസ്റ്റ് ഇമാജിൻ യു ആർ ഡൂയിങ് എ പ്രോജക്റ്റ് ഓൺ ബട്ടർഫ്ലൈസ്. And in your methodology, you're going to write that you will be doing a temporal study, comparative temporal study, which means early morning la nokum, pinne uchchikku nokum, pinne vainaram nokum, pinne raathiril nokum. Maybe you're going to do a study like that. Angane oru study nokkiyulla prashna endha, namukku class poonde, nammal final years alle 11 മണിയാകുമ്പോൾ പറയാൻ പറ്റുമോ, എക്സ്ക്യൂസ് മീ മാം ഞാൻ ബട്ടർഫ്ലൈസിനെ നോക്കിയിട്ട് വരാമെന്ന്? പറ്റില്ല അല്ലേ? സോ ടോപ്പിക്സ് സെലക്ട് ചെയ്യുമ്പോൾ they should be practical. Okay, they should be practical. So you should be able to balance the rest of your life, basically student life, with the topic, so that you are not cutting your classes or bunking your exams. Then another very important thing is, see if is something as simple as conducting a survey has ethical and legal concerns. Something as simple as going to a school and taking the weight of the school children there and asking them questions, they have ethical and legal concerns. Okay, appo especially human beings ആയിട്ട് ബന്ധപ്പെട്ട ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് അവിടുന്ന് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ പേഷ്യന്റ് പ്രൈവസി, പേഷ്യന്റ് കോൺഫിഡൻഷ്യാലിറ്റി, എഗെയിൻ ഇപ്പോൾ സർവേ ആണെങ്കിൽ ഈ സർവേയോട് റെസ്പോണ്ട് ചെയ്യുന്ന ആളുടെ കോൺഫിഡൻഷ്യാലിറ്റി, പ്രൈവസി, ഇങ്ങനെയൊക്കെയുള്ള കുറെ കൺസേൺസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ ബയോഡൈവേഴ്സിറ്റി വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെ ആനിമൽ ബിഹേവിയർ ചെയ്യുകയാണെങ്കിൽ, ആനിമൽസിനെ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ പെർമിഷൻ വാങ്ങണം, അല്ലെങ്കിൽ അത് ഇല്ലീഗൽ ആണ്. അതുപോലെ തന്നെ നമ്മൾ ആനിമൽസിനെ വിത്തൗട്ട് പ്രോപ്പർ പെർമിഷൻ നമ്മൾ കിൽ ചെയ്യാനോ ഒന്നും പാടില്ല. സോ അങ്ങനത്തെ അവസ്ഥയിൽ അങ്ങനത്തെ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ലാൻഡ് ഇൻ ജയിൽ. സോ അത് നമ്മൾ ടീച്ചേഴ്സിനോട് മുന്നേ നന്നായിട്ട് ഡിസ്കസ് ചെയ്ത് അതിന്റെ ഒരു മാറ്റർ അറിഞ്ഞതിന് ശേഷം മാത്രം ടോപ്പിക് സെലക്ട് ചെയ്യാം. Then another very important thing is reviewing the literature. ടോപ്പിക് സെലക്ട് ചെയ്യുമ്പം സിമിലർ സ്റ്റഡീസ് കുറെ അധികം നടന്നിട്ടുണ്ടാവാം, അല്ലെ തീരെ നടന്നിട്ടുണ്ടാവില്ല. അപ്പം തീരെ നടക്കാത്തൊരു സ്റ്റഡിയാണെ നമുക്ക് ബെഞ്ച് മാർക്ക് ആയിട്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇഷ്ടം പോലെ ഇതേ ടോപ്പിക്കിൽ കഴിഞ്ഞ കൊല്ലം ഒക്കെ നടന്നിട്ടുള്ള സ്റ്റഡി ആണെങ്കിൽ നമ്മളുടെ സ്റ്റഡിക്ക് ഒരു പുതുമയുണ്ടാവില്ല. So based on previous literature, that will also reviewing the literature will also give you a lot of idea about what type of topic you should be able to select. ഞാൻ ഇത് കുറച്ച് ബ്രോഡ് ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞെങ്കിൽ, ഈ പറയുന്ന പോയിന്റ്സ് ഓരോ ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്ത ടീച്ചറിനോട് ഡിസ്കസ് ചെയ്യുമ്പോൾ, നമ്മളുടെ സൂപ്പർവൈസിങ് ടീച്ചറിനോട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതൊക്കെ അതിനകത്ത് പെടുന്നുണ്ടോന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം സോൾവ് ആവും. ദെൻ ഫൈനലി വലിയൊരു പോയിന്റ് വരുന്നതാണ് റെലവൻസ്. ഓക്കെ, റെലവൻസ്. ഇപ്പൊ ഇവിടെ ഞാൻ ചെറിയൊരു കഥ പറയാം. ഞങ്ങളുടെ അതായത് എക്സ് എന്ന് പറഞ്ഞൊരു കോളേജ്, ഓക്കെ, എക്സ് എന്ന് പറഞ്ഞ വൈ എന്ന് പറഞ്ഞൊരു കോളേജ്. അപ്പൊ വൈ എന്ന് പറഞ്ഞൊരു കോളേജിൽ നല്ല മിടുക്കിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു.
നല്ല മിടുക്കി പെൺകുട്ടിയായിരുന്നു, ഡിഗ്രി ലെവലിലുള്ള കുട്ടിയായിരുന്നു. ആൻഡ് ഈ കുട്ടി ബയോഡൈവേഴ്സിറ്റി ഓഫ് എ പർട്ടിക്കുലർ പോണ്ട് അങ്ങനെ എന്തോ ഒരു വർക്കാണ് ചെയ്തത്. ഓക്കെ. ആൻഡ് പക്ഷെ ആ കുട്ടി ഫോക്കസ് ചെയ്തത് പ്ലാന്റ്സിലായിരുന്നു. അപ്പൊ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്ലാന്റ്സും ആനിമൽസും എല്ലാം വരും അല്ലെ. ആ കുട്ടി അവിടെ പോയി നോക്കി കഴിഞ്ഞപ്പം ആനിമൽസിനെ ഒന്നും കാര്യമായിട്ട് കണ്ടില്ല, അല്ലെങ്കിൽ സാമ്പിളിംഗ് ടെക്നിക്ക് ശരിയല്ലായിരിക്കാം. അവിടെ ഉണ്ടായിരുന്ന കുറെ അധികം പ്ലാന്റ്സിനെയൊക്കെ ആ കുട്ടി ഐഡന്റിഫൈ ചെയ്ത് അത് വെച്ച് നല്ലൊരു വർക്ക് ചെയ്തു. പക്ഷേ BSc സുവോളജിക്ക് വേണ്ടിയിട്ട് ആ ഒരു വർക്ക് സബ്മിറ്റ് ചെയ്തപ്പം വന്ന എക്സാമിനർ പറഞ്ഞു, യുവർ ടോപ്പിക് ഈസ് നോട്ട് റെലവെന്റ് ടു ദ സബ്ജക്ട്. It is a botany work. This is not a zoology work. So again, it is very important to discuss with your supervising teacher whether whatever work you are doing is relevant to your subject. Similarly, നമ്മൾ സർവേ ഒക്കെ ചെയ്യുമ്പോൾ അപ്പം കോവിഡ് ആൻഡ് ഇഫക്റ്റ് ഓഫ് കോവിഡ് ഓൺ സ്റ്റുഡൻസ്, ഡിപ്രഷൻ ഇൻ സ്റ്റുഡൻസ്, അങ്ങനെയൊക്കെയുള്ള വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റെലവൻസ് സുവോളജിയിലേക്കാണോ സോഷ്യൽ വർക്കിലേക്കാണോ സൈക്കോളജിയിലേക്കാണോ പോകുന്നത്. ഇനി സുവോളജിയിലേക്ക് പോകുന്നില്ലെങ്കിൽ എങ്ങനെ ആ ക്വസ്റ്റ്യൻസിനെ ഒന്ന് ചെറുതായി മോഡിഫൈ ചെയ്ത് നമുക്ക് സുവോളജിയിലേക്ക് ആക്കാൻ പറ്റും. അങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ സൂപ്പർവൈസിങ് ടീച്ചറായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കേണ്ടതാണ്. ദെൻ വി ഹാവ് ഗോട്ട് റെലവൻസ് ടു സൊസൈറ്റി. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്താലും ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ഇതുകൊണ്ട് എന്താണ് ഗുണം. സോ നാച്ചുറലി ദ എക്സാമിനർ വിൽ ഓൾവേസ് ആസ്ക്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലൊക്കെ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡിക്ക് എക്സ്ട്രാ മാർക്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നമ്മളൊരു വർക്ക് ചെയ്യുമ്പോൾ ചെറിയ വർക്കാണെങ്കിലും ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു റെലവൻസ്, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഔട്ട്കം ഉണ്ടാവുമോ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും നന്നായിരിക്കും. അതുപോലെ ഇപ്പൊ ഒന്നും പറ്റിയില്ലെങ്കിൽ ഈ ഒരു ബേസിക് സ്റ്റഡി വെച്ചുകൊണ്ട് നമുക്ക് ഫർദർ റിസർച്ച് ചെയ്ത് സൊസൈറ്റിക്ക് ഗുണം ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് നന്നായിരിക്കും. സോ ദീസ് ആർ സർട്ടൻ പ്രിക്കോഷൻസ് ഓർ ഡൂസ് ഓർ ഡോൺസ് വിച്ച് യു കുഡ് കീപ് ഇൻ യുവർ മൈൻഡ് വെൻ യു സ്റ്റാർട്ട് സെലക്ടിങ് എ ടോപ്പിക്. So now we have covered a basic introduction of research, why undergraduate research, then what is the formal undergraduate research which you are pursuing, and again selecting research topics. അപ്പം അത് ചെയ്യുമ്പം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാതിരിക്കുക. ഇനി അടുത്തൊരു ഇത് വരുന്നതെന്ന് വെച്ചാൽ എഗെയിൻ സെലക്ഷൻ ഓഫ് റിസർച്ച് ടോപ്പിക് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ്. സോ ഐ എം ഗോയിങ് ടു ഗിവ് യു സം പ്രോബബിൾ ഐഡിയാസ്. കുറച്ച് എൻ്റെ സ്റ്റുഡൻസിന്റെ എക്സ്പീരിയൻസ് വെച്ചും എൻ്റെ എക്സ്പീരിയൻസ് വെച്ചും പിന്നെ കുറച്ച് അല്ലാതെ ജനറൽ ആയിട്ടുള്ള ഒരു ഇത് വെച്ചുകൊണ്ടും. സോ എസ്പെഷ്യലി കോവിഡ് കാലത്തൊക്കെ നമുക്ക് വന്നേക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം, ഈ ലോക്ക്ഡൌൺ ഒക്കെ വന്നപ്പം വന്നേക്കുന്ന പ്രോബ്ലം, വി ആർ അൺഏബിൾ ടു ഗോ ഔട്ട്സൈഡ് ടു കളക്ട് ഡാറ്റ. സോ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ എസ്പെഷ്യലി some universities have allowed for review papers to be accepted as a project. So technically speaking, it is not a research project. It is only a publication. അതായത് നമുക്ക് അതൊരു പേപ്പർ ആയിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റും. പക്ഷേ റിവ്യൂ പേപ്പർ എഴുതുവാണെങ്കിൽ, അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി അത് അലൗ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു റിവ്യൂ പേപ്പർ ആണ് നിങ്ങൾ നിങ്ങളുടെ പ്രോജക്റ്റ് ആയിട്ട് വെക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾക്ക് ഒത്തിരി അധികം അറിവ് ലഭിക്കും. ചിലപ്പം നല്ലൊരു ടോപ്പിക്കാണ് നമ്മൾ റിവ്യൂക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ കളക്ട് ചെയ്യുന്ന അറിവ് നമുക്ക് ഫർദർ MSc റിസർച്ചിനോ അല്ലെ PhD റിസർച്ചിനോ യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരാം. അതേപോലെ കാര്യമായിട്ട് പൈസ ചെലവൊന്നും ഇല്ലാതെ തന്നെ നമുക്കൊരു പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസർച്ചിനെ കുറിച്ച് പറയുമ്പോൾ ജസ്റ്റ് ഒരു പ്രോജക്ട് റിപ്പോർട്ട് വെക്കുക മാത്രമല്ല, പ്രീഡേറ്ററി അല്ലാത്ത റെപ്യൂട്ടഡ് ആയിട്ടുള്ള പബ്ലിഷേഴ്സിന്റെ ജേർണൽസിൽ നമ്മൾ ഇത് ഒരു ചെറിയൊരു ലേഖനമായിട്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. എഗെയിൻ പബ്ലിക്കേഷനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് വലിയ സയന്റിസ്റ്റുകളല്ല, ഏത് സ്റ്റുഡൻസിനും, ഏത് നല്ല സയൻസ് സ്റ്റുഡന്റിനും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഏറ്റവും എളുപ്പത്തിൽ ഇപ്പം പ്രോജക്റ്റിന് വേണ്ടിയിട്ട് തന്നെയല്ല, ഈ UG ഒക്കെ കഴിഞ്ഞിട്ട് PGക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് മുമ്പ് വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും നമുക്ക് ചെയ്ത് ഒരു ടീച്ചറിനെ കൂടെ കൂട്ടുപിടിച്ച് ഹെൽപ്പ് വാങ്ങി അവർക്കും ഓതർഷിപ്പ് കൊടുത്ത് നമുക്ക് നല്ലൊരു പേപ്പർ എഴുതാൻ പറ്റിയ ഒരു സംഭവമാണ് ഈ റിവ്യൂ പേപ്പർ എന്ന് പറയും. ഇപ്പൊ റിവ്യൂ പേപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു വർക്ക് അല്ല ചെയ്യുക. റാദർ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ടോപ്പിക് സെലക്ട് ചെയ്തതിന് ശേഷം ആ ടോപ്പിക്കിൽ ചെയ്തേക്കുന്ന എല്ലാ വർക്കുകളും, മാക്സിമം വർക്കുകൾ നമ്മൾ കളക്ട് ചെയ്യുക. എന്നിട്ട് അതിനെ നമ്മൾ ഒരു നല്ലൊരു ആർട്ടിക്കിളായിട്ട് നമ്മൾ എന്താ പറയാ സമ്മറൈസ് ചെയ്ത് കൊണ്ടുവരിക. സോ അതുപോലെ അതിന് ഓരോ വർക്കും ആരുടെ വർക്കാണോ ചെയ്യുന്നത് ആ വർക്കൊക്കെ നമ്മൾ സൈറ്റ് ചെയ്യുകയും വേണം. ഇപ്പം ഒരു എക്സാമ്പിൾ, ബയോഡൈവേഴ്സിറ്റി ആസ് എ മൾട്ടി ഡയമെൻഷണൽ കൺസ്ട്രക്ട്, ഇങ്ങനെ ഒരു പേപ്പർ ഉണ്ട് വിച്ച് ഈസ് ആക്ച്വലി ഗിവിംഗ് ഇറ്റ്സ് ഓൾസോ എ കേസ് സ്റ്റഡി ഓഫ് ഹെർബിവോറി ഇമ്പാക്ട്. സോ ഇതിന്റെ ലിങ്ക് ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. Let us see whether it will connect. Yeah, it's connecting.
സോ ഇപ്പം ഈ ഒരു പേപ്പർ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഓരോ സെന്റൻസും കഴിയുമ്പം ഇവിടെ ഒരു സൈറ്റേഷൻ കൊടുത്തേക്കുക 1 to 4 എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ എന്താ പറയാ ഈ ആൾക്കാരുടെ വർക്കാണ് ഇവിടെ നമ്മൾ കോട്ട് ചെയ്തേക്കണേ. അടുത്ത ഒരു സെന്റൻസ് എഴുതിയേക്കുന്നത് 5 to 8. അപ്പം ഈ വ്യക്തികൾ ഈ പറയുന്ന വ്യക്തികളുടെ വർക്കാണ് ഈ അടുത്ത സെന്റൻസിൽ കോട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരു 100-200ഓളം ആൾക്കാരുടെ വർക്ക് കോട്ട് ചെയ്ത് ഇത്രയും അധികം ആൾക്കാരുടെ വർക്ക് കോട്ട് ചെയ്ത് ഒരു സിംഗിൾ ലേഖനമായിട്ട് എഴുതിയേക്കുകയാണ്. ആൻഡ് ഇവിടെ അകത്ത് കൊടുത്തേക്കുന്ന ഓരോ സൈറ്റേഷൻസും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, അവസാനം റെഫറൻസസിൽ ആഡ് ചെയ്യുകയും ചെയ്യും. അതർവൈസ് ദാറ്റ് ഈസ് എ പണിഷബിൾ ഒഫൻസ്. പ്ലേജറിസം എന്നൊക്കെ നമ്മൾ എഗെയിൻ പഠിച്ചിട്ടുണ്ടാവും. അതായത് നമ്മളുടെ അല്ലാത്ത ഒരു കാര്യം നമ്മളുടേതാണ് എന്ന് പറഞ്ഞ് നമ്മൾ എടുത്തെഴുതുന്ന, അല്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ ഒരു വർക്കിനെ നമ്മളുടെ എന്ന് പറഞ്ഞ് ക്രെഡിറ്റ് വാങ്ങുന്ന അങ്ങനത്തെ ഒരു കോപ്പിയിങ്ങിനെയാണ് നമ്മൾ പ്ലേജറിസം എന്ന് പറയാം. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാരെ എന്തേലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർക്ക് നമ്മളുടെ ആർട്ടിക്കിളിൽ നമ്മൾ എഴുതുമ്പോൾ, അത് റിവ്യൂ ആർട്ടിക്കിൾ ആണെങ്കിലും നമ്മൾ പ്രോജക്ട് റിപ്പോർട്ട് ആണെങ്കിലും എപ്പോഴും നമ്മൾ അതിന് സൈറ്റേഷൻ കൊടുക്കണം. സൈറ്റേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സെന്റൻസ് ഇപ്പൊ മുകളിലേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഒരു സെന്റൻസ് ബയോഡൈവേഴ്സിറ്റി ഡിഫൈസ് ഈസി ഡെഫിനേഷൻ എന്ന് പറഞ്ഞ ഒരു സെന്റൻസ്, അതിൽ ഇപ്പൊ ഈ 1 എന്ന് പറയുന്നത് ഈ ഒരു സെന്റൻസ് അവർ ഡിറൈവ് ചെയ്തേക്കണേ ഈ 1 to 4 എന്ന് പറയുന്ന സ്റ്റഡീസിൽ നിന്നാണ്. അപ്പം ഓരോ ജേർണൽസിലും അല്ലെങ്കിൽ ഓരോ യൂണിവേഴ്സിറ്റീസും പല രീതിയിലായിരിക്കും സൈറ്റേഷൻ കൊടുക്കുക. ചിലർ പറയും ഇങ്ങനെ നമ്പർ കൊടുത്താൽ മതി, ചിലർ പറയും ഇങ്ങനെ ആ പേരും ഇയറും കൂടെ കൊടുക്കാൻ പറയും. അങ്ങനെ ഓരോ രീതിയിൽ നമുക്ക് സൈറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും അതിന് വേണ്ടിയിട്ടും വേറെ ഒരു 1 hour ക്ലാസ് എടുക്കേണ്ടതാണ്, കാരണം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സൈറ്റേഷൻസ് ഉണ്ട്. ആൻഡ് ആ 1 to 4 ഇവിടെ താഴെ റെഫറൻസസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1 to 4 ഇവിടെ താഴെ റെഫറൻസസിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ 68ഓളം പേപ്പേഴ്സ് ആണ് ഈ ഒരു ലേഖനത്തിൽ അവര് എന്ത് ചെയ്തേക്കുന്നത്, സൈറ്റ് ചെയ്തേക്കുന്നത്. Okay, so this is an example. I hope I have come back to the presentation. Okay, so this is an example. This is another example of a review paper, a systematic review of literature about the effect of COVID-19 pandemic on the lives of school children. ഇത് ഡോക്ടേഴ്സ് എഴുതിയേക്കുന്ന ഒരു പേപ്പറാണ്. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്കും വേണമെങ്കിൽ ഒരു റിവ്യൂ പേപ്പർ അപ്രോച്ചിലേക്ക് പോകാൻ സാധിക്കും. Then another approach is നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? Am I audible there? കേൾക്കാം. Okay, thank you. കാരണം ഈ talking to the screen, that is one of the negatives. Suddenly, maybe we will be sitting here in the room and taking a very, spirited class, and everybody is like, boy. So anyway, coming back to the next approach, see, there is a lot of scope for biodiversity studies. പൊതുവെ എസ്പെഷ്യലി ബീയിങ് എ ഇക്കോളജിസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് എനിക്ക് ഏറ്റവും വിഷമം വരുന്നത്, ഈവൻ നമ്മൾ സ്റ്റുഡൻസിനോട് നമുക്ക് ബയോഡൈവേഴ്സിറ്റി സ്റ്റഡി ചെയ്യാമെന്ന് പറയുമ്പോൾ എന്തോ ഒരു കുറവ് പോലെയാണ് കാണുന്നത്. കാരണം എങ്ങനെ ഒരു ബയോഡൈവേഴ്സിറ്റി സ്റ്റഡി ചെയ്യണം എന്നറിയാത്തത് കൊണ്ട് പലരുടെയും വിചാരം എന്താന്ന് വെച്ചാൽ ജസ്റ്റ് പുറത്തോട്ട് പോയിട്ട് അവിടെയുള്ള ജീവികളെ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ അവരെ കുറിച്ച് അറിയാവുന്ന ഒരു പേര് എഴുതിയിട്ട് വരുന്നതാണ് ബയോഡൈവേഴ്സിറ്റി സ്റ്റഡി. അല്ലെങ്കിൽ ഫോട്ടോ എടുത്താൽ ഗൂഗിൾ വെച്ചിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് അവസാനിക്കുന്നതാണ് ബയോഡൈവേഴ്സിറ്റി സ്റ്റഡി. പക്ഷെ അങ്ങനെയല്ല. ഒത്തിരി അധികം കോംപ്ലെക്സ് ആയിട്ട് നമുക്ക് ബയോഡൈവേഴ്സിറ്റി സ്റ്റഡീസ് ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം നമ്മൾ പറഞ്ഞത് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ആ റീജിയനിലെ ആനിമൽസിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓൺലി എ ചെക്ക് ലിസ്റ്റ്. ഇത് വെച്ചുകൊണ്ട് നമ്മൾക്ക് ഇക്കോളജിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ലൈക്ക് ഇപ്പം ആൽഫ ഡൈവേഴ്സിറ്റി ഇൻഡീസസ് ഉണ്ട്, ബീറ്റ ഡൈവേഴ്സിറ്റി ഇൻഡീസസ് ഉണ്ട്, ഇത് കൂടാണ്ട് ജാക്ക് നൈഫിംഗ് ഉണ്ട്. അങ്ങനെ ഒത്തിരി അധികം അനാലിസിസുകളുണ്ട്. അതിനെക്കുറിച്ചൊന്നും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആരും പഠിക്കുന്നത് തന്നെയില്ല. പക്ഷേ സംതിങ് എക്സ്ട്രാ നിങ്ങളുടെ ടീച്ചറിന്റെ സഹായത്തോടെ നമ്മൾ പ്രോപ്പറായിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റ ആണെങ്കിൽ അതിനൊപ്പം ഈ സ്റ്റാറ്റിസ്റ്റിക്സും കൂടെ ഇൻവോൾവ് ചെയ്യാമെങ്കിൽ നല്ലൊരു പേപ്പർ ആക്കാൻ പറ്റും. അതുപോലെ ജസ്റ്റ് ഒരു റീജിയനിലെ ആനിമൽസിന്റെ ലിസ്റ്റ് മാത്രം എടുക്കാതെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഹാബിറ്റാറ്റ്സിനെ കമ്പയർ ചെയ്യാം. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ കൊട്ടിയം കോളേജ് ആൻഡ് ചെങ്ങന്നൂർ കോളേജ് ആർ ഓൾറെഡി ഹാവിംഗ് എ കൊളാബറേഷൻ. സോ വൈ ഡോണ്ട് ഇപ്പം ഒരു ഗ്രൂപ്പ് ചെങ്ങന്നൂർ കോളേജിലെ കുട്ടികൾ ചെങ്ങന്നൂർ റീജിയനിലെ ബട്ടർഫ്ലൈസിന്റെ ഒരു ഡാറ്റ കളക്ഷൻ എടുക്കുകയാണ്. കൊട്ടിയം കോളേജിലെ ഒരു ഗ്രൂപ്പും അവിടുത്തെ ആ കൊട്ടിയം റീജിയനിലെ
ബട്ടർഫ്ലൈസിന്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണ്. രണ്ടും കുറച്ച് ദൂരമുള്ള സ്ഥലമാണെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. സോ ആ രണ്ട് റീജിയന്റെ ഒരു നല്ല കമ്പാരിസൺ നടത്താൻ പറ്റും. എഗെയിൻ ചെങ്ങന്നൂർ ആണെങ്കിലും കൊട്ടിയം ആണെങ്കിലും അവിടെയും പല മൈക്രോ ഹാബിറ്റാറ്റ്സ് ഉണ്ടാവാം, ഹ്യൂമൻ അൾട്ടേർഡ് ഹാബിറ്റാറ്റ്സ് ഉണ്ടാവാം, ഹ്യൂമൻ ജനറേറ്റഡ് ഹാബിറ്റാറ്റ്സ് ഉണ്ടാവാം, ലൈക്ക് ഗാർഡൻസ്, അഗ്രോ ഇക്കോസിസ്റ്റംസ് എക്സെട്ര. സോ അങ്ങനെ മുന്നേ കൂട്ടി സെറ്റ് ചെയ്തിട്ട് ഇഫ് യു ക്യാൻ കമ്പയർ ദോസ് സിസ്റ്റംസ്, that can also generate a lot of time or a lot of data. Again, comparison of time. Okay, മോർണിംഗില്, ഈവനിങ്ങില്, നൈറ്റില്, കമ്പാരിസൺ ഓഫ് സീസൺസ് പലപ്പോഴും ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അടുത്ത ബാച്ച് തൊട്ടിട്ടൊക്കെ വേണമെങ്കിൽ സെക്കൻഡ് ഇയർ കഴിയുമ്പോഴത്തേനും നമ്മളൊരു പ്രോജക്റ്റിന്റെ ടോപ്പിക് കൊടുക്കുവാണെങ്കിൽ ഒരു 1 year ഉള്ള ഡാറ്റ പലപ്പോഴും കുട്ടികൾക്ക് കിട്ടും. ദെൻ എഗെയിൻ ബയോഡൈവേഴ്സിറ്റിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വർക്ക് അപ്രോച്ച് ചെയ്യുമ്പം ഒരു സിംഗിൾ ഓർഗാനിസത്തിനെ ഫോക്കസ് ചെയ്ത് അതിന്റെ ലൈഫ് സൈക്കിൾ, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതിന്റെ ബയോണോമിക്സ് വേണമെങ്കിൽ പഠിക്കാം. അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ്, ലൈക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ സ്പൈഡേഴ്സ്, അല്ലെങ്കിൽ സ്പൈഡേഴ്സിൽ തന്നെ വെബ് ബിൽഡേഴ്സ്, അങ്ങനെ ഒരു ഗിൽഡ് ആയിട്ട് വേണമെങ്കിൽ എടുത്ത് പഠിക്കാം. അല്ലെങ്കിൽ സ്റ്റോക്കേഴ്സ്, അങ്ങനെ ഒരു ഗിൽഡ് ആയിട്ട് പഠിക്കാം. അല്ലെങ്കിൽ ഞാൻ എന്റെ PhD ചെയ്തതുപോലെ ഒരു ഇക്കോസിസ്റ്റത്തിനെ ഫോക്കസ് ചെയ്യാം. അപ്പം അവിടെ നമ്മൾ ഒരു ജീവിനെ അല്ല, ആ ഇക്കോസിസ്റ്റത്തിൽ കാണുന്ന എല്ലാ ജീവികളെയാണ് ഫോക്കസ് ചെയ്യുക, അല്ലെ അവിടുത്തെ ഇന്ററാക്ഷൻസ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ദാറ്റ് ക്യാൻ ബി ഡൺ ദർ. ദെൻ പല തരത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ബട്ടർഫ്ലൈസിന്റെ തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, കൊട്ടിയത്ത് കാണുന്ന മൈക്രോ ഹാബിറ്റാറ്റ്സും ചെങ്ങന്നൂർ കാണുന്ന മൈക്രോ ഹാബിറ്റാറ്റ്സിലും നമ്മൾ ലിസ്റ്റുകൾ എടുത്തു കഴിഞ്ഞപ്പം ഇന്ന സ്പീഷീസ് ഉണ്ടോ ഇല്ലയോ, ദാറ്റ് ഇസ് പ്രസൻസ് ഓർ ആബ്സെൻസ്. നെക്സ്റ്റ് സ്റ്റെപ്പ് അബണ്ടൻസ് ആണ്. അബണ്ടൻസ് എന്ന് പറയുമ്പോൾ ഓരോ സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ട്. ആൻഡ് ഓൾ ഓഫ് ദിസ് ക്യാൻ ബി പുട്ട് ഇൻ ടു സോ മെനി സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആൻഡ് ഇറ്റ് വിൽ ഗിവ് യു വണ്ടർഫുൾ ഡാറ്റ. ദെൻ ഡെൻസിറ്റി, പലപ്പോഴും നമ്മൾ ഈ നമ്പേഴ്സിന് പകരം ഡെൻസിറ്റി ആവും എടുക്കുക, റിലേറ്റീവ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും എടുക്കുക, സ്റ്റാറ്റിസ്റ്റിക് ആയിരിക്കും എടുക്കുക. ബിഹേവിയർ പഠിക്കാൻ പറ്റും. ഇപ്പൊ കൊട്ടിയത്തുള്ള ബേർഡ്സും ചെങ്ങന്നൂരുള്ള ബേർഡ്സും തൃശ്ശൂരുള്ള ബേർഡ്സും ഒരേപോലെയാണോ ബിഹേവ് ചെയ്യുന്നത്? പറയാൻ പറ്റത്തില്ല അല്ലെ. ഇപ്പം ഒരു വെരി ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ ഒരു സ്റ്റുഡന്റ് ജസ്റ്റിൻ, നൗ ഫോർച്ചുനേറ്റ്ലി or unfortunately he is placed in South Indian Bank. So MSc he did a very wonderful study, that is behavioral differences in tourist spots of bonnet macaque, നമ്മുടെ സാധാരണക്കാരന് നമ്മുടെ കുരങ്ങൻ. സോ ആതിരപ്പള്ളി വാഴച്ചാൽ പോലത്തെ തിരക്കുള്ള സ്ഥലങ്ങളും അതുപോലെ അത്ര തിരക്കില്ലാത്ത നേര്യമംഗലം, ഓറഞ്ച് എസ്റ്റേറ്റ്, അങ്ങനെ കുറച്ച് ഉള്ളിലോട്ടുള്ള റീജിയൻസിലൊക്കെ അങ്ങനെ കുറച്ച് റീജിയൻസ് എടുത്തിട്ട് ജസ്റ്റിനൊരു സ്റ്റഡി ചെയ്ത് നോക്കി. എന്റെ തൊട്ട് ജൂനിയർ ആയിട്ടുള്ള ഷോൺസറിന്റെ ഗൈഡൻസിലായിരുന്നു ചെയ്തത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ആൾക്കാർ അധികം പോകാത്ത സ്ഥലത്തേക്ക് ഈ ബോണറ്റ് മെക്കാക്സ് ഒരു നോർമൽ ലൈഫ്, ഒരു വൈൽഡ് ലൈഫ് ജീവിക്കുകയും ഈ ടൂറിസ്റ്റ് കൂടുതൽ പോകുന്ന സ്ഥലങ്ങളിലേക്ക് പ്ലാസ്റ്റിക്കിന്റെ സൗണ്ട് കേട്ടാൽ പോലും അവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. കാരണം ടൂറിസ്റ്റ് ഈ പ്ലാസ്റ്റിക്കിന്റെ കവറിലാണ് ഇവരെ ഫീഡ് ചെയ്യുന്നത് പലപ്പോഴും. അപ്പൊ അങ്ങനെ കുറെ അഗ്രഷൻ, ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ. ഇറ്റ് വാസ് സംതിങ് വെരി സിമ്പിൾ, ബട്ട് ഹി ജസ്റ്റിൻ വാസ് ഏബിൾ ടു ഡു എ ഗുഡ് ഇനഫ് ബിഹേവിയറൽ സ്റ്റഡി. ഒരു ഇത്തോഗ്രാം ഒക്കെ ഉണ്ടാക്കി ഹി വാസ് ഏബിൾ ടു ഡു സംതിങ് റിയലി ഗുഡ്. And he was able to present കേരള യൂണിവേഴ്സിറ്റിയിലും 1-2 യൂണിവേഴ്സിറ്റീസിലൊക്കെ പ്രസന്റ് ചെയ്തിരുന്നു. അത് എല്ലാ കുട്ടികളും ചെയ്യാറുണ്ട്, അത് നിങ്ങളും ചെയ്യണം. ദെൻ ഇതേപോലെ നമ്മളിപ്പോ ഒരു ബയോഡൈവേഴ്സിറ്റി ലെഡ്ജർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സ്പീഷീസിന് ചില പ്രത്യേകതകൾ ഉണ്ടാവാം. എൻഡമിസിറ്റി ഉണ്ടാവാം, എൻഡമിക് ആയിട്ടുള്ള ഉണ്ടാവാം, റെയർ ആൻഡ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഉണ്ടാവാം, എക്സോട്ടിക്സ് ഉണ്ടാവാം. പലപ്പോഴും നമുക്ക് ഇപ്പം ZSIക്കോ അല്ലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനോ ഒരു സ്ഥലത്തുള്ള ജൈവ വൈവിധ്യത്തെ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു പാമ്പ് ഒരു വെരി എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ഒരു സ്നേക്ക് ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ അതിന്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്, ഓ ഇതൊരു റെയർ സ്പീഷീസ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആയിരുന്നു. ഓക്കെ, അല്ലെങ്കിൽ പലപ്പോഴും ഇപ്പൊ നമ്മൾ കേൾക്കുന്നുണ്ട് റെഡ് ഇയേർഡ് ടേർട്ടിൽ, നമ്മുടെ കോൾ പാടങ്ങളിലേക്കൊക്കെ കയറി വരുന്ന ഒരു പ്രത്യേകതരം ആമ. അപ്പം ഇത് എക്സോട്ടിക് ആണ്. ഈ എക്സോട്ടിക് സ്പീഷീസ് ഇവിടെ വന്ന ആകെ മൊത്തം പ്രശ്നം ഉണ്ടാക്കുക. അല്ലെങ്കിൽ ആഫ്രിക്കൻ ഒച്ച്. അപ്പൊ പലപ്പോഴും ചിലപ്പം നമ്മളുടെ ഒരു ജാഗരൂകതയായിരിക്കാം നമ്മളുടെ ഒരു എൻറ്റയർ റീജിയനെ ഈ ഒരു അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുക. സോ അങ്ങനെ ഒത്തിരി സിഗ്നിഫിക്കൻസസ് അതിന് വരുന്നുണ്ട്. എഗെയിൻ നമ്മൾ കേൾക്കാറുണ്ട് ഒരു ജീവി ബയോഡൈവേഴ്സിറ്റി ഇൻഡിക്കേറ്റർ ആണ്. പക്ഷെ ക്യാൻ യു പ്രൂവ് ഇറ്റ്? Of course you can prove it. Like if you're taking a particular species and you are also looking at its the environmental parameters there, like temperature, humidity, or whatever that is an indicator for, then you are actually able to prove the hypothesis that ee oru species inna സ്ഥലങ്ങളിൽ മാത്രമേ കാണുള്ളൂ, മറ്റു സ്ഥലങ്ങളിൽ കാണുന്നില്ല. അല്ലെങ്കിൽ you can disprove the hypothesis.
ദെൻ എഗെയിൻ ഇത് കൂടാണ്ട് ഇപ്പൊ ആഫ്രിക്കൻ ഒച്ച എന്നൊക്കെ പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള പെസ്റ്റുകൾ, വെക്ടേഴ്സ്, ഇപ്പൊ കൊതുക് തന്നെ, ഇപ്പൊ അനോഫിലിസ് എവിടെയാണ്, അല്ലെ ഈഡിസ് എവിടെയാണ്, ഇത് ഏത് സ്പീഷീസ് ആണ്, സോ മെനി തിങ്സ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ജസ്റ്റ് ബൈ ഡൂയിങ് ദിസ് just by making a biodiversity ledger and doing something extra with it. പക്ഷേ എഗെയിൻ നമ്മൾ വെറുതെ പോയിട്ട് ആനിമൽസിന്റെ ലിസ്റ്റ് എടുത്ത് വരില്ല. അതൊക്കെ ചെയ്യാൻ ഒരു മെത്തഡ് ഉണ്ട്. വേർ യു സെലക്ട് എ ഗ്രിഡ്, ഒരു മാപ്പ് ഉണ്ടാക്കി ആ മാപ്പിൽ ഗ്രിഡ് വരച്ചു. ആ ഗ്രിഡിൽ ഏതൊക്കെയാണ് നമ്മുടെ സാമ്പിളിംഗ് യൂണിറ്റ്സ്, ഇതൊക്കെ നമ്മൾ മുന്നേ കൂട്ടിയിട്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം അവിടെ പോയി പൈലറ്റ് സ്റ്റഡി നടത്തി. ഏത് മെത്തേഡ് വെച്ച്, ടൈം കൺസ്ട്രെയിൻഡ് ആണോ, ഏരിയ കൺസ്ട്രെയിൻഡ് ആണോ, ഇങ്ങനെയുള്ള മെത്തേഡ്സ് ഒക്കെ മുന്നേ ടീച്ചേഴ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി ഡാറ്റ ഒരു 3-4 മാസം കളക്ട് ചെയ്ത് കൊണ്ടുവരികയും ആ ഡാറ്റ വേണം നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിനും ഫർദർ സ്റ്റഡീസിനും ഒക്കെ വിധേയപ്പെടുത്താൻ. സോ ലോട്ട് ഓഫ് തിങ് ക്യാൻ ബി ഡൺ ഫോർ ബയോഡൈവേഴ്സിറ്റി, ബിഹേവിയർ ആൻഡ് ഇക്കോളജി സ്റ്റഡീസ് ഓൾസോ. Then another probable approach is questionnaire studies which are done as a survey. Ipo especially namukku Google Forms um WhatsApp okke ullappam namukku ottiri adhigam കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ ചില ഹെൽത്ത് കണ്ടീഷൻസ് അല്ലെങ്കിൽ ചില ലൈഫ് സ്റ്റൈൽസും ഹെൽത്ത് കണ്ടീഷൻസും അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ്, ഇപ്പൊ വാക്സിനേഷനോട് ഉള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, അണ്ടർലൈങ് റിലേഷൻഷിപ്സ്, ഇപ്പം സെക്കൻഡ് തേർഡ് വേവ് ആയി അല്ലെ നമുക്ക് ഈ ഒരു കോവിഡ്. അപ്പം ഈ തേർഡ് വേവില് പല സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചപ്പം എനിക്ക് മനസ്സിലായത് പീപ്പിൾ ഹു ആർ ഗെറ്റിംഗ് അഫക്റ്റഡ് വിത്ത് കോവിഡ്, അവരുടെ മെൻസ്ട്രൽ സൈക്കിൾ, ഞാൻ സ്ത്രീകളുടെ കാര്യം പറഞ്ഞ, അവരുടെ മെൻസ്ട്രൽ സൈക്കിൾ ആൽട്ടേർഡ് ആവുന്നുണ്ട്. അപ്പൊ പലരും അനക്ഡോട്ടൽ ആയിട്ട് പറയുകയാണ്, ലൈക്ക് ഇറ്റ് ബിക്കെയിം ലേറ്റ് ഓർ ഇറ്റ് വാസ് ഏർലി ഓർ ഇറ്റ് ഈസ് വെരി സ്കാൻറ്റി, അങ്ങനെ പല കാര്യങ്ങൾ പറയാണ്. പക്ഷെ ഞാൻ ലിറ്ററേച്ചർ സർവേ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പം അതിനെക്കുറിച്ച് കാര്യമായിട്ട് ഒരു വർക്കൊന്നും ഇല്ല. ദർ ഇസ് നോ സയന്റിഫിക് പ്രൂഫ് that getting affected by COVID will have an effect on your menstrual cycle. But it could be because there are no works done on it, no survey done on it. So why could we not do a survey on that? Is it not? Again, നമ്മൾ ലോങ് കോവിഡിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, പോസ്റ്റ് കോവിഡ് ഇഫക്റ്റിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. സോ ദീസ് ആർ ഓൾ കണക്റ്റഡ് വിത്ത് ഹെൽത്ത് കണ്ടീഷൻസ്. പക്ഷെ ക്വസ്റ്റ്യനർ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്കുകൾ ചെയ്യുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എസ്പെഷ്യലി ഹ്യൂമൻ സബ്ജക്ട്സ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ എത്തിക്കൽ റൂൾസ് ഉണ്ട്. എസ്പെഷ്യലി ദ പ്രൈവസി ഓഫ് ദ person, the respondent. Again, you have to make sure that only adults are included in the, അതായത് 18 വയസ്സിന് മേലെയുള്ള ആൾക്കാരോട് മാത്രമേ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇപ്പൊ അതിന്റെ താഴെയുള്ള കുട്ടികളോടാണ് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ അതിന് സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ വേണം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യനർ എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ 4 ചോദ്യം ചോദിക്കുന്നതല്ല, ആ ക്വസ്റ്റ്യനറിന് വേണ്ടിയിട്ട് ഒരു ഡിസൈൻ ഉണ്ട്, അതിനൊരു വലിയ മെത്തഡ് ഉണ്ട്. അപ്പൊ അതൊക്കെ പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യന്റെ സഹായത്തോടെ വേണം നമ്മൾ ഡിസൈൻ ചെയ്യാൻ. അല്ലെങ്കിൽ ഉണ്ടാവുന്നത്, ഈ ഡാറ്റ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയും പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയതുപോലെ, അല്ലെങ്കിൽ കുരങ്ങനെ പൂമാല കിട്ടിയതുപോലെ എന്ന് പറയും. കാരണം കുറെ ഇൻഫർമേഷൻ ഉണ്ടാവും, അത് നമുക്ക് ഒരു അനാലിസിസിനും വിധേയപ്പെടുത്താൻ പറ്റിയെന്ന് വരില്ല. അപ്പം സ്കെയിൽ മെത്തഡിൽ വേണോ? സ്കെയിൽ മെത്തഡ് എന്ന് പറഞ്ഞാൽ 0 to 1, സാറ്റിസ്ഫാക്ടറി, പുവർ, ഗുഡ്, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന സ്കെയിൽ മെത്തഡ് വേണോ, അല്ലെങ്കിൽ യെസ് നോ ആൻസർ വേണോ? അതൊക്കെ നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനോട് മുന്നേ കൂട്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ട് വേണം നമ്മൾ നല്ലൊരു ക്വസ്റ്റ്യനർ ഡിസൈൻ ചെയ്യാൻ. പലപ്പോഴും പല ടീച്ചേഴ്സിന്, നിങ്ങളുടെ ടീച്ചേഴ്സിന് തന്നെ സ്റ്റാറ്റിസ്റ്റീഷ്യന്റെ സഹായം ഇല്ലാതെ തന്നെ നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. അപ്പൊ ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് ആദ്യം ഡിസൈൻ ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ അതിനെ കുറച്ച് ഒരു 10-20 ക്വസ്റ്റ്യനിലേക്ക് കുറയ്ക്കുന്നതാണ് നല്ലത്. കാരണം ആർക്കും ഗൂഗിൾ ഫോം ഒന്നും ഫില്ല് ചെയ്യാൻ ഇപ്പം വലിയ ഇഷ്ടമില്ല. ദെൻ അത് കൂടാണ്ട് നമ്മൾ പല എക്സ്പെരിമെന്റ്സും ചെയ്യാറുണ്ട്. ഇപ്പൊ ലാബിൽ നമ്മൾ ചെയ്യാറുണ്ട്, വീട്ടിലും നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പം കുറച്ച് മുന്നേ ഞാൻ കാണിച്ചിരുന്ന ഒരു ഹെഡിങ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ, ഇത് കഴിഞ്ഞ കൊല്ലം, അതായത് ഇപ്പൊ പാസ് ഔട്ട് ആയി പോയ എന്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ വീട്ടിലിരുന്ന് ചെയ്ത ഒരു വർക്കാണ്. കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് ആൻഡ് റിപ്പലിംഗ് എബിലിറ്റി ഓഫ് സെലക്ടഡ് നാച്ചുറൽ സബ്സ്റ്റൻസസ് ഫോർ ഡെവലപ്പിംഗ് എ കോസ്റ്റ് ഇഫക്റ്റീവ് ഇക്കോ ഫ്രണ്ട്ലി ആൻഡ് റിപ്പലന്റ്. കാരണം ഒരു ദിവസം ഞാൻ വെറുതെ ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ എന്റെ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ ഫ്ലാറ്റിലാണ്, ടൗണിലാണ്, എന്നിട്ടും കൂടെ കൂടിയിട്ട് നിറയെ ഉറുമ്പുശല്യാണ്. അപ്പൊ അവര് ചോദിച്ചു, മിസ് എന്താ ചെയ്തേ? അപ്പൊ ഞാൻ പറഞ്ഞു, നീം ഓയിൽ തേക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ റെന്റഡ് ഹൗസ് ആയതുകൊണ്ട് ഇറ്റ് വിൽ സ്പോയിൽ ദ വാൾസ്. അപ്പൊ ഞാൻ വേറെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഓരോ കുട്ടികളും ഇതുപോലെ കുറച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു.
And then what we did was നാട്ടറിവ് വെച്ചുകൊണ്ട് തന്നെ, അതായത് ചിലർ പറഞ്ഞു ആവണക്കെണ്ണ, ചിലർ നീം ഓയിൽ, ചിലർ പറഞ്ഞു നമുക്ക് പൈറത്തറോയിഡ്സ്, അതായത് ജമന്തി പൂവിന്റെ ഒരു എക്സ്ട്രാക്ട് ഉണ്ടാക്കാം. ആൻഡ് അങ്ങനെ ഒരു ജസ്റ്റ് ഓഫ് ഹാൻഡ് ഡിസ്കഷനിൽ തുടങ്ങിയ ഒരു പ്രോജക്റ്റ് ആയിരുന്നു. ഓഫ് കോഴ്സ് വീട്ടിൽ ചെയ്തത് കൊണ്ട് തന്നെ അതിന്റെ റെപ്ലിക്കേഷൻസും അതിന്റെ റിസർച്ച് ഡിസൈനും ഒന്നും അത്ര ഫിറ്റ് ആയില്ല. പക്ഷെ വി വർ ഏബിൾ ടു ഡു, ദ സ്റ്റുഡൻസ് വർ ഏബിൾ ടു ഡു എ ഗുഡ് ഇനഫ് പ്രോജക്ട്. ആൻഡ് അതിൽ നിന്ന് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ഏതൊക്കെയായിരുന്നു എന്ന് ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു. അതിന്റെ നീം ഓയിൽ നല്ല ഇഫക്റ്റീവ് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. റിപ്പീറ്റഡ് ആയിട്ട് നീം ഓയിലിന്റെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ ആഫ്റ്റർ സം ടൈം ഉറുമ്പുകൾ അങ്ങോട്ട് വരില്ല എന്നും കുട്ടികൾ അവർ പറഞ്ഞ് ചെയ്തു. അപ്പം എഗെയിൻ ഓൺലൈൻ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് കുട്ടികൾ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഐ യൂസ് ടു ടെൽ ദം ദാറ്റ് നിങ്ങൾ ചെയ്യുന്ന വർക്ക് വീഡിയോ എടുക്കുക, വീഡിയോ എടുത്തിട്ട് എനിക്ക് അതിന്റെ ലിങ്ക് അയച്ചു തരിക, മൂഡിലേക്ക് പേസ്റ്റ് ചെയ്യുക. അങ്ങനെയായിരുന്നു അത് ചെയ്തത്. ആൻഡ് ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് പെർഫെക്റ്റ്, ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് ടോപ്പ് ലെവൽ, ഐ വാസ് ഹാപ്പി ദാറ്റ് അവർക്ക് അങ്ങനെ വീട്ടിലിരുന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റി. കാരണം ഏറ്റവും കൂടുതൽ കോവിഡ് എഫക്ട് ചെയ്ത ഒരു ബാച്ച് ആയിരുന്നു അത്. സോ അങ്ങനെയുള്ള ചില ഇഷ്യൂസ്, അങ്ങനെയൊക്കെയുള്ള ചില നമ്മളുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ചില സിമ്പിൾ പ്രോബ്ലംസ് നമുക്ക് ഇങ്ങനെയുള്ള ചില ലാബ് എക്സ്പെരിമെന്റ്സിൽ, വീട്ടിലെ ചില എക്സ്പെരിമെന്റ്സ് വെച്ച് ചെയ്യാൻ പറ്റും. എഗെയിൻ അഡൾട്രേഷൻ ഇൻ മിൽക്ക്. ഇപ്പൊ നമുക്ക് തന്നെ സംശയമാണ്, പാക്കറ്റ് മിൽക്ക് വാങ്ങണോ അല്ലെ സോയ് മിൽക്ക് വാങ്ങണോ? ഇപ്പോഴത്തെ ഒരു പുതിയ ട്രെൻഡാണ് അല്ലെ, സോയ് മിൽക്ക്, ഓട്സ് മിൽക്ക്. അപ്പൊ നമ്മൾ പശുവിന്റെ പാല് വാങ്ങണോ ആ പാല് വാങ്ങണോ? അങ്ങനെയൊക്കെ നമുക്ക് പലപ്പോഴും ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാവാം. അതേപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന ഫുഡിൽ പെസ്റ്റിസൈഡ്സ് ഉണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഹാംഫുൾ കണ്ടന്റ് ഉണ്ടോ, ഹെവി മെറ്റൽസ് ഉണ്ടോ? അപ്പം കെമിസ്ട്രി ലാബിലോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ സുവോളജി ലാബിൽ സിമ്പിൾ ആയിട്ടുള്ള പ്രോട്ടോകോൾസ് യൂസ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചില എക്സ്പെരിമെന്റ്സ് ചെയ്യാം. ആൻഡ് അങ്ങനെ ഫുഡ് അഡൾട്രേഷൻ അല്ലെങ്കിൽ കമ്പാരിസൺ ഓഫ് ബയോ കമ്പോണൻസ് അല്ലെങ്കിൽ കമ്പാരിസൺ ഓഫ് കാലോറിഫിക് വാല്യൂ, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി വർക്കുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഇപ്പം ഞാനിവിടെ ഇതൊരു ജസ്റ്റ് റിപ്രസെന്റേഷന് വേണ്ടിയിട്ടാണ്. ലാസിയോ ക്യാമ്പഡെ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ പെടുന്ന നിശാശലഭങ്ങൾ, അതായത് മോത്സ് ആണ്. അപ്പം ഈ പുഴുക്കളെ കാണുമ്പോഴേ നമുക്കറിയാം നമ്മൾ ആരും അടുത്തേക്ക് പോവില്ല, കടം ചൊറിയും അല്ലെ. പല ആൾക്കാരും പറയുന്നത് ചൊറിയുന്നതിന്റെ റീസൺ ഇതിന് മുകളിലെല്ലാം ഈ രോമങ്ങൾ ഉള്ളത് കൊണ്ടാണെന്ന്. എഗെയിൻ ഈ മോത്സിന്റെ ശരീരത്ത് ഒരു പൊടി ഉണ്ടാവും, നമുക്കറിയാം. അത് നമ്മളുടെ ബോഡിയിലേക്ക് വീണാലും പലപ്പോഴും നമുക്കൊരു ചെറിയൊരു ബേണിംഗ് സെൻസേഷൻ ഒക്കെ ഉണ്ടാവാറുണ്ട്. സം പീപ്പിൾ ആർ വെരി അലർജിക് ഓൾസോ. നോട്ട് ഓൺലി ലാസിയോ ക്യാമ്പഡെ, മെനി മോത്ത് ഗ്രൂപ്സ് കോസ് ദിസ് പ്രോബ്ലം. സോ വാട്ട് ഈസ് ദ കോസ് ഓഫ് ദാറ്റ്? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദാറ്റ്? So there are many reasons. One simple reason is, see, these caterpillars, they feed on many plants, and these plants have got many contents like alkaloids, phenols, etc. And they are very vitriolic. Adu korchu corrosive aanu. So caterpillars endu cheyum, adakke avaru imbibe cheyum. Adu it's sort of a co-evolution. Endinana avaru imbibe cheyyunnathu? So that avare kadikkan varunnovare attack cheyan vendite. So some remnants, they will stay inside the caterpillars and may also be transferred to the adult also. അപ്പം ഇതൊരു ഹൈപ്പോത്തസിസ് ആണ്, അതായത് മുന്നേ ഉള്ള അറിവ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്, പക്ഷെ ചെക്ക്ഔട്ട് ചെയ്തിട്ടില്ല. വി ക്യാൻ ഓൾവേസ്, കുറച്ച് നമുക്ക് ഫണ്ടിങ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ പ്ലാന്റ് എക്സ്ട്രാക്ട്സ് ചെക്ക്ഔട്ട് ചെയ്തു, അതേ എക്സ്ട്രാക്ട്സ് ഈ പറയുന്ന ജീവികളിൽ ഉണ്ടോ എന്ന് ചെക്ക്ഔട്ട് ചെയ്താൽ യു കുഡ് ഹാവ് എ വെരി സൂപ്പർ പ്രോജക്ട്. Is it not? സോ അങ്ങനെ ഒത്തിരിയധികം സിമ്പിൾ എക്സ്പെരിമെന്റ്സ് അല്ലെ കോംപ്ലെക്സ് എക്സ്പെരിമെന്റ്സ് നമ്മൾക്ക് പലപ്പോഴും ചെയ്യാൻ പറ്റും. ഇപ്പൊ പാല് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. അപ്പം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, ഫുഡ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് കാരണം ബുദ്ധിമുട്ടുണ്ട്, ഇറ്റ്സ് ബാഡ്. ഇനിയിപ്പം വേറെ ഒരു എക്സാമ്പിൾ പറയാം. ദർ ആർ മെനി ബാക്ടീരിയ വിച്ച് ക്യാൻ സർവൈവ് ഇൻ അവർ ഫ്രിഡ്ജ്. So have we ever thought about that? ഇപ്പൊ നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും തന്നെ, കേരളത്തിൽ മിക്കവർക്കും ഫ്രിഡ്ജ് ഉണ്ട്. So why don't we take a swab from our fridge, different parts of our fridge, and do a small microbiology experiment? ആ സ്വാബിനെ ഒന്ന് കൾച്ചർ ചെയ്ത് നോക്കിയാൽ നമ്മളുടെ ഫ്രിഡ്ജിലെ എത്രത്തോളം മൈക്രോബ്സ് ഉണ്ട്, ഒരു ലാബിന്റെ സഹായം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന അപാരമായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. And you would be able to get some wonderful results. Okay, ഒരിക്കലും ചിന്തിക്കാത്ത റിസൾട്ട്സ് വരാം. അപ്പം again another probable approach is depending on traditional knowledge. So this was a work which we did in 2016. എൻ്റെ ഡിഗ്രി സ്റ്റുഡൻസ് ആണ് ഐശ്വര്യ ബാബു, അഖില രാജു, ആൽവിൻ ആൻഡ് ശ്രുതി. സോ ഈ പറയുന്ന ആരും തന്നെ എക്സെപ്റ്റ് ഫോർ ഐശ്വര്യ, ദേ വർ നോട്ട് അവരങ്ങനെ സൂപ്പർബായിട്ട് പറയുന്ന അങ്ങനത്തെ തരത്തിലുള്ള കുട്ടികളല്ലായിരുന്നു. ഐശ്വര്യ ഓഫ് കോഴ്സ് ഷീ കണ്ടിന്യൂഡ് ടു ഡു ഹർ MSc in our college and she qualified JRF also. And now she is doing PhD in a very good reputed central institute.
ബട്ട് ലൈക്ക് ഞങ്ങളുടെ വർക്ക് ഭയങ്കര സിമ്പിൾ ആയിരുന്നു. അതായത് നമ്മളിങ്ങനെ നാട്ടറിവ് വെച്ച് കേട്ടിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ മാറാലയൊക്കെ ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി പഴയ അടുക്കളകളിൽ ഈ കരി പിടിച്ചിട്ടുള്ള മാറാലകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന്. അപ്പം ഈ പിള്ളേര് തന്നെ ആ ഒരു ഐഡിയ കണ്ടെത്തി. എന്നിട്ട് അവർ എന്ത് ചെയ്തു, അവര് ഈ ഒരു ഐഡിയ എന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ വൂണ്ട് ഹീലിംഗ് പ്രോപ്പർട്ടീസ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങളുടെ കോളേജിൽ ആനിമൽ ഹൗസോ അല്ലെങ്കിൽ അതിനുള്ള എത്തിക്കൽ കമ്മിറ്റിയോ ഇല്ലാത്തത് കൊണ്ട് നമ്മളുടെ സിസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, MOU ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള അമല ആൻഡ് ജൂബിലിയിലേക്ക് ഞങ്ങളൊരു പ്രപ്പോസൽ കൊടുത്തു. പക്ഷെങ്കിൽ ഡിഗ്രി സ്റ്റുഡൻസ് ആയതുകൊണ്ട് അവർ പറഞ്ഞു ഇതേ പ്രോജക്റ്റ് MSCക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, ഡിഗ്രിക്ക് വേണ്ട. സോ വാട്ട് വി ഡിഡ് വാസ്, ഞങ്ങൾ വൂണ്ട് ഹീലിംഗ് മാറ്റിയിട്ട് ആന്റി ബാക്ടീരിയൽ ആൻഡ് ബ്ലഡ് കോട്ടിംഗ് പ്രോപ്പർട്ടീസ് ആക്കി. അപ്പൊ നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന ഫോൾസിഡേ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിൽ പെടുന്ന സ്പൈഡർ വെബ്സ് യൂസ് ചെയ്തു. അടുക്കളയിലുള്ളതും അല്ലാതെയുള്ള റീജിയനിലും അവർ കുട്ടികൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. ആൻഡ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ തന്നെ നമ്മളുടെ കൺസെന്റ് വാങ്ങി, വി ഇൻക്ലൂഡിങ് മൈസെൽഫ്, വി കളക്റ്റഡ് ദ ബ്ലഡ് ആൻഡ് വി സ്റ്റഡീഡ് ദ ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോപ്പർട്ടീസ്. ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നമ്മുടെ അഗാർ പ്ലേറ്റിൽ ബാക്ടീരിയൽ കൾച്ചറിൽ ഇതിന്റെ ഒരു ചെറിയൊരു ഇൻഫ്യൂഷൻ വെച്ചിട്ട് വി ട്രൈഡ് ഇറ്റ് ഔട്ട്. ആൻഡ് വാട്ട് വി അണ്ടർസ്റ്റുഡ് വാസ് ദാറ്റ് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒന്നും കാര്യമായിട്ടില്ലായിരുന്നു. പക്ഷേ ഇറ്റ് ഡിഡ് ഹാവ് ഗുഡ് ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോപ്പർട്ടീസ്, സിഗ്നിഫിക്കൻറ്റ് ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു യൂസ് ദിസ് എസ് എ ബാൻഡേജ്. കാരണം എസ്പെഷ്യലി നമ്മുടെ വീടുകളിലൊക്കെ ഈ ഡെബ്രീസും പൊടിയും ഒക്കെ ഉണ്ടാവും. സോ അതിന് നല്ലൊരു ബ്ലഡ് ക്ലോട്ടിംഗ് എബിലിറ്റി ഉണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ നമ്മുടെ മുറിവിലേക്ക് വെച്ചാൽ അതൊരു സെപ്റ്റിക് ആവാനോ അല്ലെ മറ്റുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് വി വർ ഏബിൾ ടു പബ്ലിഷ് ഇറ്റ് ഇൻ എ പിയർ റിവ്യൂഡ് ജേർണൽ. നമ്മുടെ മേഴ്സി കോളേജ് പാലക്കാട് ഉണ്ടായിരുന്ന സയൻഷ്യ എന്ന് പറഞ്ഞൊരു പിയർ റിവ്യൂഡ് ജേർണലിൽ the students actually published it also. So that was done. അപ്പം ഇതൊരു ട്രഡീഷണൽ നോളജിൽ നിന്ന്, അതായത് അവരുടെ വീട്ടിൽ അമ്മമാരോ അല്ലെ പ്രായം ചെന്ന ആൾക്കാർ പറഞ്ഞൊരു ട്രഡീഷണൽ നോളജിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ് ഞങ്ങൾ സയന്റിഫിക് ആയിട്ട് മാറ്റി ട്രൈ ചെയ്ത് നോക്കിയത്. ഓഫ് കോഴ്സ് ഒരു ഡിഗ്രി സ്റ്റഡി ആയതുകൊണ്ട് ഭയങ്കര പ്രിലിമിനറി ആയിരുന്നു. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം തോന്നിയത് ഞങ്ങളുടെ വർക്ക് നോർത്ത് ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ സൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വി വർ ലൈക്ക് ഷോക്ഡ്. ഓക്കെ, ഈ ചെറിയ കുട്ടികളെ ചെയ്തേക്കണ ഈ ചെറിയൊരു വർക്ക് അത്രയും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരാള് കോഡ് സൈറ്റ് ചെയ്തിട്ടുണ്ട്, ഒരാളെ സൈറ്റ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഗ്രേറ്റ്, ഇസ് ഇറ്റ് നോട്ട്? കുട്ടികൾക്ക് അതിപ്പോൾ ഒരു സന്തോഷമാണ്. സോ മേ ബി കുറച്ചും കൂടിയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നേ കുറച്ചും കൂടെ മെച്ചത്തിൽ ചെയ്യാൻ പറ്റിയേനെ. നൗ അനദർ പ്രോബബിൾ അപ്രോച്ച് ഇസ് സെറൻഡിപിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സെറൻഡിപിറ്റി അല്ലെ? ഇരുട്ടത്ത് വെടിവെച്ചു ആൻഡ് കൊണ്ടു. ആർക്കിമിഡീസിനൊക്കെ ഇതാണ് ഉണ്ടായത്. യുറേക്ക യുറേക്ക എന്ന് പറഞ്ഞ സന്തോഷത്തിൽ ഓടിയിരുന്നു. ഇതേപോലെ തന്നെ ഇത് MSc പ്രോജക്ട്, എന്റെ കൂടെ MSc പ്രോജക്ട് 2020 പാസ് ഔട്ട് ആയ അനുപ്രിയ എന്ന് പറയുന്ന കുട്ടിയുടെ വർക്കായിരുന്നു. അപ്പൊ ഞങ്ങൾ ആക്ച്വലി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വർക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ദാറ്റ് ഈസ് ഞങ്ങൾ മോത്സിന്റെ ഐന്റെ സ്ട്രക്ചർ ഒക്കെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ചായിരുന്നു ഞങ്ങൾ ലെപ്ഡോപ്റ്റൻസിനെ കുറിച്ചായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഫർദർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് വി ഓൾസോ ഡിഡ് സം സെം മൈക്രോസ്കോപ്പ് അനാലിസിസ് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അനുപ്രിയനെ വിട്ട്. കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കോളേജുകളിലൊക്കെ പലപ്പോഴും നമുക്ക് സാഹചര്യങ്ങൾ ഉണ്ടാവില്ല, സെം മൈക്രോസ്കോപ്പോ അല്ലെങ്കിൽ GCMS ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പലപ്പോഴും ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിട്ട് കുട്ടികൾ ആ ടെക്നിക്ക് പഠിച്ചോട്ടെ, അപ്പൊ അവരുടെ ടെക്നീഷ്യന്റെ കൂടെ നിന്നത് കണ്ടുപിടിക്കാം. അങ്ങനെ അനുപ്രിയയും ശ്രീചിത്രയിൽ പോയി ആൻഡ് ദേ ഡിഡ് ദിസ് അനാലിസിസ്. ആൻഡ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഞങ്ങൾ പഠിക്കാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കിട്ടി, അതിനോടൊപ്പം കുറച്ച് സ്ട്രേഞ്ച് ഇമേജസ് കിട്ടി. സ്ട്രേഞ്ച് ഇമേജസ് ആണ് ഞാൻ ഇവിടെ വെച്ചേക്കുന്നത്. അപ്പം there was some sort of organisms inside there. Anupriya could not identify it. I said that they may be mites. Okay, എൻ്റെ ഒരു zoology ബാക്ക്ഗ്രൗണ്ട് വെച്ച് mites ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ we were unable to identify it. Then പല ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടൊന്നും we were not able to identify. Ultimately, I put it on a research sharing form called ResearchGate. Within 2 days, I got a reply from Dr. Owen Seaman, who is the curator of Queensland Museum, Australia. And he was able to identify this mite. And ഇത് അബദ്ധത്തിൽ കിട്ടിയ ഒരു സംഭവമാണ്. And because it is a very strange thing, മോത്തിന്റെ കണ്ണിന്റെ ഉള്ളില് മൈറ്റ്സിന്റെ ഇൻഫെസ്റ്റേഷൻ. കണ്ണ് കണ്ടാൽ നമുക്കറിയാം പുറത്തുനിന്ന് ഒരു പൊടി പോലും ഇല്ല, ഒന്നുമില്ല, ഒരു പൊട്ട് പോലും ഒരു പൊട്ടലില്ല. പക്ഷേ ഇത് എവിടുന്ന് വന്നു? So we had so much of other literature to talk about that. And ഇത് ഞങ്ങള് ഒരു ചെറിയൊരു ജേർണലിലേക്ക്, ഒരു എന്താ പറയാ, ചെറിയൊരു UK ബേസ്ഡ് ജേർണലിലേക്ക് കൊടുത്തു. അത് ഇപ്പോൾ ഒരു 2 ആഴ്ചക്കുള്ളിൽ പബ്ലിഷ് ചെയ്ത് വരും.
So that is also a very good thing. Karna, it's a very small paper, a small observation, but we have an international collaboration with Dr. Owen, which is actually, you know, it's something like ഒരു വലിയൊരു privilege ആണ്. അത്രയും വലിയൊരു മനുഷ്യന്റെ കൂടെ നമുക്ക് കോ-ഓതർ ആവാൻ പറ്റിയതിൽ. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഒരു മിയർ PG പ്രോജക്റ്റ് ആണ് ഒരു ഇന്റർനാഷണൽ ജേർണലിലേക്ക് പോയേക്കുന്നത്, അതിന്റെ ചെറിയൊരു പാർട്ട്. സോ പലപ്പോഴും ലൂയിസ് പാസ്റ്റർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ട്രെയിൻഡ് മൈൻഡ്, അതായത് നമ്മൾക്ക് പലർക്കും ഇത് കാണാം, പക്ഷെ അവർ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. പക്ഷെ നമ്മൾക്ക് അങ്ങനെ ഒരു പാഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് കണ്ടാലും അതിനെ ഒന്നും കൂടെ ഒന്ന് നോക്കുവാണെങ്കിൽ, ഇപ്പൊ ഞങ്ങൾ സെയിന്റ് തോമസ് കോളേജാണ് അല്ലെ, അപ്പൊ തോമസ് ലീഹ ചെയ്തതുപോലെ രണ്ടാമത് ഒന്നും കൂടെ ഒന്നൊരു ക്യൂരിയസ് ആയിട്ട് ഞാൻ തൊട്ട് നോക്കും, എനിക്ക് ആ സ്വരം കേൾക്കണം, എന്നാലും ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്ന ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, ആ ഒരു ക്വസ്റ്റനിങ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ, ചിലപ്പം ദാറ്റ് മേ ബി ദ ബ്രേക്ക് ത്രൂ. ഓക്കെ, ദാറ്റ് മേ ബി. സോ വെരി റെയർലി ചിലപ്പോൾ സെറൻഡിപ്പിറ്റിയും നമ്മൾക്ക് നല്ലൊരു റിസർച്ച് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്കം നമ്മൾക്ക് തന്നിരിക്കും. ദെൻ വേറെ ഒരു പ്രോബബിൾ അപ്രോച്ച് എന്ന് പറയുന്നത് സൊല്യൂഷൻസ് കണ്ടെത്തുകയാണ്. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സോ ഐ ഹാവ് ടു ഗോ ബിറ്റ് ഫാസ്റ്റ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം ഐക്കോർണിയ അല്ലെ, നമ്മളുടെ എസ്പെഷ്യലി ചെങ്ങന്നൂർ, ആലപ്പുഴ ആ റീജിയനിലേക്കൊക്കെ ഉള്ള ബാക്ക് വാട്ടേഴ്സിൽ നമ്മൾ കാണുന്ന വാട്ടർ ഹയസിന്ത് എന്ന് പറയുന്ന ഒരു വീഡ്, ഇസ് ഇറ്റ് നോട്ട്? ഇപ്പം വാട്ടർ ഹയസിന്ത് അല്ലെ ഐക്കോർണിയെ കുറിച്ചുള്ള സ്റ്റഡീസ് നോക്കുവാണെങ്കിൽ, വി വിൽ സീ ദർ ആർ സോ മെനി സ്റ്റഡീസ്, സോ മെനി പ്രോഡക്ട്സ് ഹാവ് ബീൻ മെയ്ഡ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പൊ ഞാൻ ഓർക്കണേ നമ്മുടെ കേരളത്തിലുള്ള കായലുകളിലെല്ലാം ഐക്കോർണിയാണ്. ഈവൻ SH കോളേജില് എന്റെ കൊളീഗ് ക്രിസ്റ്റീനയുടെ ഹസ്ബൻഡ് മിഥുൻ ഈസ് ഓൾസോ മൈ ഡിയർ ഫ്രണ്ട്, Midun Dominic. He's in Department of Chemistry. Even he has made some products out of Icornia. അവരുടെ ഭൂമിത്രസേനെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ വർക്ക് ചെയ്തേക്കുന്നത്. സോ വണ്ടർഫുൾ തിങ്സ് ആർ കമ്മിങ് ഔട്ട്. അപ്പൊ ഐക്കോർണിയ എന്ന് പറഞ്ഞ ഒരു പെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കാണുന്ന ഒരു പ്ലാന്റിൽ നിന്ന് ഇറ്റ് ഈസ് ആക്ച്വലി ബീങ് യൂസ്ഡ് ആസ് എൻ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റ്. അപ്പൊ ഇതുപോലെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചുറ്റുവട്ടം നോക്കുമ്പം നമ്മുടെ മുന്നിൽ കാണുന്ന പല പ്രോബ്ലംസും സൊല്യൂഷൻസ് ആയിരിക്കും. അല്ലെങ്കിൽ വേറെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ചുറ്റുവട്ടത്ത്, അതായത് നമ്മുടെ വീട്ടിലേക്ക് ഉറുമ്പ് കയറി വരുന്നു, അപ്പൊ അതൊരു പ്രശ്നമാണ്, അതിന് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താൻ നോക്കുന്നു. ചിലപ്പം അതായിരിക്കാം നമ്മളുടെ അൾട്ടിമേറ്റ് പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നത്. സോ അങ്ങനെ പല അപ്രോച്ചസ് എടുത്തിട്ട്, അതായത് പല റോഡിൽ കൂടെ പല രീതിയിൽ നമ്മൾക്കൊരു റിസർച്ച് പ്രോജക്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഏത് അപ്രോച്ച് എടുത്താലും നമ്മൾ ഓർത്ത് വെക്കേണ്ടത് എന്താണ്? നമുക്ക് സമയപരിമിതമാണ്, പൈസയ്ക്ക് പരിമിതികൾ ഉണ്ടാവാം, ഇതേപോലെ തന്നെ നമ്മുടെ എക്സ്പെർട്ടൈസ് നമ്മൾ ഓർക്കേണ്ടി വരും. ഇങ്ങനത്തെ പല കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ വെച്ചാൽ മാത്രമാണ് നമ്മൾക്ക് സക്സസ്ഫുൾ ആയിട്ട് അതൊരു 3 മാസം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫൈനലി നമ്മൾ എന്ത് ചെയ്തു? നമ്മൾക്ക് ഇത് ഇത്രയും ഡിസ്കഷൻ നിങ്ങളുടെ റിസർച്ച് ഗൈഡിന് കൂടെ നടത്തിയിട്ട് വാട്ട് യു ഡു ഇസ് യു സെലക്ട് എ ടോപ്പിക്. ഇസ് ഇറ്റ് നോട്ട്? ദാറ്റ് ഇസ് സ്റ്റെപ്പ് 1. നമ്മളൊരു ടോപ്പിക്കിനെ ഡിഫൈൻ ചെയ്തു. ടോപ്പിക്കിനെ ഡിഫൈൻ ചെയ്ത് അതിൽ പഠിക്കാൻ ഒത്തിരി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അടുത്ത ടോപ്പിക് എന്താണ്? നമ്മളുടെ കൊക്കിൽ ഒതുങ്ങുന്ന ഈ 3 മാസം കൊണ്ട് നമ്മുടെ എക്സ്പെർട്ടൈസിൽ, നമ്മുടെ ബഡ്ജറ്റിൽ നമുക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സോ ഇഫക്ട് ഓഫ് കോവിഡ് ഓൺ ഡയബറ്റിക്സ് ഓഫ് കേരള, അത് അപാരമായിട്ടുള്ളൊരു ടോപ്പിക്കായി. ഫുൾ കേരളയിൽ നമുക്ക് പഠിത്തം നടത്താൻ പറ്റില്ല. സോ മേ ബി യു കൊളാബറേറ്റ് വിത്ത് യുവർ നെയ്ബറിംഗ് ഹോസ്പിറ്റൽ ആൻഡ് യു ഡു സംതിങ് ലൈക്ക് എ സ്റ്റഡി ഓഫ് ഇഫക്ട് ഓഫ് കോവിഡ് on diabetics in Chenganur town, something like that. So you narrow the topic so that it is suitable for your time limit. Once you have done that, you have to do review of literature. അതായത് ഈ ഒരു ടോപ്പിക്കിൽ മറ്റുള്ളവർ ചെയ്തിരിക്കുന്ന എല്ലാ വർക്കുകളും നമ്മൾ വായിക്കുക. ഇതിൽ നിന്ന് നമുക്ക് ലേറ്റസ്റ്റ് മെത്തഡോളജിയും കിട്ടും. ഇതിന്റെ ഒക്കെ ബേസിസിലാണ് നമ്മളുടെ റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മുടെ ഹൈപ്പോതെസിസ് നമ്മൾ ഫോം ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മുടെ ഹൈപ്പോത്തസിസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടെൻറ്റേറ്റീവ് ടൈറ്റിൽ ഫോം ചെയ്ത് കഴിഞ്ഞാൽ, ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഒബ്ജക്റ്റീവ്സ് സെലക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ്സ് സെലക്ട് ചെയ്ത്, അതായത് ഒരു 3-4 ഒബ്ജക്റ്റീവ്സ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് എന്താണ്? അടുത്ത ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് ഓരോ ഒബ്ജക്റ്റീവിനും മെത്തഡോളജി എഴുതി ഉണ്ടാക്കുക. ഇപ്പം നമ്മൾ ബയോഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ചെക്ക് ലിസ്റ്റ് ഓഫ് ബട്ടർഫ്ലൈസ് ആണ് ചെയ്യുന്നെങ്കിൽ ആ മെത്തഡോളജിയിൽ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവണം. രാവിലെയാണോ പോകുന്നത്, വൈകിട്ടാണോ പോകുന്നത്, ഉച്ചയ്ക്കാണോ പോകുന്നുണ്ടെങ്കിൽ എത്ര നേരത്തിന് നമ്മൾ ഒബ്സർവ് ചെയ്യും, ട്രാൻസെക്ട് മെത്തേഡ് ആണോ നോക്കാൻ പോകുന്നത്, പോയിന്റ് സാമ്പിളിംഗ് ആണോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള എല്ലാ മെത്തേഡ്സും, എല്ലാ കുഞ്ഞു കാര്യങ്ങൾ പോലും നമ്മൾ ആ ഓരോ ഒബ്ജക്റ്റീവിന്റെയും മെത്തഡോളജിയിൽ ആദ്യമേ എഴുതണം. അല്ലാതെ പ്രോജക്റ്റ് കഴിഞ്ഞിട്ടല്ല മെത്തഡോളജി എഴുതാൻ പോകുന്നത്. മെത്തഡോളജി നമ്മൾ ആദ്യമേ എഴുതണം. അങ്ങനെ എഴുതിയിട്ട് ഈ മെത്തഡോളജി നമ്മൾ ആദ്യം ചെക്ക് ചെയ്ത് നോക്കണം.
ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്താൻ പറ്റും. ആൻഡ് ദെൻ യു സ്റ്റാർട്ട് ഡൂയിങ് യുവർ പ്രോജക്ട്. ദാറ്റ് ഈസ് യു സ്റ്റാർട്ട് അപ്ലൈയിങ് ദിസ് മെത്തഡോളജി ഇൻ യുവർ റിയൽ ലൈഫ് ഡിപ്പെൻഡിങ് ഓൺ വാട്ട് വർക്ക് യു ഹാവ് സെലക്ടഡ്. അതിനോട് സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ ഇൻട്രൊഡക്ഷൻ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് എഴുതുക. ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന റിസൾട്ട് അപ്പോൾ എക്സൽ ഷീറ്റിൽ കമ്പൈൽ ചെയ്ത് വെക്കുക. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണെങ്കിലും വേറെ ഒരു പോയിന്റ് നമുക്ക് പറയാനുള്ളത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങി, ഞാൻ കുയിലിനെ കണ്ടു എന്ന് പറഞ്ഞാൽ അതൊരു പേപ്പർ ആവും. ഇപ്പൊ അങ്ങനെയല്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങി, എപ്പോ ഇറങ്ങി, എങ്ങനെയൊക്കെ ഇറങ്ങി, വേറെ ആൾക്കാർ എവിടെയൊക്കെ ഇറങ്ങി, ഏത് കുയിലിനെ കണ്ടു, ആ കുയിലിന്റെ ഓരോ ക്യാരക്ടേഴ്സും നമ്മൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ലിസ്റ്റ് ചെയ്യും. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാതെ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലിറ്ററലി ഇമ്പോസിബിൾ. അപ്പൊ അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിന് ചില അസംഷൻസ് ഉണ്ട്. പലപ്പോഴും കുട്ടികൾ നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്, മിസ് ഇതിനെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യണം, ഇതിനെ അനോവ ചെയ്യണം, അല്ലെ ഇതിനെ കോറിലേഷൻ ചെയ്യണം. ഏതെങ്കിലും ഒരു പേപ്പറിൽ കണ്ടിട്ടായിരിക്കും അവർ വന്ന് പറയുന്നത്. പക്ഷെ ഈ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യണമെങ്കിൽ അതിന് ചില അസംഷൻസ് ഉണ്ട്. ആ അസംഷൻസ് മീറ്റ് ചെയ്യുന്ന ഡാറ്റ ആണോ നമുക്കുള്ളത്, അതിനനുസരിച്ചിട്ടാണോ നമ്മുടെ സാമ്പിളിംഗ് ഡിസൈൻ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്, അത് നമ്മൾ മുന്നേ കൂട്ടിയിട്ട് തന്നെ ചെയ്യണം. അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ ഒരു മെത്തഡോളജിയുടെ ഡ്രാഫ്റ്റ് എഴുതണമെന്ന് പറഞ്ഞത്. ആ ഡ്രാഫ്റ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ മുന്നേ കൂട്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ടാവും. എന്നിട്ടാവും നമ്മൾ ആക്ച്വലി വർക്ക് ചെയ്യാൻ പോകും. ഓക്കെ, സോ then you start the process of research. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഡിഗ്രി ടെക്സ്റ്റ് ബുക്സിൽ പഠിക്കുന്നതാ. റിസർച്ച് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തു, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചെയ്തു, ഫൈനലി നമ്മുടെ ഒബ്ജക്റ്റീവ്സും എയിമും ഒക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്തു. അതിന്റെ ബേസിസിൽ മെത്തഡോളജി എഴുതിയിട്ട് ഡാറ്റ കളക്ട് ചെയ്തു. ഡാറ്റ കളക്ട് ചെയ്തിട്ട് വേണ്ട സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് വെച്ചുകൊണ്ട് അനലൈസ് ചെയ്തു, അതിന്റെ ഇന്റർപ്രിട്ടേഷൻ കൊടുത്തു, ആൻഡ് റിസർച്ച് റിപ്പോർട്ട് വെച്ചു. ഈ റിപ്പോർട്ടിൽ നിന്ന് പലപ്പോഴും നമുക്ക് പുതിയ ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ ആ ചോദ്യങ്ങൾ വെച്ചുകൊണ്ട് അടുത്തൊരാൾക്ക് വേണമെങ്കിൽ പുതിയൊരു റിസർച്ച് പ്രോബ്ലം കണ്ടെത്താൻ പറ്റും. ഇതേപോലെ പരിചയമുള്ള വേറെ ഒരു സയന്റിഫിക് മെത്തഡിന്റെ വേറെ ഒരു ഡയഗ്രാം ആണ്. ഇതും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഇസ് ഇറ്റ് നോട്ട്? അതായത് ഒരു ചോദ്യം ചോദിക്കുന്നു, അല്ലെ ചോദ്യം കണ്ടെത്തുന്നു, അതിന്റെ ലിറ്ററേച്ചർ റിവ്യൂ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് റിസർച്ച് വെച്ചിട്ട് നമ്മൾ മാക്സിമം ഡാറ്റ കളക്ട് ചെയ്യുന്നു. അതിന്റെ ബേസിസിൽ ഒരു ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ഒരു ടെന്റേറ്റീവ് ആൻസർ കൊടുക്കുന്നു. ആ ആൻസറിനെ നമ്മൾ എക്സ്പെരിമെന്റ്സ് വഴി ടെസ്റ്റ് ചെയ്യുന്നു. എക്സ്പെരിമെന്റ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യും. അതിന്റെ ബേസിസിൽ നമ്മൾ അനാലിസിസ്, അതായത് ഡാറ്റ കളക്ട് ചെയ്തു, അനലൈസ് ചെയ്യുന്നു. ആൻഡ് അതിന്റെ ബേസിസിൽ നമ്മൾ മുന്നേ പറഞ്ഞിരുന്ന ഹൈപ്പോത്തസിസിനോട് ചേർന്ന റിസൾട്ട് ആണോ അല്ലയോ എന്ന് 2 ഔട്ട്കംസ് ഉണ്ടാവാം. ആ ഔട്ട്കംസ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഒരു പേപ്പർ പ്രസന്റേഷൻ വഴിയോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കേഷൻ വഴിയോ നമ്മൾ പ്രസന്റ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള അതായത് 4 സ്റ്റെപ്സ് ആണ് നമ്മൾ സയന്റിഫിക് മെത്തഡിൽ പറയാം. ദാറ്റ് ഈസ് ഡിഫൈനിങ് എ പ്രോബ്ലം, then constructing a hypothesis or suggesting a hypothesis, testing hypothesis with experimentation, and formulating a theory. അതിനോടൊപ്പം തന്നെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ ഒരു സ്റ്റെപ്പാണ് കമ്മ്യൂണിക്കേഷൻ. കാരണം നമ്മളുടെ വർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയൊരു വർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആരും അറിയില്ല. നമ്മളുടെ വർക്ക് കറക്റ്റ് ആണോ അല്ലയോ എന്ന് പോലും അറിയില്ല. അതേപോലെ നമ്മളെ കുറിച്ച് ആരും അറിയുന്നില്ലെങ്കിൽ നാളെ ഒരു ഹയർ സ്റ്റഡീസിനോ അല്ലെങ്കിൽ ഒരു ജോബ് ഇന്റർവ്യൂക്കോ പോകുമ്പോൾ നമ്മളുടെ കഴിവിനെ കുറിച്ച് നോബഡി വിൽ ബി ഏബിൾ ടു നോ. സോ ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി പാർട്ട് ഓഫ് അവർ ലൈഫ്. അത് നമ്മുടെ കൾച്ചറിന്റെ പാർട്ടായിട്ട് മാറണം. അണ്ടർ ഗ്രാജുവേറ്റ് റിസർച്ച് ചെയ്താൽ അറ്റ്ലീസ്റ്റ് ഒരു പേപ്പറിലും പ്രസന്റ് ചെയ്യണം. പോസ്റ്റ് ഗ്രാജുവേറ്റ് റിസർച്ചിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു പേപ്പർ പബ്ലിക്കേഷൻ ഉണ്ടാവണം. അങ്ങനെയുള്ള ഒരു കൾച്ചർ വന്നാൽ മാത്രമാണ് നമ്മളുടെ സ്പൂൺ ഫീഡിങ്, നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിലുള്ള ഈ സ്പൂൺ ഫീഡിങ് കൾച്ചറും അതേപോലെ തന്നെ ബൈ ഹാർട്ടിങ് കൾച്ചറിൽ നിന്ന് മാറി കുട്ടികളെല്ലാവരും കൺസ്യൂമേഴ്സ് ഓഫ് നോളജിൽ നിന്ന് പ്രൊഡ്യൂസേഴ്സ് ഓഫ് നോളജ് ആയിട്ട് മാറുള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫൈനൽ ആയിട്ടുള്ള 2 പോയിന്റ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. അഭിലാഷ് സാറെ സമയമുണ്ടോ? Okay. So the last point is like how to elevate your research. Okay. അപ്പം നമ്മളിങ്ങനെ ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മൾ നമ്മുടെ ചുറ്റുവട്ടത്ത് അവരവരുടെ എക്സ്പെർട്ടൈസ്, അവരവരുടെ കോളേജിന്റെ സൗകര്യം ഒക്കെ വെച്ചിട്ട് നമ്മൾ ടോപ്പിക് ഒക്കെ സെലക്ട് ചെയ്തു. പക്ഷെ ഇവിടെയൊക്കെ പലപ്പോഴും വരുന്ന അടുത്ത ഒരു പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ, മുന്നേ തന്നെ നമ്മുടെ IQAC കോർഡിനേറ്റർ സാർ പറഞ്ഞതുപോലെ that something extra or that quality may be missing. അപ്പൊ അവിടെയാണ് അടുത്തൊരു ചോദ്യം വരുന്നത്, ഹൗ ടു എലവേറ്റ് യുവർ റിസർച്ച്. അപ്പം ഇത് റിസർച്ചിനെ കുറിച്ചുള്ള ഒരു പിക്ചർ അല്ല, ഇത് കഴിഞ്ഞ കൊല്ലത്തെ മാസ്റ്റർ ഷെഫിന്റെ പിക്ചറാണ്. ഐ തിങ്ക് മാസ്റ്റർ ഷെഫ് ഓസ്ട്രേലിയ ആണെന്ന് തോന്നുന്നു. അവിടെ ബംഗ്ലാദേശി ആയിട്ടുള്ള കിഷ്വാർ എന്ന് പറയുന്ന ഒരു ലേഡി,
ഓക്കെ, ബംഗ്ലാദേശി ആയതുകൊണ്ട് ഇന്ത്യൻ കൾച്ചറായിട്ട് ഒത്തിരി സിമിലാരിറ്റി ഉണ്ട്. അവര് മാസ്റ്റർ ഷെഫിന്റെ ഗ്രാൻഡ് ഫിനാലിലേക്ക് എത്തിയപ്പം അവരുടെ ഒരു ഡിഷ് പ്രസന്റ് ചെയ്തത് നമ്മൾ സാധാരണ പറയുന്ന പറങ്ങഞ്ഞിയായിരുന്നു. ഓക്കെ, നമ്മളൊക്കെ പുറത്തു പോലും പറയില്ല ഇന്ന് പഴങ്കഞ്ഞി നമ്മളുടെ കംഫർട്ട് ഫുഡാണ് അല്ലെ. കുറച്ച് പഴങ്കഞ്ഞിയും മുളകും ഉപ്പും ദെൻ കുറച്ച് മോരും സംഭാരവും ഒക്കെ ആയിട്ട് നമ്മൾ, അല്ലെങ്കിൽ മീനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കംഫർട്ട് ഫുഡ് ആയിട്ട് കഴിക്കുന്ന പാവപ്പെട്ടവരുടെ ഫുഡാണ് പഴങ്കഞ്ഞി. And in Bengali culture, it is called Pantabat. And she actually presented this for her finale. ഓക്കെ, അപ്പൊ സാധാരണ ഒരു ഡിഷിനെ മാസ്റ്റർ ഷെഫിൽ ഇങ്ങനെയാണ് വിളമ്പിയത്. സോ എപ്പോഴും നമ്മൾ കുറച്ചുപേരെങ്കിലും ഇങ്ങനത്തെ കോമ്പറ്റീഷൻസ് വൺസ് ഇൻ എ വൈൽ റിലാക്സ് ചെയ്യാൻ ഞാനും കാണുമ്പം പലപ്പോഴും ഈ ജഡ്ജസ് പറയുന്ന ഒരു ടേം ആണ് യു ഹാവ് ടു എലിവേറ്റ് യുവർ ഡിഷ്. അതായത് സാധാരണ കാണുന്ന ഒരു ഡിഷിനെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ ലെവലിലേക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റും. ദ കീ വേർഡ് ഹിയർ ഇസ് എലിവേറ്റ്. അപ്പൊ അതേപോലെ തന്നെ നമ്മളുടെ ഡിഗ്രി ലെവലിലുള്ള ഒരു റിസർച്ച് ഇറ്റ് വിൽ ബി സംതിങ് ആസ് സിമ്പിൾ ആസ് അവർ പറങ്ങഞ്ഞി. ബട്ട് ഹൗ ക്യാൻ യു എലിവേറ്റ് ഇറ്റ് സോ ദാറ്റ് യു മേ ഗെറ്റ് പബ്ലിഷ്ഡ് ഓർ പീപ്പിൾ വിൽ നോട്ട് യു? അതിന് ഒരു 6 പോയിന്റ്സ് ആണ് ഞാൻ പറയുന്നത്. അല്ല, ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. So whether we like it or not, the medium of scientific publication is English. So that has to be perfect. If you can't write properly, then you have to get help. The second thing is always, adding statistics where it is needed. Adding statistics where it is needed. Okay. സോ നൗ ഇത് എൻ്റെ ഒരു പഴയ പേപ്പർ, അതായത് മെരിസ്റ്റിക്ക സ്വാംസും അവിടുത്തെ ബട്ടർഫ്ലൈ സ്പീഷീസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു പേപ്പറാണ്. അപ്പം അതില് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. മെരിസ്റ്റിക്ക ചതുപ്പുകൾ അല്ലെങ്കിൽ ജാതി ചതുപ്പുകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇക്കോസിസ്റ്റത്തില് നമ്മൾ ചതുപ്പുകളുടെ നടുവശത്തേക്ക് പോയാൽ നഴയും കാടും അതേപോലെ ചതുപ്പ് വാട്ടർ ആയിരിക്കും. പുറത്തേക്ക് പോകുന്ന അനുസരിച്ച് ഈ വെള്ളത്തിന്റെ എമൗണ്ട് കുറഞ്ഞു വരും. സോ അതിന്റെ ബേസിസിൽ ഞങ്ങൾ ചെയ്തിരുന്ന ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ചതുപ്പിന്റെ പാച്ചിനെയും അല്ലെങ്കിൽ ഓരോ പീസ് ഓഫ് സ്വാമ്പിനെയും 4 സോൺസ് ആയിട്ട് മാറ്റി. ആൻഡ് ഈ 4 സോൺസ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ദ പെരിഫറി, ഈ 4 സോൺസ് ഓഫ് മാപ്പായിട്ട് മാറ്റിയിട്ട് ഇതിന്റെ ഉള്ളിലുണ്ടായിരുന്ന ബട്ടർഫ്ലൈ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ കോമ്പോസിഷനിൽ ചേഞ്ചസ് ഉണ്ടോ എന്നാണ് നോക്കിയത്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായത് കറക്റ്റ് നടുക്ക് കൊടുങ്കാടില് കറക്റ്റ് നടുക്ക് പച്ച കാടുകളാണെങ്കിൽ അവിടെ ഡൈവേഴ്സിറ്റി ഭയങ്കര കുറവായിരിക്കും. കാരണം എവർഗ്രീൻ ഫോറസ്റ്റിൽ മാത്രം കാണുന്ന ചില സ്പീഷീസ് മാത്രമേ ഉള്ളൂ. പക്ഷെ പുറത്തേക്ക് പോകുന്ന അനുസരിച്ച്, അതായത് സ്വാമ്പിന്റെ ക്വാളിറ്റി കൂടുന്ന അനുസരിച്ച് ജനറലി കാണുന്ന ഇഷ്ടം പോലെ ബട്ടർഫ്ലൈസ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്ര സിമ്പിൾ ആയിട്ട് പറഞ്ഞിരുന്ന ഒരു കാര്യം ഞങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് MDSU എന്ന് പറയുന്ന ഒരു അനാലിസിസും കൂടെ നമ്മൾ പറഞ്ഞു. അപ്പം ഈ 4 സോൺസ്, പെരിഫറി, ഓപ്പൺ ഏരിയ, സെൻട്രൽ ഏരിയ എന്നൊക്കെ പറയുന്ന ഈ 4 സോൺസിനെ ഞങ്ങളൊരു 3D മാപ്പായിട്ട് പ്ലോട്ട് ചെയ്തു. അതിന്റെ സിമിലാരിറ്റി ഡിസിമിലാരിറ്റി ഇൻഡീസ് പ്ലോട്ട് ചെയ്തു. കാര്യം ഇത്രയേ ഉള്ളൂ, ഞാനിപ്പോ പറഞ്ഞ കാര്യമാണ്. അതിനെ ഞങ്ങൾ വിത്ത് നമ്പേഴ്സ്, ആ നമ്പേഴ്സിനെ ഞങ്ങൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഈ ഒരു അനാലിസിസും കൂടെ വെച്ച് സപ്പോർട്ട് ചെയ്തു. സോ ഇമ്മീഡിയറ്റ്ലി യുവർ റിസർച്ച് ഇസ് എലിവേറ്റഡ്. ദെൻ ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ പറയുണ്ടായി, ഒരു മോത്സിന്റെ ഒരു എക്സാമ്പിൾ പറയുണ്ടായി അല്ലെ. മോത്സും അതുപോലെ പ്ലാന്റ്സിന്റെ അൽക്കലോയിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ലാബിൽ പോയിട്ട് ഇന്റേണായിട്ട് വർക്ക് ചെയ്യുകയും ഒരു GCMSന്റെ ഒരു പ്ലോട്ട് ജനറേറ്റ് ചെയ്തത് പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഹൈ ഇമ്പാക്ട് ഫാക്ടർ ഉള്ള ഒരു ജേർണലിലേക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ജേർണലായി മാറും. കണക്ടിങ് ദ ഡോട്ട്സ്, ഒരു പോയിന്റ് മാത്രം നമ്മൾ പിടിച്ചു നിൽക്കാണ്ട് നമ്മൾക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എങ്ങനെ ലാർജർ പിക്ചറിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം അനുപ്രിയയുടെ ആ ഒരു ഫൈൻഡിങ്, അതായത് നമ്മൾക്ക് ആ ഒരു മോത്തിന്റെ കണ്ണിൽ നിന്ന് ഈ മൈറ്റ്സിനെ കിട്ടി. അതൊരു സിമ്പിൾ ഫൈൻഡിങ് ആയിരുന്നു. ഞങ്ങൾ അതിനെ എങ്ങനെയാണ് ഒരു പേപ്പർ ആക്കിയെന്ന് പറഞ്ഞാൽ, ഈ മൈറ്റ്സ് സാധാരണ ഡെഡ് ആയിട്ടുള്ള മോത്സിനെ ഉള്ളിൽ നിന്ന് കരണ്ട് തിന്നുകയാണ് ചെയ്യാറ്. സോ ഒരു മ്യൂസിയം സ്പെസിമെൻ ആണെങ്കിൽ നമുക്കറിയാം, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം സ്പെസിമെൻ ദാറ്റ് ഈസ് വെരി വെരി പ്രഷ്യസ്. കാരണം ഇപ്പൊ കളക്ഷൻ ഒന്നും അലൗ ചെയ്യാൻ പറ്റത്തില്ല. സോ ഹൗ ദീസ് മോത്സ്, അപ്പൊ മുന്നുള്ള ലിറ്ററേച്ചറും കൂടെ നോക്കിയിട്ട് ഞങ്ങൾ ഇപ്പൊ ഇത്ര നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിരിക്കുന്ന പ്രൂഫ് വെച്ചുകൊണ്ട് വി കണക്റ്റഡ് ദ ഡോട്ട്സ് that proper upkeep of specimens is necessary. Otherwise നമ്മുടെ മ്യൂസിയം സ്പെസിമെൻസ് നഷ്ടമാവും. സോ ഞങ്ങളുടെ significance to your work. So that is another step to elevate your research.
Then another very important thing is collaborations. പലപ്പോഴും കേരളത്തിന്റെ ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയെന്നോ അണ്ടർ ഗ്രാജുവേറ്റ് കുട്ടികളുടെ ഒരു പേപ്പർ കാണുമ്പോൾ people may not even give it a second look. But if you're collaborating with a research institution, you're collaborating with a reputed scientist, all the പേര് കാണുമ്പോൾ തന്നെ if you're trying to publish that paper or if you're going to present that paper, automatically your work gets little bit of respectability. അതൊരു human bias ആണ്. സോ അങ്ങനെയുള്ള നല്ല കൊളാബറേഷൻസ് ടീച്ചേഴ്സിന്റെ സഹായത്തോടെ ബിൽഡപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വർക്കിനും നല്ലതാണ്, നിങ്ങളുടെ വർക്കിന്റെ ക്വാളിറ്റി ഉറപ്പായിട്ടും കൂടുകയും ചെയ്യും, കൂടുതൽ അംഗീകാരം കിട്ടുകയും ചെയ്യും. അതേപോലെ നാളെ MSc ഒരു ഇന്റേൺഷിപ്പിന് പോവുകയോ അല്ലെങ്കിൽ PhDക്ക് പോവുകയോ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഈ കൊളാബറേഷൻസ് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. വേറെ ഒരു ടിപ്പ് നമുക്ക് പറയാവുന്നത് ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് ചെയ്യുക. ഇന്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ബോട്ടണിയും സുവോളജിയും ഫിസിക്സും ഒക്കെ കൂടിയിട്ട് ചെയ്യുന്ന ഒരു വർക്ക്. ഇപ്പൊ ഞാൻ എന്റെ PG സ്റ്റുഡൻസിനെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു വർക്ക് ഇപ്പൊ ഞങ്ങൾ കുറച്ച്, അതായത് വെരി സിമ്പിൾ ആണ്, കോവിഡ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. സ്പീഷീസ് നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന പലതരത്തിലുള്ള കോഴികളും അതുപോലെ പലതരത്തിലുള്ള താറാവുകളുടെയൊക്കെ മുട്ടയുടെ തോടെടുത്തിട്ട് അതിന്റെ കുറച്ച് വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ കോളേജില് XRD എന്ന് പറയുന്ന എക്സ്ട്രാ ഡിഫ്രാക്റ്റീവ് സ്പെക്ട്രം കഴിയുന്ന XRD മെഷീൻ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു ഒബ്ജക്റ്റീവ് വെച്ചിട്ട് അതിന്റെ ബയോകെമിക്കൽ ക്യാരക്ടേഴ്സും കൂടെ പഠിക്കുക എന്നുള്ളതാണ്. സോ ഓട്ടോമാറ്റിക്കലി ഞങ്ങൾക്ക് പ്രോജക്റ്റിന് ബയോളജിക്കലി അത് വലിയ ഗുണം ചെയ്തില്ലെങ്കിലും ഫിസിക്കലി ആ ഒരു പാർട്ട് ഗുണം ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി അടുത്ത സ്റ്റെപ്പ് എന്താണ്, റെസ്റ്റ് ഓഫ് ദ ബയോളജിക്കൽ വർക്ക് ഞങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ XRD വെച്ച് കിട്ടിയേക്കുന്ന ഡാറ്റ മേ ബി ഞങ്ങൾക്ക് ഒരു ചെറിയ പേപ്പറായിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റുമായിരിക്കും. സോ പലപ്പോഴും മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ എസ്പെഷ്യലി കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്, ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമുക്കൊന്ന് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് വിൽ ആക്ച്വലി ലീഡ് ടു വണ്ടർഫുൾ റിസർച്ച് ആൻഡ് ദിസ് ക്യാൻ അബ്സല്യൂട്ട്ലി എലിവേറ്റ് യുവർ റിസർച്ച്. കാരണം നമ്മൾ ആദ്യം ആനയുടെ പിക്ചർ കണ്ടിരുന്നു. അപ്പൊ നമ്മളുടെ ഒരു ആസ്പെക്ട് അല്ല, വ്യത്യസ്തമായിട്ടുള്ള ആസ്പെക്ട്സിനെ നമ്മുടെ റിസർച്ചിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും. ആൻഡ് ഫൈനലി നമ്മൾ ഔട്ട്കമിലേക്കാണ് വരുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം കമ്പൽസറി ആയിട്ട് നമുക്ക് വേണ്ടതാണ് ഒരു തീസിസ്. ആൻഡ് ആ തീസിസിൽ നമ്മൾക്കറിയാം ഒരു ഫോർമാറ്റ് ഉണ്ട്, ടൈറ്റിൽ പേജ്, അക്നോളജ്മെന്റ്സ്, സർട്ടിഫിക്കറ്റ്സ്, ടേബിൾ ഓഫ് കണ്ടന്റ്, അബ്സ്ട്രാക്ട്, ഇൻട്രൊഡക്ഷൻ, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ബിക്കോസ് ഐ ഹാവ് ടൈം കുറച്ച് കൂടിയത് കൊണ്ട് ഐ എം നോട്ട് ഗോയിങ് ത്രൂ ഓൾ ഓഫ് ദാറ്റ്. പക്ഷേ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സിലും ഉണ്ടാവും എന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. മിക്ക യൂണിവേഴ്സിറ്റീസും ഈ ഒരു രീതിയിൽ ഉള്ള ഒരു ബേസിക് ആയിട്ടൊരു ഫോർമാറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു തീസിസ് സബ്മിറ്റ് ചെയ്ത് കോളേജിൽ നിന്ന് പോകുന്നതിനോട് ഒപ്പം തന്നെ നമുക്ക് ചെയ്യേണ്ട വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മുന്നേ കാണിച്ചതുപോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വർക്കുകൾ ഒരു റിസർച്ച് കമ്മ്യൂണിക്കേഷൻ, ഒരു പേപ്പർ പ്രസന്റേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പബ്ലിക്കേഷൻ ആയിട്ടോ നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റണം. അപ്പം അത് നമ്മളുടെ ഐഡന്റിറ്റിയാണ്. റിസർച്ച് നിങ്ങളുടെ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം കുട്ടീനെ പോലെയാണ്. ഇപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറുമ്പോൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർ പറയുന്നത് പേരൻസ് എത്ര നല്ല രീതിയിലാണ് വളർത്തിയിരിക്കുന്നത്. അതേപോലെ നമ്മൾ സ്വന്തമായിട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നമ്മുടെ റിസർച്ച് പ്രോജക്റ്റ്. സോ ദാറ്റ് ഈസ് യുവർ ഐഡന്റിറ്റി, ദാറ്റ് ഈസ് യുവർ ബേബി. സോ അത്രയും പ്രൈഡ് ഉണ്ടാവണം, അത്രയും ഇന്റഗ്രിറ്റിയോടെ വേണം നമ്മൾ ആ വർക്ക് ചെയ്യാൻ. സോ ദാറ്റ് ഇറ്റ് എൻഡ്സ് അപ്പ് ആസ് എ പബ്ലിക്കേഷൻ, ആസ് എ സ്മോൾ പേപ്പർ, ഓർ അറ്റ്ലീസ്റ്റ് യു ക്യാൻ പ്രസന്റ് ഇറ്റ് ഇൻ എ കോമ്പറ്റീഷൻ. നോട്ട് ഓൺലി ദാറ്റ്, പലപ്പോഴും നമുക്ക് നല്ല സൊല്യൂഷൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പലപ്പോഴും നല്ല പ്രോഡക്ട്സ് ആക്കിയിട്ട് എൻഡ് ചെയ്യാനും പറ്റും. അപ്പം ഇതൊക്കെ നമ്മൾ വെറുതെ സ്വപ്നം കാണേണ്ട ആവശ്യമില്ല. നമ്മൾ സ്റ്റെക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഉണ്ട്, അല്ലെങ്കിൽ കേരളത്തിന്റെ തന്നെ സ്റ്റാർട്ടപ്പ് ആൻഡ് ഇന്നോവേഷൻ കൗൺസിൽ ഉണ്ട്. ഇവിടെ നിന്നൊക്കെ നമുക്ക് പലപ്പോഴും പല രീതിയിലുള്ള ഫണ്ടിങ് കിട്ടും. അപ്പൊ നിങ്ങളുടെ ടീച്ചേഴ്സ് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഗൈഡ് ചെയ്ത് തരികയും ചെയ്യും. അവസാനമായിട്ട് നമ്മൾ എൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഒരു 2-3 സ്ലൈഡ്സും കൂടിയുള്ളൂ. 2-3 കേസ് സ്റ്റഡീസ് ആയിട്ട് പ്രസന്റ് ചെയ്യേണ്ടത് ഒന്ന് അമൂലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളൈറ്റ് കണക്ഷൻ, വർഗീസ് കുര്യന്റെ കഥയൊക്കെ നമുക്കറിയാം. അമൂലിനെ കുറിച്ച് എങ്ങനെ അമൂൽ ഒരു വലിയൊരു MNC തന്നെയായി മാറിയെന്നറിയാം. അപ്പം അമൂലിനെ കുറിച്ച് പല പല കഥകൾ പറയുമ്പം ഒരു കഥ എടുത്ത് പറയേണ്ടത് പൗഡേർഡ് മിൽക്ക്, അതായത് ഇപ്പോഴൊന്നും അല്ല കേട്ടോ, പണ്ട് 1950s പൗഡേർഡ് മിൽക്ക് എന്ന് പറഞ്ഞാൽ പശുവും പാലിൽ നിന്ന് മാത്രമായിരുന്നു ഉണ്ടാക്കുന്നത്. പക്ഷെ നോർത്ത് ഇന്ത്യയില് ഈ പശുവും പാലല്ല, കൂടുതലും എരുമയുടെ പാലാണ്. എരുമയുടെ പാലിന്റെ വേറെ ഒരു പ്രത്യേകത, അതിന്റെ ഫാറ്റ് കണ്ടന്റ് ഒക്കെ ഒത്തിരി കൂടെ ഹൈ ആണ്. അപ്പൊ ന്യൂട്രീഷൻ അതിനനുസരിച്ചിട്ട് കാലറിഫിക് വാല്യൂം ഒത്തിരി ഹൈ ആവും. പല രീതിയിൽ നമ്മളുടെ വർഗീസ് കുര്യൻ സ്വിറ്റ്സർലാൻഡിലെ നെസ്ലെ കമ്പനിയോട് പോയിട്ട് എന്ത് ചെയ്തു, ആ ഒരു ടെക്നോളജി വാങ്ങാൻ നോക്കി, ഈ എങ്ങനെ പൗഡേർഡ് മിൽക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. പക്ഷെ അവര് കൊടുത്തില്ല. അപ്പൊ എന്ത് ചെയ്തു, വർഗീസ് കുര്യൻ വാശിക്ക് തിരിച്ചു വന്ന് അവരുടെ ആ ഒരു ചെറിയൊരു ഗ്രൂപ്പുമായിട്ട് അവർ കുറച്ച് വർക്ക് ചെയ്ത് അൾട്ടിമേറ്റ്ലി ദേ മെയ്ഡ് ദ
discovery which helped to translate buffalo's milk into powdered milk. And next time, when Nestle people came to India, Varghese Kurian had the upper hand. So Varghese Kurian told them, I want the technology for making ice cream. And they said, will you give the technology for making this condensed milk or this powdered milk out of buffalo's milk? So this completely changed the picture of India. It changed the picture of farmers. It changed the picture. It introduced something called cooperatives. Is it not? അതിന്റെ ഒരു ഫാർ റീച്ചിങ് ഔട്ട്കം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നൊബേൽ പ്രൈസിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, സാധാരണ ആൾക്കാർക്ക് ഗുണം ഉണ്ടാക്കിയ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ആൻഡ് ദെൻ ജെയിംസ് ജോസഫ്, പലപ്പോഴും നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ജാക്ക് ഫ്രൂട്ട് 650 എന്ന് പറയുന്ന ഒരു പൗഡറിനെ കുറിച്ച് നമ്മൾ കാണാറുണ്ട്. 365 എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ നാട്ടിൻപുറത്ത് എല്ലായിടത്തും ഉള്ള ചക്കയാണ്. അപ്പൊ നമുക്ക് പണ്ടേ അറിയാം, അതായത് നമുക്ക് മറ്റേ ജാക്ക് ഫ്രൂട്ട് അല്ല, അതിന്റെ റോ ഫോമിന് ഒത്തിരി ഗുണങ്ങളുണ്ടെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ somehow or the other, this guy was able to clinically prove, and there is a published paper also, and ultimately he was able to make a big company, this jackfruit 365, which actually is beneficial for diabetes also. So ഇങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ പല പ്രോബ്ലംസിന് പല പല സൊല്യൂഷൻസ് ഉണ്ടാവും. ഇനി ഞങ്ങളുടെ തൊട്ടടുത്തുള്ള കോളേജ്, ക്രൈസ്റ്റ് കോളേജ്, അവിടെ എൻ്റെ അടുത്ത സുഹൃത്ത് ബിജോയ് സാറ്, നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ജീവിയാണ് ഇത്. എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ജീവിയാണ് ഇത്. കുഴിയാന എന്നൊക്കെ പറഞ്ഞ ന്യൂറോപ്റ്ററൻ സ്പീഷീസ് ആണിത്. ആൻഡ് ദിസ് വാസ് ആക്ച്വലി എ ന്യൂ സ്പീഷീസ്. എല്ലാവരും പുച്ഛിക്കും, നമ്മൾ ബയോഡൈവേഴ്സിറ്റി സ്റ്റഡീസ് എന്നൊക്കെ പറയുമ്പോൾ പുച്ഛിക്കും. ആൻഡ് വി ഹാഡ് ഓൾ സീൻ ദിസ് സ്പീഷീസ്, ബട്ട് വി ജസ്റ്റ് തോട്ട് ഇത് ആരെങ്കിലും ഒക്കെ ഡിസ്കവർ ചെയ്തിട്ടുണ്ടാവും. ബട്ട് ലാസ്റ്റ് ഇയർ ദിസ് കെയിം ആസ് എ ന്യൂ ഡിസ്കവറി. ദിസ് ഈസ് എ ന്യൂ സ്പീഷീസ്. സോ ഓൾ ഓഫ് us can do this. So ഇത്രയും പറഞ്ഞുകൊണ്ട് I'd like to end the talk saying that the more you use your head, the more it will increase. The more knowledge you use, the more that knowledge can be used for yourself. And at the end, I'd like to end with the motto of St. Thomas College, Thrissur, that is Veritas Von Librabit, which means the truth will set you free. So ട്രൂത്ത് എന്ന് പറയുന്നത്, ട്രൂത്തിനെ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോകണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വിദ്യയിൽ കൂടെ, അതായത് അറിവിൽ കൂടെ അല്ലെങ്കിൽ റിസർച്ചിൽ കൂടെയാണ് നമ്മളിത് കണ്ടെത്തുന്നത് കൂടുതലായിട്ടും. ആൻഡ് അതിന്റെ ആദ്യത്തെ ഒരു പടി എന്ന് പറയുന്നത്, ആ ഫ്രീഡത്തിലേക്ക് പോകുന്ന ആദ്യത്തെ ഒരു പടി എന്ന് പറയുന്നത് ഈ ഒരു റിസർച്ച് തന്നെയാണ്. പലപ്പോഴും സയൻസ് വന്നതുകൊണ്ട് അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, ആവശ്യമില്ലാത്ത പല ഭയങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ, അതായത് ഫ്രീഡം കിട്ടും. ആ അറിവ് നമുക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ റിസർച്ച് എന്ന് പറയുമ്പോൾ, അണ്ടർഗ്രാജുവേറ്റ് റിസർച്ച് എന്ന് പറയുമ്പോൾ, വി ആർ നോട്ട് ജസ്റ്റ് ടോക്കിംഗ് അബൌട്ട് കംപ്ലീറ്റിംഗ് യുവർ PhD or publishing some papers or finishing of life or academics. We are talking about a way of life which will completely change your mindset, completely change how you're going to live. So with this, I end my talk. I think I have superseded my time. I'm very sorry. I got carried away because I imagined you to be my own dear students. So once more, thank you very much. If you have any doubts, if there's an interactive session, we can start now. Thank you so much, ma'am, for this valuable lecture. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാം വളരെ സിമ്പിളായി സ്പെസിഫിക് ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇപ്പൊ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്കൊക്കെ കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ളൊരു ടോപ്പിക് ആയിരുന്നു. അപ്പൊ എന്നെ പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇത് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. നാച്ചുറലി മാം A to Z കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തു. മാമിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്തപ്പോൾ അത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ട് തോന്നി. താങ്ക് യു സോ മച്ച് മാം ഫോർ ദിസ് റിയലി ഗ്രേറ്റ് ലെക്ചർ. ഇനി സ്റ്റുഡൻസിന് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനുള്ളൊരു സമയമാണ്. സോ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യാം, അല്ല നേരിട്ട് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ നിങ്ങൾ ഈ ഒരു ചാൻസ് യൂട്ടിലൈസ് ചെയ്യുക. താങ്ക് യു. നിങ്ങളുടെ സമയം നമുക്ക് എല്ലാവർക്കും ഒരേപോലെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ചോദ്യങ്ങൾ മാത്രം വേണമെന്നില്ല, അഭിപ്രായങ്ങൾ പറയാം. അധ്യാപകരും ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും അവരുടെ വിലയേറിയ അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. തീർച്ചയായിട്ടും മുൻപോട്ട് വരിക, ചോദ്യങ്ങൾ ചോദിച്ച് മുൻപോട്ട് വരിക.
സാർ കേൾക്കാവോ? കേൾക്കാം. ഹലോ സാർ, എൻ്റെ പേര് മേഘ എന്നായിരുന്നേ. ആദ്യം തന്നെ മാമിനോട് ഇത്രയും നല്ലൊരു ക്ലാസ് നിങ്ങളിലേക്ക് ഇറങ്ങി നിന്ന് ഞങ്ങൾക്ക് ഇത്ര നല്ലൊരു ക്ലാസ് വന്നിരുന്നു മാമിനോട് ഒത്തിരി നന്ദിയുണ്ട്. കാരണം എഫക്റ്റീവ് തന്നെയായിരുന്നു. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം തന്നെ ഞങ്ങളുടെ സെൻസിക്സിന് ക്ലാസ് തുടങ്ങിയിട്ട് ഒരു 2 months ആവുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് കുറച്ച് മേഘ ഓഡിബിൾ അല്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ നെറ്റ്വർക്കിന്റെ പ്രശ്നമുണ്ട്. സാർ ഇപ്പം ഓഡിബിൾ ആണോ? കേൾക്കാം. ഹലോ സാർ, എൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങളുടെ സെൻസിക്സിന്റെ ക്ലാസ് തുടങ്ങിയിട്ട് ഒരു ഏകദേശം 2 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഇനി ഉടനെ തന്നെ 1 മാസത്തിനുള്ളിൽ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കണം. ഞങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്ത് തീർക്കണം. അപ്പം ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ട് എങ്ങനെ ഈ ഒരു പ്രോജക്റ്റ് ഈ ഒരു ലിമിറ്റഡ് ടൈമിൽ ഞങ്ങൾക്ക് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും, അതിന് വല്ല ടിപ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ ഞങ്ങൾക്ക് നന്നായിരുന്നേ. മാമിൻ്റെ കോളേജ് അതുപോലെ എങ്ങനെ, ഇപ്പം മാം തന്നെ പറഞ്ഞു, ഇപ്പം നോബൽ പ്രൈസ് കിട്ടുന്ന ഒരു പ്രോജക്റ്റിലൊക്കെ ആയാൽ പോലും ഒരു ലിമിറ്റഡ് ടൈം ഉണ്ട്. അപ്പോൾ അതിനുള്ളിൽ അത് ചെയ്ത് തീർക്കണം. അപ്പം സക്സസ്ഫുൾ ആയിട്ട് ഞങ്ങൾക്ക് കൂടുതലും റിസർച്ച് ഒക്കെ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പം ഇനി അതിനേക്ക് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. Yes, sir. Ketu, sir. I ketu. Megha, it's a very tricky question. Tricky question in the sense, like when you say 2 മാസമൊക്കെ ഉള്ളത് പറയുമ്പോൾ it actually defeats the purpose of research. പക്ഷെ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ബേസിക്കലി ആ ഒരു പ്രോസസ് ആയിട്ട് ഫെമിലറൈസ് ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി നമ്മളോട് ആവശ്യപ്പെടുന്നത്. കാരണം നാളെ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ ഈവൻ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോഴും നമ്മൾ ആ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് കൊണ്ടായിരിക്കും നമ്മൾ സാമ്പാർ ഉണ്ടാക്കുക. ലൈക്ക് ഈ സാമ്പാറിലേക്ക് ഈ ഒരു ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്. So what I would like suggest is, first thing is നിങ്ങളുടെ സൂപ്പർവൈസിങ് ടീച്ചറിനോട് ചോദിക്കുക, ടീച്ചർക്ക് എന്താണ് എക്സ്പെർട്ടൈസ് ഉള്ളത്, whoever your teacher is. So then based on that യൂണിവേഴ്സിറ്റി റിവ്യൂ പേപ്പേഴ്സ് അലൗ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. കാരണം that is the easiest way. The second thing which you can do is like very എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നത് ബയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഏതെങ്കിലും ഒരു സർവേ നടത്താം. ലൈക്ക് ഇപ്പൊ മുന്നേ ഞാൻ പറഞ്ഞ ഇഫക്ട് ഓഫ് കോവിഡ് ഓൺ മെൻസ്ട്രൽ സൈക്കിൾ ഇഫക്ട് ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഒരു 2-3 കോളേജസിലെ എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങൾ ഒരു 2-3 ദിവസത്തിലെ ഗൂഗിൾ ഫോം സർക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇനിയിപ്പം ഗ്രൂപ്പിലുള്ള എല്ലാവരും ആ ടോപ്പിക്ക് ചെയ്യരുത്, പക്ഷെ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ഇപ്പൊ ഞാനൊരു വേറെ എക്സാമ്പിൾ പറയാം. എന്റെ അനുഭവമാണ് ബ്രെയിൻ ഫോഗ്. അതായത് ഇപ്പൊ കൂടുതലുള്ള കുറെ ആൾക്കാർ പറയുണ്ടായി പോസിറ്റീവ് ആയതിനു ശേഷം നമുക്ക് ഒരു 2-3 ആഴ്ച ചിന്തിക്കാൻ പറ്റുന്നില്ല, അല്ലെ വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല, എന്തോ ഒരു മെന്റലി നമുക്ക് എന്തോ പറ്റിപ്പോയതുപോലെ, അതായത് ഒരു നമ്മുടെ അക്കാഡമിക്സ് പുറകോട്ട് പോയതുപോലെ, സ്പീഡിൽ ഒരു സിമ്പിൾ കാര്യം ഒരു വണ്ടിയിൽ ഒരു ചെറിയൊരു സ്പാർക്ക് പ്ലഗ് മാറ്റാൻ പറ്റുന്നില്ല. എന്റെ പല കൊളീഗ്സും പറഞ്ഞിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ അനക്ഡോട്ടൽ റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അനക്ഡോട്ടൽ എന്ന് പറഞ്ഞാൽ കേട്ടുകേൾവി മാത്രം. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ടോപ്പിക് എടുത്തിട്ട് ഒരു ഗൂഗിൾ ഫോം ഉണ്ടാക്കി ഒരു 300 പേരുടെ ഡാറ്റ കളക്ട് ചെയ്യുവാണെങ്കിൽ സുഖമായിട്ടും നിങ്ങൾക്ക് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ അത് അനലൈസ് ചെയ്തൊരു ചെറിയ റിപ്പോർട്ട് ആക്കാൻ പറ്റും. ഓഫ് കോഴ്സ് അതൊരു വലിയൊരു ഗ്രേറ്റ് ടോപ്പിക് ഒന്നും ആവില്ല, പക്ഷെ ഇപ്പൊ കത്തി നിൽക്കുന്ന ഒരു ഇത് തന്നെയാണ്. Then otherwise, basically it is your college and your teacher. Okay, Megha? Because okay, I ma'am. From here. Thank you. Yeah. സമയം അതിക്രമിക്കുന്നു. നിങ്ങൾക്ക് ചോദ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ രേഖപ്പെടുത്താറുണ്ട്, തീർച്ചയായിട്ടും അത് രേഖപ്പെടുത്താം. സ്വാതന്ത്ര്യമുണ്ട്, അത് ഉപയോഗപ്പെടുത്തുക. ജോസ് ടീച്ചർ ഒരുപാട് എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ട് പിള്ളേർ വളരെ സാറ്റിസ്ഫൈഡ് ആണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലാ അർത്ഥത്തിലും അവര് നമ്മളെ ഒരു സ്പാർക്ക് എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങിയത്, പക്ഷെ ഇപ്പൊ ഒരു ഫ്ലെയർ ആയിട്ട് മാറിയില്ലേ എന്നൊരു തോന്നല് അല്ലേ? അപ്പൊ ഒരുമാതിരി എല്ലാ ആസ്പെക്റ്റും ടീച്ചർ വളരെ ഗംഭീരമായിട്ട് പ്രസന്റ് ചെയ്തു. അപ്പൊ അതുകൊണ്ടായിരിക്കും കുട്ടികൾക്ക് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നും ഇല്ലാത്തെന്ന് വിശ്വസിക്കുന്നു. കുറച്ചും കൂടെ എനിക്കൊരു ഹൈപ്പോത്തസിസ് ഉള്ളത് സാറേ വിശപ്പിന്റെ വിളിയായിരിക്കാം. കാരണം ഒരു 9 മണിയാകുമ്പോ ഹൈപ്പോഗ്ലൈസീമിയ ഇറ്റ് ഈസ് എ ഫാക്ട്. So that will be the basic thing also, or maybe they will be rushing to decide the topic. So anyway, thank you so much, sir, for the opportunity to talk. Abhinanda.
താങ്ക് യു സോ മച്ച് മാം. ഇനി ഈ പരിപാടിയുടെ നന്ദി രേഖപ്പെടുത്തലാണ്. അതിനായി കൊട്ടിയം MMNSS കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റ് അധ്യാപികയും റിസർച്ച് കോർഡിനേറ്ററുമായ ഡോക്ടർ ശ്രീജ മിസിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സാറേ ഓഡിയബിൾ ആണോ? വൈകിയ വേളയിൽ ഈ ഒരു പ്രോഗ്രാമിന് വളരെ സന്തോഷത്തോടു കൂടി നന്ദി പറയുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നമ്മുടെ കുട്ടികൾ കൺസ്യൂമർ ലെവലിലായിരുന്നു എങ്കിൽ ഈ പ്രോഗ്രാം കഴിഞ്ഞിറങ്ങുമ്പോൾ ജോയ്സ് ടീച്ചർ പറഞ്ഞതുപോലെ നിങ്ങളൊരു പ്രൊഡ്യൂസർ ലെവലിൽ എത്തുക എന്നുള്ളതാണ്. നമ്മൾ ഏത് വർക്ക് ചെയ്താലും അതിനൊരു ഔട്ട്കം ബേസ്ഡ് ആയിട്ടുള്ള റിസർച്ച് വർക്ക് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, ചെറിയ വർക്ക് ആയിക്കോട്ടെ വലിയ വർക്ക് ആയിക്കോട്ടെ, അതിനുള്ള നമുക്ക് കിട്ടുന്ന ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തന്നെ ആയിരിക്കും. പലരും പറഞ്ഞു കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ ഗ്രേറ്റ് ആയിട്ടുള്ള വലിയ വലിയ വർക്കുകളുണ്ട്. അത് ചെയ്യാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഇനി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് ഈ ഒരു പ്രോഗ്രാമിന് ഞങ്ങളുടെ ഒരു റിസോഴ്സ് പേഴ്സൺ ആയിട്ട് എത്തിയ ജോയ്സ് ടീച്ചറിന് വളരെ സ്നേഹത്തോടു കൂടി കൊട്ടിയം NSS കോളേജിന്റെയും ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെയും റിസർച്ച് സെല്ലിന്റെയും IQACയുടെയും ഡിപ്പാർട്ട്മെന്റിന്റെയും പേരിലുള്ള വളരെ സന്തോഷത്തോടു കൂടി നന്ദി അറിയിച്ചുകൊള്ളുന്നു. തുടർന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വളരെയധികം സഹായിച്ച 2 കോളേജിലെയും മാനേജ്മെന്റ്, തുടർന്ന് അവിടുത്തെ 2 പ്രിൻസിപ്പൽമാർക്ക്, അവർക്ക് 2 പേർക്കും ഈ പ്രോഗ്രാമിന്റെ പേരിലുള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ അറിയിക്കുകയാണ്. പിന്നീട് ഇതിനെല്ലാം ഉപരി നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന് സ്വാഗത പ്രാസംഗികനായി എത്തിയ നമ്മളുടെ അഭിലാഷ് സാറാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ നട്ടെല്ലെന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. സാറിന് ഔപചാരികതയുടെ പേരിൽ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത സാറിന്റെ ഈ ഒരു പ്രയത്നത്തിനുള്ള നന്ദി ഞാൻ ഈ നിമിഷത്തിൽ അറിയിച്ചുകൊള്ളുകയാണ്. സാറില്ലായിരുന്നെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ഇത്രയും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. വീണ്ടും സാറിന് എൻ്റെ ഹൃദയത്തിൽ നിന്നും തട്ടിയുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. തുടർന്ന് ഈ ഒരു പ്രോഗ്രാമിന് ആശംസകൾ അർപ്പിച്ച ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ വകുപ്പ് മേധാവിയായ ആനിസ് ടീച്ചർ, കൊട്ടിയം NSS കോളേജിലെ ലക്ഷ്മി ടീച്ചർ, നമ്മളുടെ IQAC കോർഡിനേറ്റേഴ്സായ കിഷോർ റാം സാർ, എബ്രഹാം സാർ, അതിനോടൊപ്പം തന്നെ ജോയ്സ് ടീച്ചറിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നെ എൻ്റെ ഗുരുനാഥ കൂടിയായ പ്രീത ടീച്ചറിനും ഈ അവസരത്തിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. തുടർന്ന് ഈ ഒരു പ്രോഗ്രാം ഇത്രയും സക്സസ്ഫുൾ ആകാൻ നമ്മളെ സഹായിച്ചത് വേറെ ആരുമല്ല, ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എൻ്റെ കുട്ടികളും അതോടൊപ്പം തന്നെ പല കോളേജുകളിലെയും ആദരണീയരായ അധ്യാപകരുമാണ്. അവർക്ക് ഈ വൈകിയ വേളയിൽ ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. തുടർന്ന് ഈ ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത നമ്മളുടെ ഇതിന്റെ ഒരു കോമ്പയറിംഗ് ആയ നമ്മുടെ കോളേജിലെ തന്നെ അഭിനന്ദ എന്ന കുട്ടി, അതോടൊപ്പം തന്നെ ഇതിന് ഈശ്വര പ്രാർത്ഥന ആലപിച്ച ശ്രീലക്ഷ്മി, തുടർന്ന് ഈ ഒരു പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടി ഇതിന്റെ ബാക്ക് സൈഡിൽ എഫേർട്ട് എടുത്ത നമ്മൾ പേരെടുത്ത് പറയാൻ പറ്റാത്ത പല വ്യക്തികളുമുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ഈ ഒരു പ്രോഗ്രാമിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ ഓർഗനൈസിംഗ് സെക്രട്ടറിമാർ എന്ന രീതിയിലുള്ള പേരിലും ഉള്ള നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. വൈകിയ വേളയിൽ ഞാൻ നിർത്തുകയാണ്. ആരെങ്കിലും ഈ അവസരത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഈ ഒരു പ്രോഗ്രാമിന്റെ പേരിലുള്ള ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഒരു റിക്വസ്റ്റ് കൂടിയുണ്ട്, ഈ ഒരു പ്രോഗ്രാമിൽ നിന്നും നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു ഔട്ട്കം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഞങ്ങൾ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിച്ച ബെനിഫിറ്റ് ഞങ്ങൾക്ക് കിട്ടും. അപ്പം മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ നല്ല രീതിയിലുള്ള ഒരു വർക്ക് സബ്മിറ്റ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക്സ് ടു ഓൾ. താങ്ക് യു മാം. ഈ ഒരു വെബിനാർ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ആയിക്കോട്ടെ, ഞാൻ വിളിച്ചോളാം. അപ്പൊ ഞാൻ ലീവ് ചെയ്തോട്ടെ സാർ? ഞാൻ വിളിച്ചോളാം. ഓക്കെ, വളരെ നന്ദി. ഓക്കെ അമ്മ